അപ്പോൾ ഈ ഡിവൈസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് അറിയാത്ത ആളുകളുടെ കയ്യിൽ ഡിവൈസുകൾ വന്നതാണ് പുതിയ കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മക്കളെല്ലാവരും കൂടെ പെരുന്നാൾക്ക് വല്യമ്മാനെ കാണാൻ ചെന്നാലും പേര് വല്യമ്മാനെ കാണാൻ ചെന്നതാണെന്നാണ് പറയുക. പക്ഷെ എല്ലാവരും ഓരോ മൂലയിൽ ഇതിങ്ങനെ തോണ്ടുകയാണ്. അപ്പോൾ വല്യമ്മാനെ കാണാൻ വന്നതാണെന്ന് ആ പേരിലാണ് വന്നത്. പക്ഷേ ഓരോരുത്തർ കയ്യിൽ മൊബൈൽ പിടിച്ചിങ്ങനെ തോണ്ടുന്നുണ്ടാവും. ആ വല്യമ്മയാർക്ക് ഇപ്പോൾ അതിലെന്തോ തോണ്ടിയിട്ട് എനിക്കെന്തോ കൊണ്ടുതരാനാണ്, അല്ലെങ്കിൽ എന്നോടെന്തോ പറയാൻ വേണ്ടി എന്തോ കണ്ടെത്താനാണെന്നൊക്കെ തോന്നും. ഒരു 2 ദിവസം നിൽക്കാൻ വന്നാൽ 2 ദിവസം ഫുള്ള് ഇവരതിൽ തോണ്ടൽ തന്നെ, വേറെ പണിയൊന്നുമില്ല. ആ രീതിയിലേക്ക് ഡിവൈസുകൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ വല്ലാതെ താളം തെറ്റിച്ചിട്ടുണ്ട്. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ല. 2-3 പ്രധാനപ്പെട്ട അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഈ കുടുംബത്തിലുള്ള ആളുകളും കൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി 15 വർഷത്തോളമായി കൺസൾട്ടിങ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ധാരാളം വരും. മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ധാരാളം വരും. അപ്പോൾ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം. കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് എല്ലാം കൊണ്ടും നമുക്ക് ഏതൊക്കെയോ ഉന്നതമായ മേഖലയിൽ എത്തിക്കാമായിരുന്ന നമ്മുടെ മക്കളെയാണ് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സ്ഥലത്തുനിന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മോന് ഭയങ്കര വയലൻ്റാണെന്ന് പറഞ്ഞു. വയലൻ്റ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തനായി മാറുന്നു, അടിപിടി ബഹളം ഉണ്ടാക്കുന്നു എന്നാണ്, കച്ചറ ഉണ്ടാക്കുന്നു. എത്ര വയസ്സ്? 15 വയസ്സ്. എന്താണ് വിഷയം? ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു 15 വയസ്സുള്ള കുട്ടി ഉമ്മാനെ തല്ലുക, ഗ്ലാസുകൾ എറിഞ്ഞ് പൊട്ടിക്കുക, പ്ലേറ്റുകൾ എറിഞ്ഞ് പൊട്ടിക്കുക, അത് മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക, ഇങ്ങനെയുള്ള ഒരു വയലൻസിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ വയലൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡ്രഗിന് അഡിക്റ്റഡ് ആയ ഒരാൾ, മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയ ഒരാൾ, ആ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയ വ്യക്തിക്ക് മയക്കുമരുന്ന് അദ്ദേഹം സ്ഥിരമായി കഴിക്കുന്ന സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായ ഈ ചില വിട്രോവൽ ഇഷ്യൂസ് ആ വ്യക്തി നേരിടും. അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടിച്ച് തകർത്ത് തരിപ്പണമാകും. അതേ അവസ്ഥയാണ് മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ മദ്യം കഴിച്ചിട്ട് അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലാണോ അഡ്മിറ്റ് ചെയ്യേണ്ടത്, ഡി അഡിക്റ്റ് ചെയ്യേണ്ടത്, അതേ ഹോസ്പിറ്റലിൽ മൊബൈലിന് അഡിക്റ്റായ കുട്ടിയെ ഡി അഡിക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ളൊരു കാലം നമ്മുടെ കുട്ടികളിൽ നമ്മളൊന്ന് കാണുന്നുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഈ കുട്ടി പഠിച്ചിട്ട് വല്ല നല്ല എഞ്ചിനീയറോ നല്ല ഡോക്ടറോ അല്ലെങ്കിൽ നല്ല പണ്ഡിതന്മാരോ ഹാഫിളീങ്ങളോ അല്ലെങ്കിൽ നല്ല സിഎക്കാരോ നല്ല ബിസിനസ്സുകാരോ ഒക്കെ ആയി മാറേണ്ട മക്കളായിരുന്നു അവർ. ആ മക്കളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നത് മുതിർന്നവരായ നമുക്കറിയാത്തത് കൊണ്ട് ആ കുട്ടികളെ ചെറിയ പ്രായം മുതൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉമ്മമാർ എന്നോട് പ്രധാനമായും പറയുന്ന 2 കാരണങ്ങളാണ്. കുട്ടികൾ മൊബൈലിന് അഡിക്റ്റഡ് ആവാൻ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം പറയുന്നത് കൊറോണയുടെ സമയത്ത് അഡിക്റ്റഡ് ആയതാണെന്ന്. അതാണ് കാരണം പറയുന്നത്. അപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് തന്നെ 2 വർഷം അതിലപ്പുറം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ആ പാവപ്പെട്ട കൊറോണയെ കുറ്റം പറഞ്ഞിട്ട് കുട്ടികൾ മൊബൈൽ എടുക്കുന്നതിന് പറയേണ്ടതുണ്ടോ? ഒന്ന്. രണ്ടാമതായിട്ട് ഇവർ കാരണം പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, ഓൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഓളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട്, പിന്നെ എൻ്റെ കുട്ടിക്ക് മാത്രം മൊബൈൽ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഓൾ അതും പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഒരു വിഷയം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടോ അല്ലേ നോക്കിയിട്ടാണോ? ചെയ്യേണ്ടതാണെങ്കിൽ ആരും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തു കൊടുക്കണോ? ചെയ്യേണ്ടതല്ലെങ്കിൽ എല്ലാവരും ചെയ്താലും ചെയ്തു കൊടുക്കാൻ പാടില്ല. അതിലൊരു ഉറച്ച നിലപാട് ഈ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടാവണ്ടേ? ഇതിന് കുറേ വിഷയങ്ങളുണ്ട്. അത് മാത്രം കുറേ പറയാനുണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് പുതിയ കാലത്ത് ഈ ഇമാജിനേഷൻ കപ്പാസിറ്റി ഒന്നും വളരുന്നില്ല. കാരണം അവർ മൊത്തം ഈ ഗെയിമിൽ അഡിക്റ്റഡാണ്. മൊബൈൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ വേറെ വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾ ഭക്ഷണം, ഇപ്പോൾ ഉമ്മമാർ പണ്ടൊക്കെ പറയും ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള പരാതി ഇപ്പോൾ പറയുന്നില്ല. കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഭക്ഷണം കഴിക്കല്ല, മൊബൈൽ കാണുകയാണ്. അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് മുമ്പൊക്കെ പറഞ്ഞിരുന്നൊരു പരാതിയായിരുന്നു, എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കണില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല പരാതി പറയുന്നില്ല. എന്താ കാരണം? ഇതൊരു ഭാഗത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നില്ല, ഇത് കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതോ നിർത്തൂല, ഭക്ഷണം കഴിക്കുന്നത് നിർത്തൂല. കാരണം എന്താ? ഭക്ഷണം കഴിക്കാൻ നിർത്തി കഴിഞ്ഞാൽ മൊബൈൽ പോകും. അപ്പം മൊബൈൽ പോവാതിരിക്കാൻ വേണ്ടി അവൻ എത്ര വേണമെങ്കിലും കഴിക്കും. അപ്പോൾ ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് കുറേ മര്യാദകളുണ്ട്. അതിനെ ടേസ്റ്റ് അറിഞ്ഞ് അതിൽ ലയിച്ച് ഒരു ശുക്രോട് കൂടെ ചവച്ചരച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനുണ്ട്. അതൊന്നുമില്ല. ഇവൻ മൊബൈൽ കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ കുറേ കഴിയുക. വയറ് നിറയുന്നതൊന്നും കുട്ടി അറിയുന്നേ ഇല്ല. അല്ലെങ്കിൽ തന്നെ നിറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ വയറെന്ന് പറയുന്നത്. നമ്മുടെ ഇതില്ലേ, അത് നിറക്കാൻ പാടില്ല. നിറച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ ആധുനിക കാലഘട്ടത്തിൽ
ആധുനിക കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുറേ രോഗികളുണ്ടാകുന്നത്? എത്ര രോഗികളാണ് ഓരോ കുടുംബത്തിലും? ഓരോ കുടുംബത്തിലല്ല, ഓരോ വീട്ടിൽ രോഗികളാണ്. ഓരോ വീട്ടിൽ മാത്രമല്ല, ഓരോ റൂമിൽ രോഗികളാണ്. ഓരോ റൂമിലും തന്നെ ഓരോ ആളുടെയും കാലിൻ്റെ അവിടെ ഒരു രോഗം, ഇപ്പുറത്ത് വേറെ രോഗം, തലൻ്റെ അവിടെ ഒരു മൈഗ്രൈൻ്റെ വേറെ രോഗം, കാലിന് വേറെ രോഗം, അവിടെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം, എല്ലാവർക്കും ഓരോരോരോ പ്രശ്നങ്ങളാണ്. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുഖൗഖിസ് എന്ന് പറയുന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറേ സമ്മാനങ്ങൾ കൊടുത്തയച്ചു. കൂട്ടത്തിൽ ഒരു ഡോക്ടറെയും പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിലുള്ള രോഗികളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി രാജാവിൻ്റെ വക ഒരു നല്ല ഡോക്ടറെ മദീനത്തേക്ക് പറഞ്ഞയച്ചു. ആ രാജാവ് കൊടുത്തയച്ച ഡോക്ടർ മദീനത്ത് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞിട്ടും അയാൾക്ക് ചികിത്സിക്കാൻ ഒരൊറ്റ രോഗിയെ പോലും കിട്ടിയില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു, ഞാനിവിടെ ഒരു വർഷമായിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് ലെറ്റ് മീ ഗോ, ഞാൻ പോവുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾ ആ രഹസ്യം പറഞ്ഞു തരണം, എന്തുകൊണ്ടാണ് ഇവിടെ രോഗികളില്ലാത്തത്? അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, 1. 2, ഞങ്ങൾ വയറ് നിറയുന്നതിൻ്റെ ഫൈദ അക്കൽന മാ ശബിഅന എന്ന് പറഞ്ഞാൽ വയറ് നിറയുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ നിർത്തുന്നതുമാണ്. ആ 2 കാരണങ്ങൾ. അപ്പോൾ രാജാവ് പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്, അതന്നെ അതിൻ്റെ കാരണം. അപ്പോൾ നമുക്കതിൽ നമ്മുടെ എല്ലാ കൾച്ചറിൽ എന്താണോ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് അതിൻ്റെ എല്ലാ വിഷയത്തിൽ നിന്നും എല്ലാ തരത്തിലും അടർന്നു പോയ ഒരു കാലമാണ്. കാലത്തെ പറയണ്ട, മനുഷ്യന്മാരാണ് നമ്മളൊക്കെ, ഞാനും നിങ്ങൾ ഓരോരുത്തരും. ഇതിനൊന്നും ഒരു കണക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ കുട്ടികൾ ആ പ്രായം മുതൽ തുടങ്ങുന്നുണ്ടതെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലും ഉറക്കിൻ്റെ കാര്യത്തിലും എല്ലാം വലിയ മാറ്റം വന്നു. ഇതൊക്കെ ഒന്നും മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ പണി പാളുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ രോഗത്തിൻ്റെ കാരണത്തിൽ പറയുന്നത് തന്നെ, രോഗം ഞാൻ പറയാൻ കാരണമുണ്ട്. നിങ്ങൾ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ മലബാറിൻ്റെ മേഖലയിൽ, മലബാറിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് നിങ്ങൾ പോയി നോക്കി, എല്ലായിടത്തും നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, കഥ പറഞ്ഞത്, ഒരു രാജ്യം, ഒരു കിങ്ഡം, ഒരു രാജ്യത്ത് ഒരു വർഷത്തിനിടയിൽ ഒരൊറ്റ രോഗി പോലും ഇല്ലാതെ ആ ഡോക്ടർ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ ഒരു റൂമിൽ രോഗികളില്ലാത്ത റൂം പോലും ഇല്ലാത്ത ഒരു രോഗികളായിട്ട് നമ്മൾ മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളെല്ലാം കൂടി ഞാൻ വിശദീകരിക്കല്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ, ഭക്ഷണം എപ്പോഴാണ് കഴിക്കുക, എങ്ങനെയാണ് കഴിക്കുക, എന്തിനാണ് കഴിക്കുക, ഒരു കണക്ക് നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ഇത് മർമ്മപ്രധാനമായൊരു വിഷയമായതുകൊണ്ട്. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, കറക്റ്റ് 1 മണിക്ക്, അങ്ങനല്ല ശരിക്കും അതിൻ്റെ സിസ്റ്റം. നമ്മുടെ ശരീരത്തിന് വിശന്നാൽ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്, സമയം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കരുത് എന്നാണ്. കാരണം പല കാരണങ്ങളാലും ശരീരത്തിന് വിശപ്പുണ്ടാവില്ല. വിശപ്പ് വരാതെ ഭക്ഷണം കഴിച്ചാൽ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഭക്ഷണം കഴിക്കൂല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അല്ല? അങ്ങനെ തന്നെ അല്ലേ? പിന്നെ അപൂർവം ചില ആൾക്കാരുണ്ട്, ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കോഴി ബിരിയാണി കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത്. ഓരോടെ നിങ്ങൾക്ക് ഇജാത്ത് വാങ്ങണം, നല്ലതാണ്. എനിക്കത് കഴിയാറില്ല, നിങ്ങളത് ഇജാത്ത് തന്നോളി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങുന്നത് നല്ലതെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഭൂരിഭാഗം ആൾക്കാർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണ്? ആ സമയത്ത് നമുക്ക് ബോഡിക്ക് ഒരു CNS-ഉം ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം, പിന്നെ ഒരു ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ANS-ഉം, അതിൻ്റെ ഭാഗമായിട്ടൊരു സിമ്പതറ്റിക്കും ഒരു പാരാസിമ്പതറ്റിക്കും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും ടെൻഷൻ വരുമ്പോൾ. അത് നമ്മുടെ ശരീരം ചില റിക്കവറിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ശരീരത്തിൽ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആകും. ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആകും. ഈ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് പുതിയൊരു ഭക്ഷണം വരുന്നത് ശരീരത്തിന് ഇഷ്ടമല്ല. കാരണം അപ്പോൾ ഇഷ്ടമല്ലാത്ത സമയത്ത് ശരീരത്തിന് വിശപ്പ് പോകും. ആ സമയത്ത് വീണ്ടും 2 മണി ആയി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ ആ ഡൈജഷന് ഭയങ്കര ലോഡാവും. ശരീരത്തിൽ ഡൈജഷൻ നടക്കാതെ ഭക്ഷണം കെട്ടിക്കിടന്നാൽ അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതേ പറഞ്ഞെന്താ പറയുക, ബാക്കിൽ സ്ത്രീകളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ പെണ്ണുങ്ങൾക്ക് ഇനി കുറേ പറയാണ്ട്, ഇത് പറഞ്ഞാലും തീരുമില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു പ്രത്യേക കഴിവുള്ളവരായി പെണ്ണുങ്ങൾ. പണ്ട് 2 പെണ്ണുങ്ങൾ ഹജ്ജിന് പോയി. ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ടൈമാണല്ലോ. 2 പെണ്ണുങ്ങൾ ഭയങ്കര കൂട്ടുകാരികളാണ്, ഹജ്ജിന് പോയി. അപ്പോൾ 40 ദിവസം ഒന്നിച്ചാണ് അവർ യാത്രക്കാടോ എല്ലാം ഫുള്ള് ഒന്നിച്ചാണ്. 40 ദിവസം കഴിഞ്ഞിട്ട് ഈ 40 ദിവസം ഫുള്ള് വർത്താനം. സംഭവം ലബൈക്കൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒഴിവിട്ടുമ്പോഴൊക്കെ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ മെയിനായിട്ടൊക്കെ ഇവരെ വർത്താനാണ്. ഇവർ സംസാരമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് 40 ദിവസം കഴിഞ്ഞിട്ട് ഇവർ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് തിരിച്ച് രണ്ടാൾ 2 വഴിക്ക് പോവുകയാണ്, വീട്ടിലേക്ക് പോകണം. അപ്പോൾ പറഞ്ഞ് ബാക്കി നമുക്ക് നാളെ ഫോണിൽ പറയട്ടോ.
40 ദിവസം പറഞ്ഞിട്ട് തീർന്നിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നാവ് കൊണ്ട് സംസാരം കൂടിയതിൻ്റെ പേരിൽ നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ മറുപടി പറയുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോളിയത്. ഹൈറായ കാര്യങ്ങൾ പറഞ്ഞോളി, നല്ലതല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരത്. ഒന്നിപ്പോൾ പറയാം, എന്നിട്ട് മറ്റേൻ്റെ ബാക്കി പറയാം. പെണ്ണുങ്ങളുടെ ഒരു പ്രധാന അതും പറയട്ടെ, പെണ്ണുങ്ങൾക്ക് കുറേ കഴിവുകളുണ്ട്. ഒരു കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അപാര ഓർമ്മശക്തി ആയിരിക്കും. ഒരു കാര്യം മറക്കൂല. കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് സാറെ കല്യാണം കഴിഞ്ഞിട്ട് 15 കൊല്ലമായി. 2005 വർഷപ്പോൾ 2010 2009 നവംബർ 4 ശനിയാഴ്ച കല്യാണം കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ 9:45 നീല ഷർട്ടിട്ട് വന്നിട്ട് എന്നോട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. ഈ ചങ്ങായിക്ക് കല്യാണം കഴിഞ്ഞാൽ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഭയങ്കര ഓർമ്മശക്തിയാണത്. എല്ലാ കാര്യങ്ങളും കറക്റ്റ്. എന്നിട്ട് പറയും നവംബർ 8 രാത്രി 9:45 ഇങ്ങനെ പറഞ്ഞു. ഇയാളിങ്ങനെ കിളിയല്ല ഒക്കെ പോയ പോലെ ഇരിക്കുന്നുണ്ടാവും. എപ്പോൾ ആര് എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ആണുങ്ങൾ അവിടെ ചെയ്ത ഒരു പണിയുണ്ട്. എന്താണെന്നറിയോ? സാർ ഞാനൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാറില്ല, ഒക്കെ അപ്പോൾ തന്നെ വിടുകയാണ് പതിവ്. അല്ല, മറന്നിട്ടാണ്. അതിൻ്റെ ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ്. അത് ഇന്ന കാരണം കൊണ്ടായിരുന്നു അന്നത്തെ കച്ചറാന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ അത് പറയൂ. അത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ചങ്ങായി എന്ത് ചെയ്യാണ്, അത് ഞാനൊക്കെ വിട്ടതാണെന്ന് പറയാം. വിട്ടതല്ല, മറന്നുപോയതാണ്. അല്ലെങ്കിൽ എഴുതി വെക്കണം 2010 നവംബർ 4 ഇന്ന സംഭവം ഉണ്ടായി, അതിൻ്റെ കാരണം ഇതാണ്. ഇത് ഇയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഡയറി എടുത്ത് നോക്കിയാൽ ഓക്കെ ഏതാ പ്രശ്നം പറഞ്ഞോന്ന് പറയും. ഓക്കെ നവംബർ 4 ഞാൻ നിന്നോട് ഇങ്ങനെ പറയുമ്പോൾ നീ ഇനി ടർക്കുത്തരം പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ പറയാം. ഓക്കെ അടുത്ത് നവംബർ 8 ഓക്കെ നവംബർ 8 ഇങ്ങനെ പറയേണ്ടി വരും. അത് ആണുങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് ആണുങ്ങൾ തൽക്കാലം പറഞ്ഞാൽ. പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് ഇല്ലേ? ഭയങ്കര ഓർമ്മശക്തി അല്ലേ? നിങ്ങൾക്ക് അൽബക്കറ കാണാൻ പഠിച്ചൂടെ? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഈ ഓർമ്മശക്തി ഉപയോഗപ്പെടുത്തുന്നത്? അൽബക്കറ കാണാൻ പഠിക്കുക, ആലുംബ്രാൻ തുടങ്ങുക, അങ്ങനെ ഓരോന്ന് തുടങ്ങുക. നിങ്ങൾക്ക് ഹാഫിളീങ്ങളായിക്കൂടെ, പെട്ടെന്ന് ഹാഫിളത്തുകളായിക്കൂടെ. അപാര കപ്പാസിറ്റി, എല്ലാ ഇസ്തരി ഓർമ്മയുണ്ടാവും. ഒരു സംഗതി മറക്കൂല. അതുകൊണ്ടാണ് ആണുങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, സാധാരണ നിങ്ങൾ ഈ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒന്ന് ബഹുമാനത്തിൽ സംസാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെക്കപ്പെടുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇത് എപ്പോഴാണ് തിരിച്ച് പ്രയോഗിക്കുക പണി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര സാധനങ്ങളാണ് ഈ പെണ്ണുങ്ങൾ. അതിന് പറഞ്ഞു പോകുന്നത് ഇപ്പം സംസാരിക്കല്ലേ. ഉച്ചൻ്റെ സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് പരിചയം. കാരണം നിങ്ങൾ കുറേ കാലത്തിന് ശേഷം മറ്റേ നവീസ് ഇരിക്കുന്നത് പറഞ്ഞ് ഇങ്ങനെ നോക്കണ്ട. അത് പിന്നെ പറയാം. അതിനിവിടെ ഉച്ചക്കൊരു ഭക്ഷണം കഴിക്കാനോ ബ്രേക്കൊക്കെ ഉണ്ട്. ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ പരിചയപ്പെടല്. ഇപ്പോൾ ബാക്കോട്ട് മുന്നോട്ടൊന്നും നോക്കല്ല, ഇപ്പം ഇങ്ങോട്ട് മാത്രം നോക്കി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ 6 കൊല്ലം മുമ്പ് കണ്ട് മറ്റേ ആളൊക്കെ ബാക്കിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇങ്ങനെ ആക്കുന്നുണ്ടാവും. അതൊക്കെ പിന്നെ ആക്കാം. ഈ കുടുംബസമ്പത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ അമ്മയേന്നൊക്കെ വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നും. കെട്ടിപ്പിടിക്കണം. അത് ലഞ്ചിൻ്റെ സമയത്ത് നമുക്ക് കെട്ടിപ്പിടിക്കാം എന്ന് പിന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞത്. അത് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കൺട്രോൾ വരണം നമുക്ക്. ഫൈദ അക്കല്ലമാ ശബീന, ഭക്ഷണം എന്ന് പറഞ്ഞാൽ വയറ് നിറക്കുന്നതിന് മുമ്പ് ഭക്ഷണം നിർത്തണം. അങ്ങനെയാണെങ്കിൽ സുൽസുല്ലിത്വ ആ ഹദീസ് എല്ലാവരും പഠിച്ച ഉസ്താദ്മാർക്കൊക്കെ അറിയുന്ന ഹദീസല്ലേ. ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹസ്ബിബിനി ആദം ലിഖൈമാത്തിൻ യുഖിംന സുൽബ. ഒരാൾ ഭക്ഷണം എത്ര കഴിക്കേണ്ടതെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഹദീസിൽ. അപ്പോൾ അതിൽ പറയുന്നത് തന്നെ നിങ്ങളുടെ നട്ടെല്ല് നേരെ നിവർത്തി വെക്കാൻ മാത്രമുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. എന്നിട്ട് പറയാൻ ഫൈൻ കാന ലാ ബുദ്ധ ഫായില. ഇനി അത് പോരാ, കുറച്ചും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഫതുലുസുല്ലി ത്വാമി. അപ്പോഴാണ് പറഞ്ഞത് ഫതുലുസുല്ലി ത്വാമി ഫതുലുസുല്ലി നഫസി എന്ന് പറഞ്ഞത്. തുളുസുൽ ത്വാമിനും ഷറാബിനും നഫസിനും എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞു 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, ബാക്കി 1/3 പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. സാറേ പുഡിങ് അല്ലെന്ന് ചോദിച്ചു. പുഡിങ്ങും ഐസ്ക്രീമൊക്കെ അല്ലെന്നാണ് ചോദിച്ചത്. ഇവർക്ക് കിട്ടുന്നത് അതാണ്. പിന്നെ ഇപ്പം എന്താ പറഞ്ഞിട്ട് കാര്യം? ഓരോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളത് ശീലാക്കി കൊടുത്തതല്ലേ. പണ്ടേതോ ഒരു വൈദ്യര്, നമ്മളങ്ങനെയാണ്. ഒരാൾക്ക് പ്രമേഹം എത്രയായിട്ട് കുറയുന്നില്ല, കഥകളും കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ. ഒരു ഡോക്ടറോട് പറഞ്ഞു എൻ്റെ പ്രമേഹം കുറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളോട് പറഞ്ഞു ചപ്പാത്തി കുറക്കാൻ പറഞ്ഞു, ചപ്പാത്തിൻ്റെ എണ്ണം കുറക്കാൻ പറഞ്ഞു. ചപ്പാത്തി കഴിക്കുന്നത് എത്ര ചപ്പാത്തിൻ്റെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു 15 ചപ്പാത്തിയൊക്കെ കഴിക്കാറുണ്ട്, നൈസ് ചപ്പാത്തിയാണ്, 15 കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് കുറക്കണം, ഒരു 10 ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 10 ആക്കി. ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു മാറ്റമില്ല, ഷുഗർ ലെവൽ അങ്ങനെ തന്നെ നിൽക്കുക. പിന്നെ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം ഒരു 8 ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 8 ആക്കി. ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ടും ഷുഗർ കുറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞു 5 ആക്കണം എന്ന് പറഞ്ഞു. 5 ആക്കിയിട്ടും ഒരു മാറ്റമില്ല. പിന്നെ പറഞ്ഞു ഞങ്ങൾ 2 ചപ്പാത്തി കഴിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു അത് കഴിയൂല ഡോക്ടറെ, അത് വെന്ത് കിട്ടൂല, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു.
അത് ചൂടായിട്ട് ഇങ്ങോട്ട് വെന്ത് കിട്ടണ്ടേ? സംഗതി മനസ്സിലായി? ഇയാൾ ചപ്പാത്തിക്ക് 15 എണ്ണത്തിന് കുഴക്കുന്ന അതേ എണ്ണം കൊണ്ട് തന്നെയാണ് ഈ കുഴക്കുന്നത്. അത് കട്ടി കൂട്ടിക്കാണ് അതേ സാധനം. അപ്പോൾ ഇത് 15 ചപ്പാത്തിൻ്റെ കട്ടിയുള്ള 2 എണ്ണം ചുട്ടാൽ ഇത് വെന്ത് കിട്ടണ്ടേ? അതാണ് ഇയാൾ ഈ പറയുന്നത്. ഇയാൾ എണ്ണം കുറച്ചിട്ടേ ഉള്ളൂ, എന്താക്കിയിട്ടില്ല, ആ എമൗണ്ട് കുറച്ചിട്ടില്ല. അതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മളവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പോഴെങ്കിലും പാഠം പഠിക്കാനായില്ല. അത്രമാത്രം രോഗങ്ങളാണ്. നമ്മളെ ഇവിടെയുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടാവും. കൊത്തിമാന്തി പാടത്തും ഒക്കെ പണിയെടുത്തിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല, ഉഷാറായിട്ട് നടക്കുന്നുണ്ടാവും. ചെറുപ്പക്കാർക്ക് ഒന്നിനും കഴിയുന്നില്ല. കപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. ഇത് പെണ്ണുങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഉണ്ടാക്കി തരുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് മിനിസ്റ്റർ നിങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെ അവിടെ കുത്തിക്കലക്കി ഉണ്ടാക്കി തരും, അതൊക്കെ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത്. നിങ്ങൾ വലിയ സേവനമാണ് ചെയ്യുന്നത്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്, മാഷാ അല്ലാ. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിങ്ങൾ, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, വലിയ നിങ്ങൾക്ക് പഠിക്കണം. അതൊക്കെ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് പഠിക്കണം കാര്യങ്ങളൊക്കെ. നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കും, ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നോക്കും നെറ്റിൽ. ഫുഡ് പ്ലേറ്റ് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ഏത് കടയിൽ നിന്ന് കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതേ ഫുഡ് പ്ലേറ്റ് പറഞ്ഞാൽ ഒരു ഫുഡിൽ നമ്മളെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റിങ് കയ്യിൽ കിട്ടും. ചില ചിത്രങ്ങളൊക്കെ അതിൽ കാണാൻ കഴിയും. കുറച്ച് പച്ചക്കറിയിൽ വേണം, കുറച്ച് ഇലവർഗ്ഗങ്ങളിൽ വേണം, ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് കിട്ടുമെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് അതിൽ വേണം. പിന്നെ കുറച്ച് പിന്നെന്താ പറയുക, എല്ലാ പ്രോട്ടീനും കാൽസ്യം മിനറലും എല്ലാ കണ്ടൻറ്റും ഉള്ള ഫുഡായിരിക്കണത്. അപ്പോഴാണ് സമീകൃത ആഹാരം എന്നതിന് പറയുക. ഇതൊന്നുമല്ല, എല്ലാ നേരം ഒരേ സാധനം തന്നെ. ഒന്ന് അരി ഇങ്ങനെ പീസാക്കി ഉണ്ടാവും, ഒന്ന് അരി ഇങ്ങനെ പരത്തി ഉണ്ടാവും, ഒന്ന് അരി ഇങ്ങനെ ഉരുട്ടിയത് കയറും, ഒക്കെ അരി തന്നെ. ഒരു വെറൈറ്റി വേണം. നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറി കാര്യങ്ങൾ അതൊക്കെ ചെറിയ പ്രായം മുതൽ മക്കൾക്ക് ശീലിപ്പിക്കണം. മാംസം എപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിലും ആ മാംസത്തിൻ്റെ കൂടെ സലാഡ് നിർബന്ധമായിട്ടും കഴിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കൊളസ്ട്രോളും അതിൻ്റെ ഫാറ്റും ഇതെല്ലാം കൂടെ. ഇപ്പോൾ ഈ പുതിയ കാലത്ത് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം വല്ലാതെ കാണുന്നുണ്ട്. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ ഈ ലിവറിൻ്റെ അത് ഫാറ്റി ലിവറായി മാറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലേക്ക് പോകുന്നൊരവസ്ഥയാണത് ലിവർ സിറോസിസിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അതിന് ലക്ഷണങ്ങളുണ്ടാവില്ല. അതതിൻ്റെ പ്രത്യേകത. ഈ 4 സ്റ്റേജ് ഉണ്ട് അതിന്. ഈ 4 സ്റ്റേജും കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. ഒരു ലക്ഷണം അതിനുണ്ടാവില്ല. അപൂർവമായിട്ട് ചിലപ്പോൾ ഓവർ ക്ഷീണം, അല്ലെങ്കിൽ തൊലിയിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ. അങ്ങനെ തൊലിയിലുള്ള പല പ്രശ്നങ്ങളും ലിവർ കൊണ്ടും ഉണ്ടാകാം. തൊലിയിലുള്ള പ്രശ്നമൊക്കെ ലിവറാണെന്നല്ല, ലിവർ കൊണ്ടും അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ വേറെ ഒരു ലക്ഷണത്തിന് കാണാൻ കഴിയില്ല. മറ്റങ്ങനെയല്ല, ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് മനസ്സിലാവും, കിതപ്പും പ്രയാസങ്ങൾ അനുഭവപ്പെടും, കിഡ്നിൻ്റെ നമുക്ക് മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. ലിവറിൻ്റെ ലക്ഷണങ്ങൾ പോലും ഉണ്ടാവില്ല. അതിൻ്റെ കാർഡി ഫാറ്റും ഈ പറയപ്പെട്ട ബേൺ ചെയ്യപ്പെടാതെ കിടക്കുന്ന കൊളസ്ട്രോൾ കൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർ, മക്കൾ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സമീകൃതമായ ഒരു ആഹാരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരണം നമ്മൾ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്, നേരത്തെ ഉറങ്ങുക. ആ പരിപാടി നമുക്കില്ല. ആരാ നേരത്തെ ഉറങ്ങൽ? അപ്പോൾ അത് പറയുമ്പോൾ പിന്നെ വേറെ എന്താണ്, വേറെ ഒരു ഹദീസിലെ ഒരു സംഭവമുണ്ട്, എനിക്കറിയാം, കാണാതറിയില്ല. അത് വിലായത്തിൻ്റെ അയലുകാർക്കുള്ളതാ. ആ രാത്രി ഉറങ്ങാതെ നിൽക്കുന്ന ആൾക്കാർ. നമ്മനെ വിലായത്തിൻ്റെ അയലുകാരായിക്കോട്ടെ, എന്നിട്ട് ഉറങ്ങാതൊക്കെ. ഞാൻ പറഞ്ഞ ഉസ്താദ്മാർക്ക് മനസ്സിലാവും. വിലായത്തിൻ്റെ അയലുകാർ എന്ന് പറഞ്ഞാൽ അയലുകാരുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഔലിയാക്കന്മാരിൽ പെട്ട ആൾക്കാർ. അവർ രാത്രി ഉറങ്ങൂല. അത് ശരിയാ. നമ്മൾ അങ്ങനെ ആയിട്ടില്ലല്ലോ. അവരുറങ്ങാതെ നിൽക്കുന്നത് നിസ്കരിക്കാനാ, നമ്മൾ ഉറങ്ങാതെ നിൽക്കുന്നത് മൊബൈൽ തോണ്ടാനാ. അതെങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് പറയാം? അത് പറ്റൂല. നമുക്ക് മൊബൈൽ തോണ്ടുമ്പോൾ വല്ലാത്തൊരു ഹരം കിട്ടുന്നുണ്ട്. അയ്യോ പിന്നെ വരട്ടെ, ഭയങ്കര ഹരം കിട്ടുന്നുണ്ട്. അവർക്ക് ഓരോ റുക്കൂ സുജൂദും കഴിയുമ്പോഴാണ് ഈ ഹരം കിട്ടുന്നത്. എന്തിനാണ് നിസ്കാരത്തിൽ 2 സുജൂദ്? എന്തിനാ 2 റുക്കൂ ഒന്നല്ലേ ഉള്ളൂ, 2 സുജൂദ് എന്തിനാ എന്ന ചർച്ചയിൽ അതിൻ്റെ ഓരോ കാര്യത്തിനും ഒരു സ്പിരിച്വൽ സീക്രട്ട് ഉണ്ടാവും ഇസ്ലാമിൽ. അപ്പോൾ 2 സുജൂദ് എന്തിനാണ് എന്നതിൻ്റെ ചർച്ചയിൽ അതിൻ്റെ ആത്മീയമായ രഹസ്യമുണ്ട്. അതിൻ്റെ ഒരു രഹസ്യം ഇതാണ്: യഥാർത്ഥത്തിൽ റബ്ബിനെ അറിഞ്ഞ്, അതായത് സുജൂദിലായിട്ടൊരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, നിസ്കാരത്തിൽ ചെയ്യുന്നൊരു സാധനം മാത്രമല്ല സുജൂദ്, എപ്പോഴും കൽബ് കൊണ്ട് സുജൂദിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, പടച്ചവനെ ഞാൻ പാവാട്ടോ, നിസ്സാരനാട്ടോ, നിൻ്റെ ഒരടിമയെക്കാളും ഞാൻ നല്ലവനല്ലട്ടോ, ഞാൻ പാവാട്ടോ, എനിക്ക് പൈസ ഉണ്ടായത് കൊണ്ടോ പദവി ഉണ്ടായത് കൊണ്ടോ വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടോ ഒന്നും ഞാൻ വലിയ ആളാവില്ലട്ടോ, ആഖിബത്തിൻ്റെ കാര്യം നിൻ്റെ അടുത്താണ് പടച്ചവനെ. എത്ര ഇൽമുണ്ടായിട്ടും കാര്യമില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, ആഖിബത്ത് മോശമായ എന്ത് ചെയ്യും എന്ന ചിന്ത. അതാണ് സുജൂദിലായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അല്ല ആ സമയത്ത് മാത്രം സുജൂദല്ല. അപ്പോൾ സുജൂദിലായിട്ട് ജീവിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നിസ്കാരത്തിലെ സുജൂദിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ലദ്ദത്ത് ആൾക്ക് കിട്ടും, ഒരു ടേസ്റ്റ് ആൾക്ക് കിട്ടും. അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല, ഉസ്താദ്മാർക്കൊക്കെ അറിയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജ്യൂസ്
ആ ജ്യൂസ് നമ്മൾ കുടിച്ചിട്ട് അതൊരു നമ്മൾ പറയില്ലേ ഇങ്ങനെ ആക്ക്, മറന്നുപോയോ? പിന്നെ വന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണോ? ഇല്ല, ഇഷ്ടപ്പെട്ട ജ്യൂസ് കുടിച്ചിട്ട് അത് ഒരു ഗ്ലാസും കൂടി തരുമെന്ന് ചോദിക്കൂലേ? ഇല്ല, ചോദിക്കൂലേ? ആ ഒരു ഗ്ലാസും കൂടി തരുമുള്ള ചോദ്യത്തിനാണ് രണ്ടാമത്തെ സുജൂദ് അവിടെ ഉണ്ടാക്കിയതെന്നാ. അത് ഒന്നാമത്തെ സുജൂദ് കൂടി ചെയ്തിട്ട് ഹിയലൊക്കെ പറയുന്നുണ്ട്, ഈ ഇൽഹാമുകൾ പലപ്പോഴും സുജൂദിലാണ് കിട്ടുക. അത് ഖസാലിമാമിൻ്റെ ഹിയ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ മലയാളം വായിച്ചോട്ടെ, എനിക്ക് തന്നെ അറബിയൊന്നും അറിയില്ല. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും, മൂപ്പർക്ക് കിട്ടിയെന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്, ബാക്കിയുള്ളവർക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ള തരത്തിലാണ് ആ പ്രയോഗം വരുന്നത്. അപ്പോൾ ഇൽഹാമിയായ നോളജ് ഉണ്ട്, പലതരത്തിൽ നോളജുകളുണ്ട്. അപ്പോൾ ആ സുജൂദിൻ്റെ ഒരു ആനന്ദം കൊണ്ട് ഒന്നുകൂടെ ചാൻസും കൂടെ തരുമെന്ന് ചോദിക്കും. അങ്ങനെ അല്ലാഹു തആല വീണ്ടും ഒരു ചാൻസ് കൊടുക്കണം, ആ സുജൂദ് എന്നുള്ളതാണ്. നിസ്കാരത്തെക്കുറിച്ചൊന്നും ഞാൻ ക്ലാസ് എടുക്കില്ല, അതൊക്കെ ഭയങ്കര അപകടം. എന്തുകൊണ്ടാണ് ഈ വയലുള്ളിൽ മുസല്ലീനായത്? അത് അങ്ങനല്ലല്ലോ ആണ്ട്, വയലല്ലല്ലോ അവിടെ വരേണ്ടത്. നിസ്കരിക്കുന്നവർക്ക് നരകം ഖുറാനിൽ നിങ്ങൾ കണ്ടില്ലേ? അത് വയലുള്ളിൽ മുസല്ലീൻ കണ്ടില്ലേ? ഇല്ലേ, കണ്ടില്ലേ? അതെന്താ അങ്ങനെ വരാൻ കാരണം? അതിന് ഒരുപാട് രഹസ്യങ്ങൾ. ഒറ്റ കാര്യം പറയാം, ഈ നിസ്കരിക്കുന്നവർക്ക് സ്വർഗ്ഗം എന്നല്ല പറയണ്ടേ, ജന്നത്തുല്ലിൽ മുസല്ലീൻ എന്നല്ലേ പറയണ്ടേ? പിന്നെ എന്തിനാണ് വയലുള്ളിൽ മുസല്ലീൻ എന്നൊക്കെ പറഞ്ഞത്? അതിൻ്റെ ഒരു കാരണം ഇതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു വല്ലിപ്പുണ്ട് സങ്കല്പിക്കുക, ഒരു ഉപ്പാൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ മടക്കത്ത് കുത്തിങ്ങനെ ആളവോ? ആളവോ? മടക്കത്ത് കുത്തുന്ന ആളാണെങ്കിൽ തന്നെ അയാൾ അയച്ചിട്ടിട്ട് ഉപ്പാൻ്റെ അടുത്ത് വല്യപ്പാൻ്റെ അടുത്ത് അസ്സലാമു അലൈക്കും സുഖം ഇങ്ങനല്ലേ പറയാ? അല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ അതല്ല, മടക്കുത്തിങ്ങ നടക്കില്ല, എന്താ ഇങ്ങനെ ആക്ക്. അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ ബാപ്പാൻ്റെ മുമ്പ് ചെന്നിട്ട് ആളാവില്ല, അല്ലെങ്കിൽ വല്യപ്പാൻ്റെ അല്ലെങ്കിൽ വല്യമ്മാൻ്റെ മുമ്പ് ചെന്നിട്ട് ഇങ്ങനെ വലിയ ആളാവും. അവിടെ നമ്മൾ ഭവ്യതയിൽ നിൽക്കുക. നല്ല ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുക, അങ്ങനല്ലേ? ഇവരെന്താന്ന് പറയാത്തേ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെയാണ്. എന്നാൽ അള്ളാഹു സദാസമയം നമ്മളെ കാണുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ നേരെ മുമ്പിൽ നിൽക്കുന്ന സംഗതിയാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ നേരത്തെ വല്യാപ്പാൻ്റെ മുമ്പിൽ പോയിക്കാന്ന് പറഞ്ഞില്ലേ, മടക്കുത്തിയാണ്ട് വല്യാപ്പാൻ്റെ മുമ്പിൽ പോയിരിക്കുന്നത് പോലെയാണ് വേറെ ഏതോ ചിന്തയിൽ നിസ്കാരം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അത് അദബുകേടാണ്, ഭയങ്കര അദബുകേടാണ്. അതായത് നിസ്കരിച്ചിട്ടില്ലതിനേക്കാളും നിസ്കരിക്കാതിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മുമ്പ് പോയിട്ട് ആളെ കളിയാക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക, മനസ്സിൽ ചിന്ത ഒക്കെ വേറെ. സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ ഞാനൊന്നുമല്ല പടച്ചവനെ നിസ്സാരനാണ് എന്ന ചിന്ത വരണം. അതിന് പകരം മറ്റവൻ എന്തോ ചെയ്തതിന് പകരം കൂട്ടണം എന്നുള്ള തീരുമാനമൊക്കെയാണ് സുജൂദിൽ കിട്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ സുജൂദ് ഇങ്ങനെ പോകേണ്ട സാധനം, ഇങ്ങനെയൊക്കെ സുജൂദ് ചെയ്യുന്നത്. ആ സുജൂദ് അള്ളാനെ കളിയാക്കുന്നതിന് തുല്യമാണ്. അത് ഗുരുതരമായ അദബുകേടാണ്. അതുകൊണ്ടാണ് വയലുള്ളിൽ മുസല്ലീൻ എന്നതിൻ്റെ ഒരു പൊരുൾ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം അത് നന്നായിട്ട് കൊണ്ടുവരണം. പിന്നെ പല രോഗങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു ഹീലിംഗ് സൈക്കിളുണ്ട്. അത് രാത്രി 9 മുതൽ 3 മണി വരെയാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ലൈല ലിബാസാന്നല്ലേ അല്ലേ? പ്രപഞ്ചത്തിനൊരു ഹീലിംഗ് സൈക്കിളുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച, ശരീരത്തിൻ്റെ രോഗം സുഖപ്പെടൽ, മെയിൻ്റനൻസ് വർക്ക് ശരീരത്തിലെ ബോഡിയിൽ, ഇതൊക്കെ നടക്കുന്ന സമയം രാത്രി 9 മുതൽ 3 വരെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഈ 9 മണിക്ക് ഇയാൾ ഉറങ്ങിക്കൊടുക്കണം. ആ സമയത്ത് അതിനുശേഷം മറ്റ് പരിപാടികൾ ഉണ്ടാകാൻ പാടില്ല. അപൂർവമായിട്ടൊക്കെ നല്ല വല്ല പരിപാടിക്കും പോയാൽ അത് ഇതിനെ ബാധിച്ചോണമെന്നില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഈ 9 മണിക്ക് ഉറങ്ങാതെ, ഇനി 9 എന്നുള്ള മാക്സിമം പോയ 10, അതിനപ്പുറം പോയ 11, അപ്പോഴും 2 മണിക്കൂടെ മിസ്സാകുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ ലിവർ എന്ന് പറയുന്ന ഒരു അവയവത്തിൻ്റെ മെയിൻ്റനൻസ് പ്രോസസ്സ് ബോഡിയിൽ നടക്കുന്നത് രാത്രി 11 മണി മുതൽ 1 മണി വരെയാണ്. അപ്പോൾ ആ രാത്രി 11-ൻ്റെ 1-ൻ്റെ ഇടയിൽ ഉറങ്ങാതെ 1 മണിക്ക് ശേഷം എന്നും ഉറങ്ങുന്ന ഒരാളുടെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം മുഴുവനും തടസ്സപ്പെടുക ചെയ്യാം. അയാൾക്ക് ലിവറിൻ്റെ രോഗം വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോ ടൈം വരേണ്ടതിൽ. അപ്പോൾ ശരിക്കും ഓരോ വീട്ടിലും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അതെനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം കുറേ വന്നത്. കാരണം കൊറോണ കാലഘട്ടത്തിൽ ഉറങ്ങുന്നത് കുറേ ലേറ്റായി. കാരണം രാവിലെ എവിടെയും പോകാനില്ലല്ലോ, ഇവർ അന്തമിട്ട് ഇങ്ങനെ ഇരിക്കും. അതുവരെ രാവിലെ സ്കൂളുണ്ട്, മദ്രസൻ്റെ ഉറങ്ങിക്കോന്ന് പറയായിരുന്നു. അപ്പോൾ കൊറോണ കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതായപ്പോൾ എല്ലാവരും തോന്നിയതുപോലെ കുറേ നേരം ഉറങ്ങാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതിങ്ങനെ തുടർന്ന് വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 12 മണിക്കും ഉണ്ടാവും 4, 5, 8 വയസ്സുള്ള കുട്ടികൾ ഈ നിലാവെളിച്ചത്ത് കോഴിക്കൾ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, ബാപ്പാന്നിട്ട്. അത് ഉറങ്ങുന്നില്ല. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കുറേ മാറ്റങ്ങൾ വരേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്നറിയോ? നമ്മൾ കുറച്ച് കാലം ഇങ്ങനെ ജീവിക്കും,
ഒരു 30 വയസ്സിൻ്റെ മേലേക്ക്, ഒരു 35 വയസ്സിൻ്റെ മേലേക്ക് ഓരോ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടറെ കാണാൻ പോവുക, ചെക്കിങ്ങിന് പോവുക, അവിടെ പൈസ ചിലവാക്കുക, ഇവിടെ പൈസ ചിലവാക്കുക. ഇതല്ലാതെ വേറെ ഒരു പണി ഉണ്ടാവില്ല നമുക്ക്. ഈ ഭാഗത്തൊക്കെ പോട്ടെ, അതിനൊന്നും കഴിയൂല, ഒന്നിനും കഴിയൂല. ഈ പള്ളികളിൽ മുഴുവനും കസേരകളായിപ്പോൾ ഫുൾ കസേര. പല പള്ളികളിൽ 2 സഫൊക്കെ കസേരകൾ കാണുന്നുണ്ട്. എന്താ അത്? ആ ആൾക്ക്, ഞാൻ ഒരാളെ കുറ്റം പറയില്ല, ആ ചങ്ങാതിക്ക്, ആ ആൾക്ക് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഉള്ള ആരോഗ്യം വെച്ചിട്ട് പള്ളിക്ക് വരിക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരെക്കുറിച്ച്. അതേസമയം ആ ആൾക്കാർ ചിന്തിക്കേണ്ടത്, ആയ കാലത്ത് എങ്ങനെയൊക്കെയോ ജീവിച്ച് ആരോഗ്യം ഞാൻ കളഞ്ഞു, അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ തന്ന ആരോഗ്യമായിരുന്നു അത് തോന്നിയ പോലെ ജീവിച്ചിട്ട് ഞാൻ കളഞ്ഞതാണ്, എന്നിട്ട് ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞത്, മക്കളുടെ കാര്യത്തിൽ, ഈ മൊബൈലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, 15 വയസ്സുള്ള കുട്ടീൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ കുട്ടീൻ്റെ ഉമ്മ വിളിച്ച് പറയുന്നത് എൻ്റെ കുട്ടി എന്നെ തല്ലാൻ വരുന്നു എന്നാണ്. അതിപ്പോൾ നിങ്ങൾ പല ആൾക്കാരും പറയും, സാറേ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയും. പണ്ടിത് വല്ലപ്പോഴും ഉമ്മാർ മാത്രമല്ല, ഇന്നാളെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, 18 വയസ്സുള്ള മോനെ എന്നെ തല്ലാൻ വരുന്നു. വാപ്പാക്ക് ആൺകുട്ടികളെ പേടിയാവാം. അതെന്താ? ഒരു ബോധപൂർവ്വം തല്ലലല്ല. എന്താ സംഭവം? ഈ മൊബൈലിൻ്റെ ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ട് ഈ കുട്ടികൾ ബാപ്പാനെ തല്ലുന്നൊരവസ്ഥയിലേക്ക് മാറിയതാണ്. മൊബൈൽ ഗെയിം എന്ന് പറഞ്ഞാൽ 2 തരം ഗെയിമുകളാണ് ആൺകുട്ടികൾ പ്രധാനമായിട്ടും കളിക്കുന്നത്. ഒന്നാമത്തെ ഗെയിം ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഗെയിമാണ്, റേസിംഗ് ഗെയിമുകൾ എന്ന് അതിന് പറയാം. ഈ റേസിംഗ് ഗെയിമുകൾ സ്ഥിരമായി കളിക്കുക, അതിങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെയൊക്കെ അതിൻ്റെ പരിപാടി. അത് സ്ഥിരമായി കളിക്കുന്ന കുട്ടികളിൽ വയലൻസ് കൂടും. ആ കുട്ടി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പ്രായമായി കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ ഓൻ എവിടെയെങ്കിലും ഇടിക്കും. കാരണം ഓനത് ഇടിച്ച് രസമായിട്ടുണ്ട്. അവിടെ എന്നിട്ട് ഇടിച്ചാൽ ഓനോട് കച്ചറ ഉണ്ടാക്കുമോ? എന്തിനാ റോങ്ങിൽ വന്നു? അതിന് വേറെ കാരണം കൂടെ ഉണ്ട്, അവിടെ കൂട്ടത്തിൽ പറയാം. അത് നമ്മുടെ പാരൻറ്റിങ്ങിൽ ചെറുപ്പത്തിൽ വന്ന് വേറെ വിഷയം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടി ഓടി സ്പീഡിൽ ഇങ്ങോട്ട് വന്നു. സ്പീഡിൽ വന്നിട്ട് അവൻ ആ ടേബിളിൽ തല ഇടിച്ചിട്ട് അവൻ വീണു. നമ്മൾ സാധാരണ ചെയ്യുന്നൊരു പണിയുണ്ട്, ഉമ്മമാർ പ്രത്യേകിച്ച് ഉമ്മമാരും വല്യമ്മമാരും ചെയ്യുന്നൊരു പണിയുണ്ട്. അതെന്താണ്? ആ ടേബിളിൽ 2 തല്ല് കൊടുക്കും, അല്ലേ? ചെയ്യാറില്ലേ? കുട്ടി ടേബിളിന് ചുമരിന് തലടിച്ച് വീണാൽ, ചുമരെ നിൻ്റെ കുട്ടിനെ കാട്ടാൻ വേണ്ടി വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറില്ലേ? ഇങ്ങനെ ആക്കി, അല്ല ഇങ്ങനെ ആക്കി, അല്ലെങ്കിൽ ഒന്നാക്കി, ഇല്ല നിങ്ങൾ ചെയ്യാറില്ലേ? ശരിക്കും ചെയ്യുന്നത് റോങ്ങാണ്. അവിടെ ആ ചെയ്തത് കൊണ്ട് കുട്ടിക്ക് ആശ്വാസം കിട്ടുന്നുള്ളത് കറക്റ്റ് സംഭവം ശരിയാണ്, പക്ഷെ അത് റോങ്ങാണ്. കാരണം എന്താ? ഇവൻ ഓവർ സ്പീഡിൽ വന്നുകൊണ്ടല്ലേ ഇവിടെ ഇടിച്ചത്, ഇവൻ റോങ്ങിൽ വന്നുകൊണ്ടല്ലേ ഇടിച്ചത്. ഉത്തരവാദി ആരാ? ഈ ചുമരാണോ? ഈ ചെയറാണോ? ഈ ടേബിളാണോ? അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ തെറ്റ് അവന് തിരിച്ചറിയാനുള്ളൊരു അവസരം ഇല്ലാതാക്കാൻ അവിടെ ചെയ്യുന്നത്. മോൻ എന്തുകൊണ്ടാണ് വീണത്? അവന് വീണ ആ സംഭവം കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കണം. അത് സ്പീഡിൽ വന്നിട്ട് അപ്പം ഇനി വരുമ്പോൾ സ്പീഡ് കുറക്കണം. അതിനെ കുറ്റം പറയരുത്. അതിനെ കുറ്റം പറഞ്ഞാലുള്ള പ്രശ്നമാണ് ഇപ്പോൾ കണ്ടത്. ഏത്? ഇവൻ വണ്ടി പോയി ഇടിക്കും, അതിൻ്റെ കാരണം മറ്റത്. വണ്ടി ഇടിക്കാനുള്ള കാരണം മറ്റത്, ന്യായീകരിച്ചതിൻ്റെ കാരണം ഇതും. 2 കൂടി കുട്ടി പറഞ്ഞാണ്. എന്താ കാരണം? ഇവന് മറ്റേ ഗെയിം കളിച്ചില്ലേ, എന്ന് പറഞ്ഞിങ്ങനെ പോയി ഇടിച്ചിടിച്ച് തീർപ്പിച്ച് അത് ഭയങ്കര ഹാരം കിട്ടിയതാണ്. അപ്പോൾ ഒറിജിനലൊരു വണ്ടി കണ്ട പണ്ട് ഇടിച്ചു നോക്കിയത് ഒരു രസം. അപ്പോൾ ന്യായീകരിക്കാനുള്ളത് മറ്റൊന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വയലൻസ് കൂടാ. രണ്ടാമത് എന്താ പറയുക? ഗെയിം ഇവർ കളിക്കുന്ന രണ്ടാമത്തെ ഒരു ഗെയിം വെടിവെക്കുന്ന ഗെയിം. ഫുള്ള് വെടിവെക്കുന്ന ഗെയിം. പല കുട്ടികൾക്കും ബാപ്പ ഉമ്മ റൂമിക്ക് വന്നാൽ പോലും അറിയുന്നില്ല. നിങ്ങൾ മാറിക്കും, ഞാൻ വെടിവെക്കട്ടെ, ചോറെന്നാ പണി, നിങ്ങൾ പൊയ്ക്കൊല്ലിടുന്നു, ഫുള്ള് വെടിവെക്കണം അവരെ പണി. ശരിക്ക് നാളൊരു ബാപ്പൻ്റെ അടുത്തൊരു ചങ്ങായിനെ കൊണ്ടുവന്ന്, മോനെ കൊണ്ടുവന്നില്ല, ബാപ്പൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വന്ന്. എന്നിട്ട് പറയണം, എൻ്റെ മോൻ്റെ റൂമിൽ നിന്ന് അർദ്ധരാത്രി 1 മണിക്കും 2 മണിക്കും ടിഷു എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാകുന്നത്. ഭയങ്കര ടിഷു. അപ്പോൾ എന്താ സംഭവം? എന്താണ്? ഇവന് ഓൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും ഓൺലൈനിൽ കളിക്കുക, ഓൺലൈനിൽ ഗെയിം കളിക്കാൻ ടിഷു. അതിന് ഇടങ്ങാറാക്കാതൊക്കെ വേണ്ടി ബാപ്പ വന്നാലും ഓൻ അറിയുന്നില്ല. അത്രമാത്രം അവസ്ഥയിൽ കുട്ടികൾ, ഈ കുട്ടികളെ പറഞ്ഞു വന്നത്, ഈ കുട്ടികൾക്ക് ബിഹേവിയറൽ ഡിസോർഡർ വളരെ പെട്ടെന്ന് സംഭവിക്കും. ആ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല, ആ കുട്ടികൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കില്ല, ആ കുട്ടികൾ പ്രോപ്പറായിട്ട് ഉറങ്ങൂല, ആ കുട്ടികൾ കൃത്യമായിട്ട് സ്കൂളിൽ പോകില്ല, ആ കുട്ടികൾ പഠനത്തിൽ ബാക്കിലായിരിക്കും, ഉമ്മാനോടും ബാപ്പനോടും ബാക്കിയുള്ളവരോടും ഒക്കെ കച്ചറുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. ആ കുട്ടികൾ നല്ല കുട്ടികളായിട്ടാണ് നമുക്ക് കിട്ടിയത്, പക്ഷെ ആ കുട്ടികൾ ഈ ഗെയിം കളിച്ചിട്ട് തകർന്നു പോയതാണ്. ഈ പുതിയ കാലത്ത് എൻ്റെ മാതാപിതാക്കളെ വളരെ കൂടുതലാണ് ഈ സംഭവം, വളരെ കൂടുതലാണ്. എത്ര കേസാണ് ഓരോ ആഴ്ചയിലും നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ കാണുന്നത്. ചിലതൊക്കെ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയാണ്, ചിലതൊക്കെ ബലമായിട്ട് പിടിച്ചിട്ട് കെട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. കുട്ടികൾ നിൽക്കുന്നില്ല, അവർ നേരെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കെട്ടിപ്പിടിച്ചിട്ട് കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്ന കേസ് വരെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം നമ്മുടെ കുട്ടികൾ. അപ്പം നിങ്ങളൊരു വിഷയത്തിലൊരു തീരുമാനം എടുക്കണം. അതെന്താ? ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനത്തിൽ അവർ ഓഷ്യാനിക് കൺട്രീസിലും അതുപോലെ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു പഠനം നടത്തി.
ആ പഠനം നടത്തിയിട്ട് ലോകാരോഗ്യ സംഘടന ഒരിക്കൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞത് 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഒരു ഡിവൈസും നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ്. 5 വയസ്സിന് താഴെ ഒരു ഡിവൈസും ഒരു കുട്ടിക്കും കൊടുക്കാൻ പാടില്ല. മൊബൈൽ കൊടുക്കാൻ പാടില്ല, ടാബ് കൊടുക്കാൻ പാടില്ല, ഗെയിം പ്ലെയർ കൊടുക്കാൻ പാടില്ല, പാംടോപ്പ്, ലാപ്ടോപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു സാധനം കൊടുക്കാൻ പാടില്ല എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. എന്തായാലും കാരണം ഇതന്നെ അതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങളൊരു തീരുമാനത്തിലെത്തണം. 5 വയസ്സിന് താഴെയുള്ള എൻ്റെ കുട്ടിക്ക്, എൻ്റെ പേരക്കുട്ടിക്ക്, എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് അത് നിങ്ങൾ ഇത് കുടുംബത്തിലെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, ഒന്നിച്ച് തീരുമാനം എടുക്കാം. സാധാരണ സ്കൂളിൽ പാരൻറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഉമ്മ മാത്രമേ ഒന്നിരിക്കൂ, ബാപ്പാനോടത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ പാടായിരിക്കും. ഇവിടെ എല്ലാവരും ഒന്നിച്ചുള്ളതുകൊണ്ട് തീരുമാനം വേഗം എടുക്കാം, വേഗം നടപ്പിലാക്കാം. അപ്പോൾ അതുകൊണ്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ആ കുട്ടികൾ ഒരുപാട് കപ്പാസിറ്റി വളർന്നു വരേണ്ട പ്രായമാണ് ശരിക്കും. ആ കുട്ടികളെ പ്രകൃതിയിൽ പോയിട്ടും തോട്ടിൽ ചാടിയിട്ടും, വെള്ളം ഉണ്ടാകുമ്പോൾ തോട്ടിൽ ചാടിയാൽ ഇതിന് കമ്മിറ്റി ഉത്തരവാദിയാവില്ല. അല്ലാത്ത സമയത്ത് കുറച്ചൊക്കെ ചാടിയിട്ട്, പാപ്പാൻ്റെ കൂടെ ചാടിയിട്ട്, അതേപോലെ മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നൊന്ന് വീണ് ഒന്ന് തോല് പോയി, തോലൊക്കെ പോകണം. എന്ത് രസമാണ് തോല് പോയാൽ. തോല് പോയിട്ട് ഇങ്ങനെ കുളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടാനുണ്ട്. അതൊക്കെ ഇവർ അനുഭവിക്കണ്ടേ. അപ്പോഴല്ലേ വലിയ മരത്തിൽ കയറുമ്പോൾ വീയാതിരിക്കാൻ അവർ പഠിക്കുള്ളൂ. അങ്ങനെ കുറേ സ്കില്ലുകളുണ്ട്. നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ നേരെ ഇങ്ങനെ ബസ്സിൽ കയറ്റി സ്കൂളിൽ വിട്ട്, സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് അതുകൊണ്ടൊന്നും ആവില്ല. കുട്ടികൾ ജീവിതത്തിൽ, ഇപ്പോൾ നാളെ ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടീനെ പേപ്പട്ടി കടിച്ചു ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടീനെ. ആ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിയാണ്. നേരെ വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി വരും. അതിനൊന്നും തെറ്റല്ല കേട്ടോ, വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി കുറച്ച് അപ്പുറത്ത് നിർത്തിയാൽ മതി ഒന്നും പറയണ്ട, അതൊന്നല്ല ഉദ്ദേശിക്കണേ. നേരെ മുമ്പിൽ വണ്ടി വരും, ഈ കുട്ടി ഇങ്ങനെ ഇളകാതെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വണ്ടി കയറും, എന്നിട്ട് സ്കൂളിലെത്തിയിട്ട് ഇളകാതെ ഇങ്ങനെ സ്കൂളിൽ കയറിക്കും. ഫുൾ AC അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഒരു സ്കൂളാണ്. എന്നിട്ട് ഈ കുട്ടി തിരിച്ചു പോയി. ഈ കുട്ടി ഇങ്ങനെ എന്തോ ഒരു വിഷയത്തിന് അവിടെ റോഡിലൂടെ നടക്കുമ്പോൾ പേപ്പട്ടി പിന്നാലെ കൂടി. അവിടെ നാടൻ സ്കൂളിൽ പഠിക്കുന്ന വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികളൊക്കെ ഓടിക്കയറി പെട്ടെന്ന് മരത്തിലൊക്കെ കയറിയിട്ട് എന്തായി, ഈ കുട്ടിക്ക് പേപ്പട്ടി അടിച്ചു. ഡോണ്ട് കം ടു മീ എന്നിട്ട് ഈ നായ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി. ഇംഗ്ലീഷ്, ആ നായക്ക് ഇംഗ്ലീഷ് അറിയോ? ഈ കുട്ടീനെ പേപ്പട്ടി അടിച്ചു ലാസ്റ്റ്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണ്ടെന്നല്ല കേട്ടോ ഈ പറയുന്നതിനടുത്ത്. അത് പോയിക്കോട്ടെ, നല്ല തന്നെ. ഞാൻ പറഞ്ഞ വിഷയം അതിൻ്റെ കൂടെ മരത്തിൽ കയറാൻ പഠിക്കണം, തോട്ടിൽ നീന്താൻ പഠിക്കണം, അതേപോലെ തന്നെ വേറെ എന്തൊക്കെ പഠിക്കണ്ടേ പറ. തോട്ടിൽ നീന്താൻ പഠിക്കണം, മരത്തിൻ്റെ മുകളിൽ കയറാൻ പഠിക്കണം. അവിടെ പലതരം കളികളില്ലേ കുട്ടികൾ കളിക്കുന്നത്. ആ കളികളൊക്കെ കുട്ടികൾ പഠിക്കണം. അമ്പ ചെയ്യാൻ പറ്റുക പഠിപ്പിക്കണം. മറ്റേ എന്തായാലും സ്കേറ്റിംഗ് ഇല്ലേ, ആ ബ്ലേഡ് ഷൂ വെച്ചില്ല അത് പഠിക്കണം. ചക്ര ഷൂ ഇല്ലേ അത് പഠിപ്പിക്കണം. പിന്നെ കുതിരൻ്റെ മേലെ ഓടാൻ വല്ല പിന്നെ അക്കാഡമി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം. ഇങ്ങനെ സ്കില്ലായിട്ട് ഈ കുട്ടികളെ എന്തൊക്കെ അതെല്ലാം പഠിപ്പിക്കണം. ശരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെ, നമ്മൾ പുതിയതായിട്ട് വീടൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഏരിയ തന്നെ ഉണ്ടായിരിക്കണം. അതെന്താണ്? ഇപ്പോൾ നമ്മൾ ഈ പാർക്കിലൊക്കെ ചെന്നാൽ കാണുന്ന ഈ ഇങ്ങനെ കുറേ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങനെയുള്ള കുറേ റൈഡുകൾ നമ്മുടെ വീട്ടിൽ വലിയ എക്സ്പെൻസ് ഒന്നും ആക്കാണ്ട് ഉള്ളതിൽ 50,000 കുറച്ചൊക്കെ പൈസയൊക്കെ ചിലവഴിച്ചിട്ട് ഒരു റൈഡ്, വീട് ഏതായാലും ഉണ്ടാക്കില്ല 5-8 ലക്ഷം, 10, 15, 20 ലക്ഷം രൂപ വീട് ഉണ്ടാക്കല്ലേ. ആ വീട് ഉണ്ടാക്കുന്നതിന് ഒരു 50,000 രൂപ നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാക്കുക. ആ കുട്ടികളിങ്ങനെ കയറി മറിഞ്ഞും വീണും. അപ്പോൾ ഒരു പ്രോബ്ലം ലൈഫിൽ വരുന്ന സമയത്ത് അതിനോട് പൊരുതാനുള്ള ഒരു മാനസികാവസ്ഥ ഈ കുട്ടിക്കുണ്ടാവും. അതിന് പകരമാണ് നമ്മുടെ കുട്ടികൾ ഈ ഇതിൽ തളച്ചിടപ്പെടുന്നത്. ഞാൻ ഈ മേഖലയിൽ ഇറങ്ങിയത് 2010-ലാണ്. 2010 മുതൽ 15 വർഷമായിപ്പോൾ. അത് ഞാൻ ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിരുന്നത്, എൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വന്ന് കളിക്കാൻ പോയി കഴിഞ്ഞാൽ മഗ്‌രിബ് കഴിഞ്ഞാലും തിരിച്ചു വരില്ല എന്നായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്. ആ സ്കൂൾ വിട്ട് വന്ന് കളിക്കാൻ പോകാൻ പറഞ്ഞാലും പോകില്ല, ഈ മൊബൈൽ എടുത്തോണ്ടിരിക്കുന്നതാണ്. ഈ കുട്ടികൾക്ക് എക്സസൈസ് പോയി, അധ്വാനം പോയി, ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ. അപ്പുറത്തുള്ള കുട്ടികളുമായിട്ട് സംസാരിച്ച് ഇടപഴകി കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് സ്കില്ലുണ്ടായിരുന്നു. അതെല്ലാം പോയി. നിരീക്ഷണ പാഠമില്ല, ഒന്നും നമ്മുടെ കുട്ടികൾക്കില്ല. നമ്മളതിന് ഉത്തരവാദി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് കുട്ടികളെ കിട്ടിയതാണ്. ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ആകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ആ കുട്ടികൾക്ക് എല്ലാ സെൻസും ഡെവലപ്പ് ചെയ്യാനുള്ള, നിങ്ങൾ വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്, 10 സോഫ്റ്റ് സ്കിൽസ് എന്ന് അടിച്ചു നോക്ക്, അത് കാണും. അത് ലോകാരോഗ്യ സംഘടന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ 10 സോഫ്റ്റ് സ്കിൽസ് വേണം എന്ന് പറയുന്നുണ്ട്. ആ 10 സോഫ്റ്റ് സ്കില്ലുകൾ അത് ചിലതൊക്കെ നമ്മുടെ വീട്ടിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് സാധാരണ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ വിശദീകരിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന വിഷയമാണ്. അത് കുറേ നിങ്ങൾക്ക് നോക്കിയാൽ കുറേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ടാവും. എന്നിട്ട് കൂട്ടത്തിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ഹൗ ടു ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ന സ്കില്ല്, ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഹൗ ടു ഡെവലപ്പ്, ആ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കുറേ മെത്തേഡുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ എല്ലാ മേഖലയിലും കഴിവുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിന് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞത് ഈ സാധനം ഒന്ന് ഒഴിവാക്കുന്നൊരു സാഹചര്യം വേണം. ഇപ്പോൾ കൺസൾട്ടിങ്ങിന് വരുന്ന പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും, അതായത് പ്രത്യേകിച്ച് കപ്പിൾസ് കേസാണെങ്കിൽ
ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. യാഥാർത്ഥ്യം നിങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ആണും പെണ്ണും, അതായത് ഭാര്യയും ഭർത്താവും, ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഈ ഡിവൈസുകൾ മാറ്റിവെച്ച് സംസാരിക്കുന്ന ഒരു സമയം നമ്മുടെ കുടുംബത്തിലില്ല. ഇല്ല, സത്യമാണ് ഞാൻ പറയുന്നത്, ഇല്ല. ഒരാൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് രാത്രി 9 മണിക്ക് ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. ഈ വീട്ടിലേക്ക് വന്നിട്ട് അയാൾ അവിടെ മൊബൈൽ ഒരു 3/4 മണിക്കൂർ കുറേ സമയം മൊബൈൽ നോക്കിയിട്ട് അവിടെ ഇരിക്കും. അയാളുടെ സ്വന്തം മക്കൾ, അയാളിൽ ഉണ്ടായ മക്കൾ, ആ മക്കൾ വാപ്പ വരുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതാ എനിക്കുണ്ടായ എൻ്റെ മക്കളെ നോക്കി അവിടെ കൂടെ ഒരു തമാശ പറയാനോ, ഒരു പാട്ട് പാടാനോ, ഒരു കളിക്കാനോ, ഒരു ചിരിക്കാനോ, ഒന്ന് കുത്തിമറിയാനും അതിനൊന്നും സമയമില്ലാതെ എന്തൊക്കെയോ കണ്ടിതെങ്ങനെ തീർക്കുകയാണ്. അതേപോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഭാര്യ അവിടെ ഉണ്ടാവും. ഈ ഭാര്യൻ്റെ ഒന്ന് അടുത്തിരുന്നിട്ട് മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ 2 വർത്തമാനം പറയാൻ സമയമില്ല. അതേപോലെ തന്നെ എനിക്ക് ജന്മം നൽകി എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ അപ്പുറത്തെ റൂമിലുണ്ടാവും. ഈ പൊന്നുമ്മ എത്ര കാലഘട്ടത്തിൽ എത്ര ദിവസമാണ് ജീവിതത്തിൽ ഉണ്ടാവുകയെന്ന് അറിയില്ല. നമുക്കിതിൻ്റെയൊക്കെ വാല്യൂ ഇതിൻ്റെ ഒരു പഠനമുണ്ട്, NDE എന്ന് പറയും. നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു പോകും. ഇതൊക്കെ സൂചനകളാണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചു നോക്ക്. നമ്മൾ ഇസ്മായിൽ ഹുസൈൻ്റെ ചാനലിൽ ഇത് പിന്നെ ഉണ്ടാവും തോന്നുന്നുണ്ട്, ആർക്കും വീണ്ടും നമ്മൾ കണ്ടാൽ മതി, പേരൊക്കെ വേണമെങ്കിൽ. NDE എന്ന് പറഞ്ഞിട്ടൊരു പഠനമുണ്ട്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള പല വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കണക്ട് ചെയ്തൊരു പഠനമാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് മരണത്തിൻ്റെ തൊട്ടടുത്ത് വരെ ഒരാൾ പോയി തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളുകളെ കുറിച്ചുള്ള പഠനങ്ങളാണ് അതിൽ പറയുന്നത്. അതായത് അപകടം കാരണം, ആക്സിഡൻറ്റ് കാരണം, അല്ലെങ്കിൽ രോഗം കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇയാൾ മരിക്കാനായിട്ടുണ്ട്, എല്ലാവരും അറിയിച്ചോളി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത്ഭുതകരമായിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു അയാൾ. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പിന്നീടുള്ള പഠനമാണ് NDE എന്ന് പറയുന്നത്. അതിലവർ പറയുന്നുണ്ട്, ഈ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പെത്തിയപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരുന്നു എന്ന് ഇവർ ചോദിച്ചു, ആ രോഗിയോട് ചോദിച്ചു, പിന്നീട് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പലതും പറഞ്ഞിട്ടുണ്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട് മാത്രം ഞാൻ ഇവിടെ പറയുന്നത്. അതിൽ ആത്മീയത പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഭീമാകാരമായ രൂപങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. കാരണം ഗുഡ് ഡെത്ത് എന്താണ്, ബാഡ് ഡെത്ത് എന്ന് ഖുർആനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം. അവർ പറഞ്ഞത് മരണത്തിൻ്റെ തൊട്ടടുത്ത ICUവിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, പടച്ചോനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഞാനിതാ മരണപ്പെട്ടു പോവുകയാണല്ലോ, ഭർത്താവിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ലല്ലോ, ഭർത്താവിനോട് ഒന്നും കച്ചറ ഉണ്ടാക്കുകയാണല്ലോ ചെയ്തത്, അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ ചെയ്തത്, ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ സമയം ചെലവഴിച്ചില്ലല്ലോ, മാതാപിതാക്കളെ വേണ്ടത്ര സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇതൊന്നും ചെയ്യാതെ ഞാൻ എൻ്റെ ബിസിനസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ടൂറുമായിട്ട് ഞാനിങ്ങനെ നടന്നു, എൻ്റെ സോഷ്യൽ മീഡിയയായിട്ട് ഞാനിങ്ങനെ നടന്നു, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ല, ഞാൻ മരണപ്പെടുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു അതിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞത്. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അതിൽ, കച്ചവടം ചെയ്യുന്ന ഒരാൾ പറയാണ് അപ്പുറത്തൊരു കടം കൂടി തുടങ്ങിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ MBA പാസ്സായിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞില്ല, ഞാൻ 9ാം ക്ലാസ് 10ാം ക്ലാസ്സിന് കഴിഞ്ഞിട്ട് ഫുൾ A+ കിട്ടി പിറ്റേന്ന് മരിച്ചാലും അങ്ങനെ ആരും പറഞ്ഞില്ല. പറഞ്ഞവർ മുഴുവനും അതിൽ പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു. ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, മലയാളികൾക്ക് പൊതുവെയുള്ള, ശരിക്കും മനസ്സിലാക്കണം, മലയാളികൾക്ക് പൊതുവെയുള്ള ഒരു നിലപാട്, ഒരു വിഷയത്തിൽ അപകടം സംഭവിച്ചിട്ടാണ് അതിൻ്റെ ആക്ഷനിലേക്ക് പോവുക. അതായത് ഒരു സ്ഥലത്ത് ബോട്ട് മറിഞ്ഞ് അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യുള്ളൂ, ബോട്ടിൻ്റെ ഫിറ്റ്നസ്സൊക്കെ ചെക്ക് ചെയ്യുള്ളൂ, അവരെ ചെക്ക് ചെയ്യൂല. ഒരു നാട്ടിൽ അമ്പ് കയറിയിട്ട് ഒരു ബൈക്ക് അമ്പ് കയറിയിട്ട് അപ്പുറത്ത് ചാടി മരിച്ചാൽ അമ്പ് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കും. ഇനി അമ്പില്ലാത്തതുകൊണ്ട് വളവന്ന് സ്പീഡിൽ പോയിട്ട് മരിച്ചാൽ അമ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കും. ഒരു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടാൽ സ്കൂൾ ബസ്സിൻ്റെ ഫിറ്റ്നസ് മൊത്തം ടെസ്റ്റ്. ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു പരിപാടി. ഇതേ പരിപാടി കുടുംബത്തിലുണ്ട്. അതെന്താ, മരിക്കണം, സ്വന്തം ഉമ്മ മരിച്ചിട്ട് ആ അമ്മാൻ്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയല്ലോ. എന്നിട്ട് ആലോചിക്കുക, ജീവിക്കുന്ന സമയത്ത് എന്താ ആലോചിക്കാതെ മരണപ്പെട്ടു പോയിട്ട് ആലോചിച്ചിട്ട് എന്താ കാര്യം? ഈ സ്നേഹം എന്ന് പറഞ്ഞതിൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഒരു വാല്യൂ ഇല്ല. ഇത് നിങ്ങളെ കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലാവോ, നീ ഭയങ്കര മോസ്റ്റ് ലവിങ് പേഴ്സൺ എന്ന് പീഡകത്തുള്ള എനിക്ക് കാണാൻ കഴിയില്ല. ഒരാൾ നമ്മളെ പോലെ ഒരാൾക്കും ഇത് കാണാൻ കഴിയില്ല. പിന്നെ എന്ത് വേണം, അത് പ്രകടനത്തിൽ, സംസാരത്തിൽ അത് ഫൽ യുഹ്ബിറുഹു ഇന്നഹു യുഹിബ്ബുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു, സ്നേഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ്. ഫൽ യുഹ്ബിറുഹു, അത് ആ വിവരങ്ങളെ അറിയിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മ മരണപ്പെട്ടു, ഉമ്മക്ക് 62, 63, 64 അല്ലെങ്കിൽ 58, 69, 70 വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. ഈ ഉമ്മ മരണപ്പെട്ടിട്ട് ഈ മകൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. കാരണം ആൾക്കാരെല്ലാവരും കൂടെ വരികയാണ്, ഉമ്മ മരണപ്പെട്ടതല്ലേ. ഇവനവിടെ ഒരു ഭാഗത്ത് പെങ്ങന്മാരൊക്കെ കരയുന്നുണ്ട്, ഇവനും കൂടെ കരഞ്ഞാൽ ആകെ പ്രശ്നവും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഉമ്മ മരണപ്പെട്ടത് ആ സമയത്ത് പിടിച്ചു നിന്നു. എന്നിട്ട് ഖബറടക്കലൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ വന്ന് മയ്യത്തെ ഖബറിൽ അവിടെ കൊണ്ടുപോയി പള്ളിയിൽ പോയി നിസ്കരിച്ച്
അങ്ങനെ പള്ളിക്കാട്ടിൽ ഖബറടക്കി എല്ലാം ചെയ്ത് ചെല്ലാളൊക്കെ ചൊല്ലി കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് അവൻ ഉമ്മാൻ്റെ റൂമിലേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഉമ്മ അവസാനമായി അസർ നിസ്കരി അല്ലെങ്കിൽ ഉമ്മ അവസാനമായിട്ട് സുബഹി നിസ്കരിച്ച മുസല്ല അവിടെ കാണും. ഈ മുസല്ല കാണുമ്പോൾ അങ്ങനെ ഒരു വേദന ഇങ്ങനെ വരാൻ തുടങ്ങും. പഠിച്ചോനെ എൻ്റെ ഉമ്മ ഈ വീട്ടിൽ നിന്ന് ഈ റൂമിൽ നിന്ന് നിസ്കരിക്കില്ലല്ലോ. ഉമ്മാൻ്റെ തസ്ബീഹ്മാല കാണുമ്പോൾ അങ്ങനെ സങ്കടം വരും. ഉമ്മാൻ്റെ ഫോൺ ആരോ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇത് ഉമ്മാൻ്റെ ചൂരും മണവും ഉമ്മാൻ്റെ സാന്നിധ്യവും ഫീൽ ചെയ്യുന്ന ആ റൂമിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ റൂമിൽ ഉമ്മ ഇല്ലാതിരിക്കുമ്പോൾ അപ്പം ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ തേങ്ങൽ ഇങ്ങനെ വരും. അതുവരെ പിടിച്ചു നിന്നത് മൊത്തം കരയും. ഞാൻ പറയും, എന്നിട്ട് ആൾ പറയും എൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു, എൻ്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു, എൻ്റെ ഉമ്മ അങ്ങനെ നോക്കിയതാണ്, ഇങ്ങനെ നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പറയും. ഈ ഉമ്മ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരൊറ്റ തവണയെങ്കിലും ഉമ്മാൻ്റെ മുഖത്തൊക്കെ ഉമ്മ അങ്ങളെപ്പോലൊരു ഉമ്മാൻ്റെ മോനായത് എൻ്റെ വല്ലാത്തൊരു ഭാഗ്യമാണ് ഉമ്മ എന്നൊന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാൽ ആ ഉമ്മാൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിലേക്കൊരു പ്രാർത്ഥന ഉയരും. എന്താണത്? പടച്ചോനെ എൻ്റെ കുട്ടിനെ വെറുതെ ആക്കല്ല പടച്ചോനെ എന്നൊരു പ്രാർത്ഥന അവിടെ ഉയരും. ഈ തരത്തിലുള്ള ഒരു ഗുരുത്വ ബന്ധം, ഒരു ഗുരുത്വമുള്ള ബന്ധം അത് പുതിയ തലമുറയിൽ കാണുന്നേ ഇല്ല. ഈ വല്യമ്മാൻ്റെ മുമ്പിൽ വന്നിട്ട് ഉമ്മാൻ്റെ മുമ്പിൽ വന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ തോണ്ടി ഇരുന്നിട്ട് എങ്ങനെ ഗുരുത്വം കിട്ടാനാണ്? അത് ഉമ്മാനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഞാൻ പറഞ്ഞു വന്നത് മരണപ്പെടുന്നതിന് മുമ്പ് അതേപോലെ ബാപ്പ എന്നുള്ള ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഉമ്മാൻ്റെ മഹത്വം പറയും, ബാപ്പാൻ്റെ മഹത്വം ആരും പറയുന്നില്ല. എൻ്റെ ബാപ്പാക്ക് എന്തേ മഹത്വമില്ലേ? ഉമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, വെച്ചുണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഈ ഉണ്ടാക്കാനുള്ള അരി വാങ്ങിക്കൊണ്ടിരുന്നത് ആരാണ്? ബാപ്പ. ഞാൻ എപ്പോഴും പറയാം, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പാപ്പമാരുടെ അധ്വാനം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണോ? നിങ്ങളെ ഭർത്താക്കന്മാരുടെ അധ്വാനമല്ലേ, അത് നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ? നന്ദി വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. നന്ദി കുറയാൻ പാടില്ല. എൻ്റെ മൊത്തത്തിലൊരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയത് ആണുങ്ങളെക്കാളും നന്ദി കുറവുള്ളത് സ്ത്രീകൾക്കാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. തെറ്റാണെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സത്യമാണോ ഞാൻ പറഞ്ഞതെന്നുള്ളത്. കാരണം മിഹ്റാജിൻ്റെ യാത്രയിൽ അള്ളാൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ കണ്ടത് ആരെയാണെന്നുള്ള ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കാരണം പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ശുക്റിൻ്റെ കുറവാണ്. ശുക്റില്ല. എന്ത് കിട്ടിക്കഴിഞ്ഞാലും പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും അപ്പുറത്തുള്ളൊരു സംഭവമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതുപോലെ ആയിട്ടില്ല എന്ന് പറയും. നിങ്ങൾ വലിയ വീടെടുത്തിട്ട് എന്താ കാര്യം? നിങ്ങളെ ഏട്ടൻ അതിനേക്കാളും വലിയ വീടെടുത്തിട്ടുണ്ട്. ഈ വീടിന് പ്ലാൻ വരക്കുമ്പോൾ തന്നെ പറയാം, നിങ്ങൾ മൂത്താപ്പാൻ്റെ മറ്റേ നസീറിനേക്കാളും വലിയ വീടൊന്നും വേണ്ട, ഒരു 3500 സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു വീട് മതി എന്ന് പറയാം. 3500 സ്ക്വയർ ഫീറ്റുള്ള ചെറിയ വീട് കിട്ടിയാലും ഇങ്ങോട്ട് മതിയാവാത്ത കുറേ സ്ത്രീകളെ കാണാറുണ്ട്. ആണുങ്ങളെ കൂട്ടത്തിൽ ഇല്ല എന്നല്ല ഉണ്ട്, പക്ഷേ മെജോറിറ്റി ഞാൻ പറയാം അങ്ങനെയാണോ എനിക്ക് തോന്നുക. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മക്കൾക്ക് അത് എന്താ വിഷയം എന്നറിയോ? ഭാര്യ പറയും, എത്ര പണി എനിക്കിവിടെ, രാവിലെ തുടങ്ങിയ പണി എവിടെ, മനുഷ്യന് ക്ഷീണിച്ചിട്ട്. അതങ്ങനെ ഉണ്ടാവുക. അത് കുറേ പറയാനുണ്ടാവും. ഒരു ഹദീസുണ്ട്, അൻസിലിന്നാസം മനാസിലവും. അതൊരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഉസൂലിനെതിരാവാതെ നമുക്ക് പറയാം. സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ അൻസിലിന്നാസം, ഓരോ ആളുകൾക്കും അവരുടേതായ ഒരു ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. അതങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഒന്ന് എഴുന്നേറ്റിരുന്നാലോ? എല്ലാവരും ഒന്ന് എഴുന്നേക്കി. ഉറക്കമൊക്കെ വരുന്നുണ്ടോ ഒക്കെ സംശയമുണ്ട്. എല്ലാവരും എഴുന്നേക്കും. ആ പ്രയാസമുള്ള വല്യമാരുണ്ടെങ്കിൽ എഴുന്നേക്കാൻ, പ്രയാസമുള്ളവരുണ്ട് എഴുന്നേക്കാൻ, അല്ലാത്തവരൊക്കെ എഴുന്നേറ്റുള്ളൂ. ഇവിടെ ഒരു പാട്ട് പാടാം എല്ലാവർക്കും. അതായത് എഴുന്നേറ്റ് പാട്ട് പാടി കൂടെ. ഒരു പാട്ട് പാടാം. പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണ് എന്ത് പാട്ടാണ് പാടേണ്ടത്. എല്ലാവർക്കും കിട്ടുന്ന പാട്ട് എനിക്കറിയാം. അല്ല പാടിക്കോളൂ, എല്ലാവരും പാടിക്കോളൂ കേട്ടോ. അതുപോലെ തിരിച്ചു വെക്കുക, പാട്ടിൻ്റെ പോലത്തിലാക്കാം മൈക്ക്. അയ്മല ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടെ, ബാക്കി പാടെ. ഈ പാട്ട് എല്ലാവർക്കും കിട്ടൂലേ? ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ.
ശ്രദ്ധിച്ചിരിക്കട്ടെ എല്ലാവരും ഇൻഷാ അല്ലാഹ്. മറ്റേ ഒഴിവായിക്കോണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എഴുന്നേറ്റ് നിന്ന വകയിൽ വർത്താനം പറയല്ലേ, നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കോട്ട് നോക്കി മറ്റാളൊക്കെ അവരുടെ പിന്നെ പറയാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പറഞ്ഞിട്ട് ഇങ്ങോട്ട് പുതിയ നമുക്ക് കുറേ വർത്താനം പറയണോ അവിടെ പോയിട്ട് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ കഴിയും. ഇവിടെ പറയാം ഒരു ബന്ധം നല്ലതാണോ അല്ലേ എന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് പറയുക ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. മനസ്സിലാക്കി വെച്ചോളൂ എന്ന് പറയാൻ ഉസ്താദ്മാരൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു ബന്ധം നല്ലതാണോ അല്ലേ എന്നുള്ളതിൻ്റെ മാനദണ്ഡം പറഞ്ഞുതരാം. ഒരാളോട് നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് ആ സംസാരത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈറുഫുൾ റിലേഷനാണ്, അല്ലെങ്കിൽ അല്ല. അങ്ങനെയാണ് എൻ്റെ കണക്ക്. എൻ്റെ വക ഉണ്ടാക്കിയതല്ല, ഖസാലിമാൻ പറഞ്ഞ. അതേപോലെ ഒരു വീട്ടിൽ നമ്മൾ പോയി, അമ്മായിൻ്റെ അടുത്ത് പോയി, ആ പല സംസാരങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ, അൽഹംദുലില്ലാ അത് ഹൈറുഫുൾ റിലേഷനാണ്, അല്ലെങ്കിൽ അല്ല എന്നാണ്. പേടിക്കണം. ഇപ്പോൾ എല്ലാവരും വിചാരം എന്താണെന്നറിയോ, എല്ലാവരും ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ട് മരിക്കണം എന്നാണ്. ഇല്ല, അങ്ങനെ തന്നെ അല്ലേ? ആവൂല്ലേ? ഉണ്ട്. പക്ഷേ ജീവിതകാലത്തെ ചൊല്ലാൻ സമയമില്ല. അതെങ്ങനെ നടക്കുമോ? മരിക്കുമ്പോൾ കിട്ടണം, ജീവിതകാലത്ത് അതുമായിട്ട് ബന്ധമുണ്ടാക്കാൻ സമയമില്ല. അത് നടക്കൂല. എന്നോട് നാളെ ആൾ ചോദിച്ചു, നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ലേ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് പല ടിപ്പുകളുണ്ടാവില്ലേ, ഈമാൻ കിട്ടി മരിക്കാൻ വല്ല ടിപ്പുണ്ടോ എന്ന് ചോദിച്ചു ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ടിപ്പുണ്ട്. ഈമാൻ കിട്ടി മരിക്കാനുള്ള നല്ല സിമ്പിളായൊരു ടെക്നിക്കിൻ്റെ അടുത്തുണ്ട്. പറയണോ? വേണോ? ആ, അത് കേട്ടോളേ. ഈമാൻ കിട്ടി മരിക്കുക സിമ്പിൾ ടിപ്പാ. വളരെ ഈസി. അത് ഒരു സെക്കൻഡോട് പറഞ്ഞു തീർക്കാൻ പറ്റും. ഈമാൻ കിട്ടി മരിക്കാൻ ഈമാനോടെ ജീവിച്ചാൽ മതി. ഇത് മരിക്കും. പിന്നെ വേറെ അതിനൊക്കെ എക്സെപ്ഷൻസ് ചരിത്രത്തിലുണ്ട്. ദില്ലോം റാമിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചാൽ കാണും. ദില്ലോം റാം അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു, അമുസ്ലിമായി ജീവിച്ച ആളായിരുന്നു. പക്ഷേ അവസാന സമയത്ത് ഇതായത് അങ്ങനെയൊക്കെ ഉണ്ട്. അത് വേറെ ചരിത്രം, നമ്മളത് നോക്കണ്ട. നമ്മളൊരു കോമൺ മനുഷ്യൻ്റെ ചരിത്രം നോക്കിയാൽ മതി. കാരണം മുമ്പ് അള്ളാഹിൻ്റെ ഹബീബിനെ പ്രണയിച്ചത് കൊണ്ട് അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കിടുന്ന ചരിത്രത്തിലുണ്ട് ദില്ലോം റാമിൻ്റെ ചരിത്രം. അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. നമ്മളത് നോക്കാൻ പാടില്ല. നമ്മൾ ജബറാജിൻ്റെ പിന്നെ ഖദീസുമാൻ്റെയും മോളായിട്ട് ജനിച്ച് കഴിഞ്ഞാൽ മുസ്ലിമായിട്ട് ജനിച്ചല്ലോ, ഇനി രണ്ടാമത് പഠിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മരിക്കുന്ന സമയത്ത് ഇതൊക്കെ കിട്ടും വേണം, അല്ലാത്തപ്പോൾ കിട്ടാൻ നമുക്ക് കഴിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന വിഷയമായിരുന്നു മക്കളോട്. ബാക്കിൽ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നില്ലല്ലോ, ലീഡറാക്കിയാലോ വർത്താനം പറയുന്നവർ പേരെഴുതാൻ. പണ്ടൊക്കെ അങ്ങനെ നമ്മുടെ ഉസ്താദ് വന്നാൽ അല്ലെങ്കിൽ ടീച്ചർ വന്നാൽ അടിറ്റു. എന്നിട്ട് നല്ല രസം ഇന്നൊക്കെ ലീഡറാക്കൂ. അവൻ ബാക്കിലുള്ള നമ്മളൊക്കെ പഠിക്കുന്നത് കുറേ കാലം മുമ്പാണ്. അപ്പോൾ അന്നത്തെ സ്കൂളിൽ SLC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കത്തെ ബെഞ്ചിൽ മീശും താടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. തോറ്റ് അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. കണ്ടാൽ തന്നെ 18-19 വയസ്സുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരെല്ലാം വർത്താനം പറയും. പേരെഴുതുമ്പോൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും. ഓരോ പേരെഴുതൂല. ഓരോ പേരെഴുതിയാൽ ഓരെന്തെങ്കിലും കാട്ടും നമ്മളെ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി അന്ന്. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ഉപ്പമാരുടെ അധ്വാനം. പെണ്ണുങ്ങളെ ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ. ഉപ്പമാരുടെ അധ്വാനം ഉമ്മമാർ മക്കൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കണം. നമ്മളെന്താ കാണുന്നതെന്നറിയോ, ഒരു ഭർത്താവ് ഒരാണ് പുറത്തു പോയിട്ട് എന്താണ് അധ്വാനിക്കുന്നത്, എങ്ങനെയാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നത് നമ്മൾ ചിന്തിക്കാറില്ല. എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ ഗൾഫിൽ നിലവിൽ ഉള്ളവരുടെ പിന്നെ കുടുംബങ്ങളോ അല്ലെങ്കിൽ റിട്ടയർഡായ ഗൾഫിലുള്ളവരോ ലീവിലുള്ളവരോ ഇനി അടുത്ത് ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരായ എല്ലാവരും കൈപോക്കി. നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ കൈപോക്ക്, പെട്ടെന്ന് കൈപോക്ക്. കാണട്ടെ, താരതമ്യേന കുറവാണ് തോന്നുന്നു അല്ലേ? ഇവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിലുള്ളവർ കൈപോക്കി. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ, വാപ്പ, ആങ്ങളെ, ഭർത്താവോ മകനോ. ഓക്കെ. ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക് സാധാരണ പറയുന്നൊരു കാര്യം എന്താ പറയുക, ഗൾഫിലേക്ക് എല്ലാവരും പോകുന്നത് സാധാരണ 2 കൊല്ലം മാക്സിമം 4 കൊല്ലത്തിനാണ് പോവുക. അങ്ങനെ പോകാറുള്ളത് ശരിക്കും. അത് 4 കൊല്ലം എന്നുള്ള പിന്നെ ഒന്നുകൂടി ചെറുതായിട്ടൊന്നാണ് കൂടുതൽ 40 ആണ്ടാവും. ഒരു പൂജ ഇട്ടിട്ട് 40 കൊല്ലാണ്ട് ആവലാണ് സാധാരണ. എന്നിട്ട് അവസാനം അറബി പറയും, എടാ അഞ്ഞ് മതിയടാന്ന് പറയും. എന്നാലും അയാൾ പോരില്ല. അയാളെ നിർത്തിയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ എക്സിറ്റൊക്കെ അടിച്ച് പറഞ്ഞേക്കുമ്പോഴാണ് ഇവർ പോരുന്നത്. നാട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെ. ഗൾഫിലത് പിന്നെ കുടുംബത്തെ കാണാതെ നിൽക്കുന്ന ഒരു കഷ്ടപ്പാടും കൂടെ ഉണ്ടല്ലോ. എത്രയോ ആൾക്കാർ നമ്മളോട് പറയാറുണ്ട്. പലപ്പോഴും നിർത്തിപ്പോരാൻ വേണ്ടി തോന്നാറുണ്ട്. പക്ഷേ ചില മുഖങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. നിർത്തുക എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ അനിയത്തിമാർ കല്യാണം കഴിക്കാനുണ്ടാവും, അല്ലെങ്കിൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കാനുണ്ടാവും, രോഗമുള്ള ബാപ്പ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, വീടായിട്ടുണ്ടാവില്ല, കട ഉണ്ടാവും. അങ്ങനെ ഓരോ ഇതിങ്ങോട്ട് ആലോചിക്കുമ്പോൾ എൻ്റെ കഷ്ടപ്പാട് ഞാൻ ഇനി കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പിടിച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എല്ലാവരും ഗൾഫിലൊക്കെ പോയിട്ട് റിട്ടയർഡായിട്ട് വരുന്ന എല്ലാ ആൾക്കാരും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും
അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഭവം കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഗൾഫ് ഫാമിലീസ് താരതമ്യേന കുറവാണ്. ഗൾഫ് ആവട്ടെ നാട്ടിലാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരാണ് രാവിലെ അതിന് ഓട്ടോറിക്ഷ ജോലി ആയിക്കോട്ടെ, അധ്വാനിക്കാൻ പോകുന്ന ആയിക്കോട്ടെ, മാഷായിക്കോട്ടെ, ടീച്ചറായിക്കോട്ടെ, ഡോക്ടർ, എന്തായിക്കോട്ടെ, അതിൻ്റേതായ ഒരു അധ്വാനം അതിനുണ്ട്. പ്രത്യേകിച്ച് സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഈ വെയിലും ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് വരുമ്പോൾ അവർ ആ വൈകുന്നേരമൊക്കെ വിയർത്തൊലിച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ ഒന്ന് സ്നേഹത്തോടൊന്ന് സ്വീകരിക്കുന്ന ഒരു ഭാര്യയും മക്കളും ആ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് നാളെ രാവിലെയും കൂടി ജോലിക്ക് പോകാനൊരു രസമുണ്ടാവും, ഇതൊരു ആവേശം ഉണ്ടാവും. ഇത് പിന്നെ കയറി വരുമ്പോഴും നിങ്ങൾ മറ്റേ വാങ്ങിയിട്ടില്ല, മറ്റതാണ് മറിച്ചതാണ്, പരാതിയോട് പരാതി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പെണ്ണുങ്ങളെ പരാതി. ഞാൻ കുറ്റം പറയല്ല എൻ്റെ സഹോദരിമാർ, എനിക്ക് ഭാര്യയും ഒക്കെ ഉണ്ടല്ലോ, കുറ്റം പറയല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഈ പരാതി ഇങ്ങോട്ട് പറഞ്ഞാൽ തീരൂല പല പെണ്ണുങ്ങൾക്കും. ഞാൻ കൺസൾട്ടിങ്, ഞാൻ ഓരോ ആഴ്ചയിലും ഒരു മാസത്തിൽ 10-60 കുടുംബങ്ങളെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു 60 കുടുംബങ്ങളെങ്കിലും ഒരു മാസത്തിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ ഊഹിച്ചുണ്ടാക്കി പറയുന്നതല്ല. കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കാണുന്നതാണ് ഈ പറയുന്നത്. നന്ദിൻ്റെ കുറവ് വല്ലാതെ ഉണ്ട്, വല്ലാതെ നന്ദിക്കുറവുണ്ട്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പെണ്ണുങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി സോഷ്യൽ മീഡിയ നോക്കിയിരിക്കലാണ്. ഇപ്പോൾ കുറേ പെണ്ണുങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കലാണ്. തോണ്ടൽ വിദഗ്ധകളായ പെണ്ണുങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊക്കെ ഉമ്മാരോട് ചോദിച്ചു നോക്കൂ. നിങ്ങളെ ഉമ്മാരിങ്ങനെ ഖുർആൻ തോണ്ടലേന്, ഖുർആൻ്റെ ഓരോ പേജ് ഇങ്ങനെ തോണ്ടലേന്, എന്നിട്ട് അവിടെ ഇങ്ങനെ ഓതും, എന്നിട്ട് അടുത്ത് തോണ്ടും. അങ്ങനെ ഒരു സമൂഹമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ദുആക്കൊക്കെ ഒരു ഇജാബത്തും അവരുടെ വാക്കിനൊക്കെ ഒരു ഫലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഖുർആൻ പറയുന്നില്ല. ഞാൻ റമളാനിൽ ഒരു വാക്ക് പറയാം. റമളാൻ കഴിഞ്ഞല്ലോ, ചവ്വാല് കഴിഞ്ഞ് ദുൽഖഅദായി. ഇന്ന് ദുൽഖഅദ എത്ര? 15 അല്ലേ? അല്ല 15 അല്ലേ? 15ആണ്. ദുൽഖഅദ 15. റമളാൻ കഴിഞ്ഞിട്ട് 1.5 മാസം. ഒരു കാര്യം ചോദ്യം ചോദിക്കട്ടെ. റമളാനിൽ കുറേ ആൾക്കാർ പള്ളിയിൽ പോയിട്ട് കുത്തി മറിഞ്ഞ് നിസ്കരിച്ച്, തറാവിയൊക്കെ നിസ്കരിച്ച്, പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് തറാവിയൊക്കെ നിസ്കരിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ? ഇതൊക്കെ എന്തിനു ചെയ്താ? അതെന്തിനായിരുന്നു നമ്മൾ ചെയ്തത്? പണ്ടൊരു ഉസ്താദ് പള്ളിയിൽ ബോർഡ് വെച്ചു, റമളാൻ കഴിഞ്ഞാലും പള്ളി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഉസ്താദിന് ബോർഡൊക്കെ ഇല്ലാതെ നിവൃത്തിയില്ല എന്ന്. കാരണം ഉസ്താദ് റമളാനിൽ മാത്രം ആൾക്കാരെ പള്ളി കാണുന്നത്. റമളാനിൽ ഫുള്ള്. ഞാനിപ്പോൾ വേറെ കാരണമുണ്ട്. ഒന്ന്, വീട്ടിൽ ഭയങ്കര ചൂടാപ്പോൾ AC ഉണ്ട് പള്ളിയിൽ. എല്ലാ വീട്ടിലും AC ഉണ്ടാവില്ലല്ലോ. പിന്നെ കറണ്ട് ബില്ല് നോക്കണ്ടേ? പള്ളി മൊത്തം AC, അതാണ് ഒരു കാരണം. പിന്നെ തറാവി കഴിഞ്ഞാൽ അവിടെ ജ്യൂസും ഫ്രൂട്ട്സും എന്തൊക്കെ ഐറ്റംസ് ഓരോ പള്ളിയിലൊക്കെ. ഇപ്പോൾ പള്ളി പിന്നെ തിരഞ്ഞെടുക്കുന്നത് AC ഉള്ള പള്ളിയുണ്ടോ, AC ഉള്ള പള്ളിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചുമക്കൊക്കെ ആൾക്കാർ പോണത്. ബാക്കിയതല്ല, നല്ല കുത്തുബണ്ടോ അതൊന്നല്ല, AC ഉള്ള പള്ളിയുണ്ടോന്നാ. വല്ലാത്തൊരവസ്ഥ തന്നെ. അല്ല, എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ ഒരു സാന്ദർഭികമായൊരു ചോദ്യം ചോദിച്ചതാണ്. റമളാനിൽ നമ്മളൊക്കെ ഇബാദത്ത് ഒരുപാട് ചെയ്തല്ലോ, അല്ലേ? ചെയ്തില്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. അത് അള്ളാഹിനോട് ഇഷ്ടം കൊണ്ടായിരുന്നോ? ആണെങ്കിൽ ചവ്വാലും അള്ളാഹു ഉണ്ടല്ലോ, ദുൽഖഅദിലും അള്ളാഹു ഉണ്ടല്ലോ. അവ എന്തോ കുറിച്ച് കൂടുതൽ കൊടുക്കേണ്ട അവിടെ നിന്ന് കേട്ടപ്പോൾ അവിടെ ക്യൂ നിന്നതാണ് സത്യം പറഞ്ഞാൽ. അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? റമളാനിൽ ചെന്നാൽ കുറച്ച് ക്യൂവിൽ എന്തോ കുറച്ച് എക്സ്ട്രാ ഒരു കിറ്റ് ഏറെ കിട്ടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആ കിറ്റിന് വേണ്ടി നിന്നത്. കിറ്റിൻ്റെ ആൾക്കാരാണ് നമ്മൾ സത്യം പറഞ്ഞാൽ. കിറ്റ് തരുന്ന ഒരാളില്ലേ, ഖാലിഖിനോടുള്ള മഹബത്ത് കൊണ്ട് നിസ്കരിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അയാൾ തറാവി നിസ്കരിക്കാൻ പറ്റൂല. ബാക്കിയുള്ള റവാത്തിബും വിത്റും ളുഹായും തഹജ്ജുദും അയാൾ നിസ്കരിക്കണ്ടേ? അത് നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം തന്നെ ആ ക്യൂ നിന്നതാണ്, എന്തോ ഏറെ കിട്ടാൻ വേണ്ടി ക്യൂ നിന്നതാണ്. ഖാലിഖിനോടുള്ള മഹബത്ത് കൊണ്ട് ഒരാൾ നിസ്കരിച്ചിട്ടില്ല. ഖാലിഖിനോട് മഹബത്ത് ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന് നിസ്കാരം എന്ന് പറയൂല. അവിടെ പറഞ്ഞു വൈലുൽ മുസല്ലി എന്ന് പറഞ്ഞത്. ഓനങ്ങനെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പരമമായ പ്രാർത്ഥന അള്ളാഹിനോട്, പടച്ചോനെ നേർവഴിക്കാക്കി തരണട്ടോ അല്ലാ എന്ന് പറയുന്ന സമയത്ത് ഓനെ മറ്റേ കച്ചവടത്തിൻ്റെ കണക്കൂട്ടൽ അവിടെ കളിയാക്കാന്ന് അതിന് പറയാം. വല്യാപ്പാൻ്റെ മുമ്പിൽ ഒന്നാണ്ട് ഇങ്ങനെ ബാപ്പാൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് ബാപ്പാനോട് വർത്താനം പറയുമ്പോൾ, ബാപ്പ ഇത് സങ്കല്പിക്കട്ടെ, നിങ്ങൾ ഒരു കുടുംബത്തിലെ ഉപ്പയാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. ആ മകൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയാം, ഭർത്താൻ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ എന്താ അപ്പം നിങ്ങളെ അവിടെ ബാപ്പ അവിടെ ഉള്ളത്, എന്താ ഭർത്താൻ സുഖാനല്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഒന്ന് ചെപ്പക്കുറ്റി പറഞ്ഞ സ്ഥലമില്ലേ? ഇല്ലേ? അവിടെ ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇല്ലേ ചെപ്പക്കുറ്റി എന്ന സ്ഥലമല്ലേ? അത് ഇതിൽ മലപ്പുറം ജില്ലക്കാരല്ലാത്തവരുണ്ടോ? കൈപ്പൊക്കിയേ. മലപ്പുറം ജില്ല അതേത് ജില്ല? വയനാട്. വയനാട്ടിലും ചെപ്പക്കുറ്റി ഇല്ലേ? അല്ല, ആ പ്രയോഗം അവിടെ ഇല്ലേ? ചെപ്പക്കുറ്റി എല്ലായിടത്തും ഉണ്ട്. അത് ഇംഗ്ലണ്ടിലും ജപ്പാനിലും ഒക്കെ ഉണ്ട്. ചില പാക്കറിയോന്ന് ഞാൻ ചോദിച്ചത്. വയനാടല്ലാതെ പിന്നെ ഉണ്ടോ? വേറെ കോഴിക്കോടുണ്ടോ? മലപ്പുറം വയനാടാണോ നമ്മുടെ കുടുംബങ്ങളുള്ളത്? മാഷാ അല്ലാഹ്. വയനാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ രാവിലെ തന്നെ ഇവിടെ എത്തിയല്ലോ, അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഒരു യാത്രയൊക്കെ സ്വീകരിക്കട്ടെ.
അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാം, എന്നിട്ട് ബാപ്പാൻ്റെ മുമ്പ് ഇങ്ങനെ ബാപ്പ ഇവിടെ നിൽക്കുക, ഞാൻ ഇങ്ങനെ ഒരു വർത്താനം ഒന്നാണ് കിട്ടില്ല, ഇങ്ങോട്ട് നോക്കട്ടെ സൂറയെന്ന് പറഞ്ഞിട്ട് കിട്ടണ്ടേ. അപ്പോൾ ഇത് അള്ളാൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് അവിടെ നോണയും പറയാം, എന്ത് അജ്ജകത്ത് വജിയയില്ലത് ഈ പത്രസഭാവാത്വമില്ലത് പെരുന്നോണ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് കൈ കെട്ടിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, അജ്ജകത്ത് വജിയയില്ലത് ഭയങ്കര കറുത്ത കറുത്ത നുണ. പച്ചക്കള്ളെന്ന് പറയരുത് കേട്ടോ. പച്ച പറഞ്ഞാൽ പച്ചക്കുപ്പൻ്റെ കളറാണ്, അതിൻ്റെ കൂടെ കള്ളം എന്നുള്ള വാക്ക് ചേർക്കാൻ പറ്റൂല. പച്ചൻ്റെ കൂടെ ഹൈറായ വാക്കേ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറുത്ത നുണ പറഞ്ഞാൽ മതി. പച്ച മനുഷ്യൻ എന്ന് കേട്ടില്ല നിങ്ങൾ? അതെന്താണ്? പച്ചക്കുപ്പയായിട്ട് കണക്ഷനുള്ള മനുഷ്യൻ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളിൽ നിന്ന് പാവത്തരം എന്ന് നമ്മൾ പറയുന്ന തവാലം ഉണ്ടാവും. തവാലം ഉള്ളവനെ ഹബീബിൻ്റെ നൂറ് അയാളിൽ പ്രവേശികൾ വേറെ ലോകമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു, നമ്മൾ ചർച്ച എന്തായിരുന്നു, നമ്മളെന്താ പറഞ്ഞു വന്നത്? അധ്വാനത്തിൻ്റെ വില. ഞാൻ ചർച്ച ചെയ്യുന്ന അങ്ങോട്ട് പോകുന്നത് ആണുങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനമല്ലേ, ആ അധ്വാനത്തിൻ്റെ വില കാണണം. അപ്പം എന്താ, ഈ വാപ്പന്മാരൊന്ന് അധ്വാനിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന സമയത്ത് പിന്നെ ഉമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾ ഭർത്താവ് നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് ശരി, അംഗീകരിച്ചു. പക്ഷെ മക്കൾ അതിൽ കൂട്ടാൻ പാടില്ല. അവരെന്ത് തെറ്റ് ചെയ്തു? പിന്നെ മക്കൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, അവർക്ക് വേഗം മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞുതരാം. സാധാരണ ജോലി കഴിഞ്ഞ് വന്നാൽ ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് വർത്താനമൊക്കെ പറയും. രണ്ട് വർത്താനം എന്ന് പറഞ്ഞാൽ രണ്ട് വർത്താനം അതല്ല, സ്നേഹത്തോടെ രണ്ട് വർത്താനം പറയുന്ന വാപ്പ ഒരു ദിവസം നേരെ ജോലി കഴിഞ്ഞിട്ട് ബെഡ്റൂമൊക്കെ പോയത്. അപ്പോൾ ഉമ്മാൻ്റെ മുഖം ഭാര്യൻ്റെ മുഖം നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് മനസ്സിലായി സംഗതി എന്തോ പണി പാളിക്കുന്നത് മനസ്സിലായി. ആ മോനിങ്ങനെ വന്ന് ചോദിക്കും, എന്താണ് നല്ല മഴക്കാറുണ്ടല്ലോ, ഇടിവെട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ വിചാരിക്കും ഓനൊന്നും മനസ്സിലാവില്ല, ഓന് മനസ്സിലാവില്ലേ? ഞാൻ ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾക്കാണോ നിങ്ങളെ കുട്ടിക്കാണോ ബുദ്ധി കൂടുതൽ? പക്ഷേ എൻ്റെ കുട്ടിക്ക് തന്നെയാണോ എന്ന് പറയും. അത് അങ്ങനെയാണ്. അത് ഓരോ തലമുറ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ പക്വത അനുഭവ സമ്പത്തൊക്കെ മുതിർന്നവർക്ക് ഉണ്ടാവാം. അതേസമയം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കുട്ടികളിൽ കൂടും. അതുകൊണ്ട് കൂടെയാണ് ലാ തുഹല്ലിഖു അഖ്ലാഖക്കും ഔലാദക്കും ഫഇന്നഹു ലിഗൈരി സമനിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളെ മക്കൾ ന്യൂ ജനറേഷനാണ്, അവരെ നിങ്ങളെ പണ്ടത്തെ പഠിപ്പിക്കേണ്ട എന്നതിനർത്ഥമുണ്ട്. ആ ഹദീസിന് എന്തൊക്കെ അർത്ഥങ്ങൾ? ഒരു ഹദീസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ലാ തുഹല്ലിഖു അഖ്ലാഖ ഔലാദക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളാ പണ്ടത്തെ അത് മക്കളെ പഠിപ്പിക്കല്ലേ. അവർ അടുത്ത ജനറേഷൻ ഗൈരി സമനിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദേ ആർ മെമ്പേഴ്സ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഉദ്ദേശം എന്താണെന്നറിയോ, ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് മക്കളെ തൽക്കാലം അറിയിക്കല്ലേ. അത് നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് മനുഷ്യന്മാരല്ലേ, സ്വാഭാവികം. ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, സൗന്ദര്യമടക്കം ഉണ്ടാവും. അടിയും കുത്തും ബഹളമൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം ചില പെണ്ണുങ്ങളൊക്കെ ബ്ലാക്ക് ബെൽറ്റൊക്കെ പഠിച്ചിന്. അല്ലാഹു ആണുങ്ങൾക്ക് ആരോഗ്യം നന്നാക്കി തരട്ടെ. പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാനുള്ള ആൾക്കാർ ശ്രദ്ധിച്ചോളൂ. എല്ലാം ചോദിക്കുന്ന കൂട്ടത്തിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നും കൂടി ചോദിച്ചോളുണ്ട് കേട്ടോ. അങ്ങനെ ചില എൻ്റെ അടുത്ത് വന്നു, പാലിനോട് ഇടി കിട്ടിയിട്ട് മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടി. പണ്ട് മൂരാട് പാലം പൊട്ടിയിട്ട് അവിടെ നന്നാക്കിയിട്ട് പുതിയ പാലം, വടകര മൂരാട് പാലല്ലേ, അതൊക്കെ പാലൊക്കെ പൊട്ടിയിട്ട് പുതിയ ഒന്നോടെ അത് ഓപ്പണായി. നമ്മളെ മൂക്കിൻ്റെ പാലം പൊട്ടിയാൽ ഭയങ്കര ഇടങ്ങാറാത്. പിന്നെ സംസാരിക്കാൻ അങ്ങനെ ആക്കേണ്ടി വരും. കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. ചില പെണ്ണ് ഈ സ്കൂളിൽ തൈക്കോണ്ടോ കരാട്ടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, അതിലൊക്കെ പോയിട്ട് കരാട്ടൊക്കെ എടുത്തിട്ട് വരികയാണ് പെണ്ണിനോട് വാപ്പ പറഞ്ഞിട്ടുണ്ട്, ഈ എന്ത് ഒന്നും നോക്കണ്ടോ, നല്ല കൊടുത്തോണ്ട് ബാക്കി നമുക്ക് നോക്കാം. കാരണം ഈ പെണ്ണുങ്ങൾ ആണുങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ കേസൊക്കെ വരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് അനുകൂലമാവത്രേ. വല്ലാത്തൊരു അവസ്ഥയാണ് അങ്ങനെ അവസ്ഥ ഉണ്ട്. ഈ കേരളത്തിൽ ഈ പീഡനങ്ങളില്ലേ, ഈ സംഗതികളില്ല, ഈ റേപ്പ് കേസുകൾ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, എങ്ങനെ ഇപ്പോൾ നടക്കുന്നത്? കൊല്ലത്ത് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു, പത്തനംതിട്ട കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു, പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു, വയനാട് കൊണ്ടുവിടാം. അപ്പോൾ ഈ പെണ്ണ് ഇത്ര പാവാതെ ഇത് എന്തിനാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല ഈ സാധുവിന്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സമ്മതത്തോടെ ചെയ്ത, പിന്നെ തെറ്റിയപ്പോൾ കേസായതാ. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഹൈക്കോർട്ടിലോ മറ്റെന്തെങ്കിലും അത് വരും. നിങ്ങളെ സംഗതികളൊക്കെ കഴിഞ്ഞിട്ട് തെറ്റുമ്പോൾ കേസാക്കുന്ന പരിപാടി പറ്റൂല. കേസാണെങ്കിൽ ആദ്യം തന്നെ രണ്ടാമത്തെ കൂട്ടില്ല, ഫസ്റ്റത്തത് മാത്രമേ റേപ്പായിട്ട് കൂട്ടുള്ളൂ എന്ന് പറയുന്ന എന്തെങ്കിലും നിയമം വരാൻ സാധ്യതയുണ്ട്. ഇത് പാവപ്പെട്ട ആണുങ്ങൾ പെണ്ണുങ്ങൾ കൊടുക്കുകയാണ്, രണ്ടു കൂട്ടരും തെറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ അധ്വാനത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. അപ്പോൾ നല്ല സ്നേഹത്തോടെ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലൊരു കഥ ഉണ്ട്. അദ്ദേഹം പറയുന്നത് മൂപ്പർ ലൈഫിൽ ഒറിജിനൽ ഉണ്ടായൊരു സംഭവം മൂപ്പർ പറയുന്നുണ്ട്, മൂപ്പർ ആത്മകഥയെ പറയുന്നുണ്ട്. മൂപ്പർ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മൂപ്പരുടെ വാപ്പയും ഉമ്മയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ഉമ്മ ചപ്പാത്തി ചുട്ടു.
ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തിയെല്ലാം കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ വാപ്പയും APJ അബ്ദുൽ കലാം അങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. ഉമ്മ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ചപ്പാത്തികൾ കരിഞ്ഞ ചപ്പാത്തിയായിരുന്നു. അപ്പോൾ കലാമിൻ്റെ ഉപ്പ ആ കരിഞ്ഞ ചപ്പാത്തിയൊക്കെ അയാളുടെ പ്ലേറ്റ് കിട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ കരിഞ്ഞ ചപ്പാത്തിയൊക്കെ കലാമിൻ്റെ ഉപ്പ എടുത്തു. നല്ല ചപ്പാത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും കലാമിൻ്റെ ഉമ്മാക്കും കലാമിനും കൊടുത്തു. എന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കലാം പറയാണ്, ചെറിയ കുട്ടിയായപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഉപ്പ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ എന്ന്. അപ്പോൾ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, മോനെ കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്? രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വീട് നോക്കി അടിച്ചു പൊളിച്ച് ഭക്ഷണം ക്ഷീണിച്ച് അധ്വാനിച്ചതാണ് നിൻ്റെ ഉമ്മ. ചപ്പാത്തി ആരും ബോധപൂർവം എന്ത് ചെയ്യാറില്ല, കരിക്കാറില്ല അല്ലേ? ശരിയല്ലേ? ബോധപൂർവം ചായയിൽ മധുരം കുറയാത്തതുപോലെ, ബോധപൂർവം കറിയിൽ ഉപ്പ് കുറയാത്തതുപോലെ. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? മനസ്സിലായിട്ടല്ലേ? അതുപോലെ തന്നെ ബോധപൂർവം ആരും ചപ്പാത്തി കരിക്കാറില്ല. അത് ആയിപ്പോയതാ മോനെ. ഞാനത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഉമ്മക്ക് വിഷമാവൂടാ, പാവാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ മഹത്വമാണ് അതിൻ്റെ അർത്ഥം. ഒരു തമ്മിൽ ഫുൾ ഹാപ്പിയാണെന്നാവില്ല. പക്ഷെ മക്കളോട് പറയുന്ന സമയത്ത് അതായിരിക്കണം പറയേണ്ടത്. ഒരു ഉമ്മ മക്കളോട് പറയേണ്ടത് ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഡാഡ് എന്ന് പറഞ്ഞു കൊടുക്കണം. മോനെ നിൻ്റെ ഉപ്പ എത്ര വലിയ ആളാടാന്ന് പറഞ്ഞു കൊടുക്കണം. അത് പദവിയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടല്ല. എടാ നമ്മളെ സ്നേഹിക്കടാ. ആ ബാപ്പ ഇറങ്ങിപ്പോയത് എൻ്റെ കുട്ടി കണ്ടോ? ആ ബാപ്പഞ്ഞ് വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ഓട്ടോ റിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ മാഷായിട്ട് ജോലി ചെയ്യാൻ കുട്ടികളെങ്ങനെ ക്ലാസ് എടുത്ത് ക്ഷീണിച്ച് ഇങ്ങനെ വരികയാണ്. എന്താ കാര്യം? നമുക്ക് വേണ്ടി വീടുണ്ടാക്കാനും അധ്വാനിക്കാനും വേണ്ടി പൈസ ഉണ്ടാക്കാൻ പോയതാടാ. അതുകൊണ്ട് ഉപ്പച്ചി വരുമ്പോൾ, ഉപ്പച്ചി പോകുന്ന സമയത്ത് ചെരുപ്പൊക്കെ ഒന്ന് എടുത്തുവെച്ച് കൊടുത്ത് ബാപ്പാൻ്റെ പൊരുത്തൊക്കെ എൻ്റെ കുട്ടി ഒന്ന് വാങ്ങണം. ബാപ്പ വരുമ്പോൾ ആ ബാഗൊക്കെ ഒന്ന് വാങ്ങി ഇപ്പാൻ്റെ റൂമിലൊക്കെ ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാപ്പാൻ്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടി ഉമ്മമാർ ശ്രദ്ധിക്കണം. അതേപോലെ തിരിച്ച് നമ്മൾ തമ്മിലൊന്ന് പ്രശ്നം ഉണ്ട് വിചാരിച്ചാൽ ഇവിടെ കുട്ടികളോട് പറയാം, എടാ നിൻ്റെ തള്ള എന്ത് തള്ളയടാ, എടാ കുടുങ്ങിപ്പോയടാന്ന് പറയരുത്. ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവും, എന്നാലും പറയാൻ പാടില്ല. ചിലപ്പോൾ ഭാര്യ വിചാരിക്കുന്നുണ്ടാവും പെട്ടുപോയി എന്ന്. അള്ളാഹു മജ്ജല്ല നിങ്ങൾ തുറന്നില്ലേ കുറേ പെടുത്തനെ അത് നല്ലതിനാണ് ഉദാഹരണം. അള്ളാഹു മജ്ജല്ല എന്നതിന് ഉദാഹരണം എന്താണ്? പെടുത്തനെ അതിൻ്റെ എൻ്റെ ഉദ്ദേശം. പറയുമ്പോൾ നല്ലതേ പറയാവൂ. കാരണം മക്കൾ ഇതിനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പാവങ്ങളല്ലേ, അവരെന്ത് തെറ്റാ ചെയ്തത്? അപ്പം അവരോട് നല്ലത് പറയാം. ഈ മക്കളും മനസ്സിലാക്കേണ്ടത് ഭാര്യ അല്ല ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ മാസൂമിയങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന ആളല്ലേ, ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ ഭാര്യയോട് പണങ്ങാറുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. പരസ്യമായിട്ടല്ലേ പറയുന്നത്, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ കളവാ, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പണങ്ങാറുണ്ട്, എൻ്റെ ഭാര്യ എന്നോട് പണങ്ങാറുണ്ട്, ചിലപ്പോൾ ഗൗരവത്തിൽ അങ്ങോട്ടും കൂടി സംസാരിക്കാറുണ്ട്. അത് അവിടെ കഴിഞ്ഞാൽ കഴിയും. അല്ലാതെ അടിപിടി കുത്തും ബഹളം അതൊന്നും ഉണ്ടായിട്ടില്ല. അതിലേക്ക് നമ്മൾ എന്തുവരെ പോയിട്ടില്ല. നിങ്ങളും പോയിട്ടുണ്ടാവില്ല, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, ഇടയ്ക്ക് പറഞ്ഞു തന്നെയാണ്. പിന്നെ കുറച്ച് കരാട്ടങ്ങളും പഠിച്ചു വെച്ചോളി. കരാട്ട കുറേ പഠിക്കണ്ട, ബ്ലോക്ക് ചെയ്യുന്ന എങ്ങനെ പഠിച്ചാൽ മതി. കാരണം മൂക്കിനൊക്കെ ഇത് കൊണ്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഭാര്യ കൊണ്ട് ഇടി കൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഒരു മോശം. ആ ഡോക്ടർ ഇങ്ങനെ എന്താടോ ഈ എന്തോന്നറിയാം ഇതൊക്കെ എന്നൊക്കെ ഒരു മോശമല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇവർ കുറേ പഠിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലൊക്കെ ഭയങ്കര സെറ്റപ്പാണ് ഇവർ. അതേസമയം പെൺകുട്ടികൾ ആ ഒരു പ്രായപൂർത്തി ചെറിയ പ്രായം മുതലേ ഒരു 5-6 വയസ്സ് മുതൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് കച്ചറുണ്ടാക്കാനല്ല, ഒരു കോൺഫിഡൻസ് കൂടെ. നേരത്തെ പറഞ്ഞൊരു ബാക്കി മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ, മാർഷ്യൽ ആർട്സ് മക്കളെ പഠിപ്പിക്കണം. അത് പഠിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത് മോനെ കച്ചറുണ്ടാക്കാനല്ല കേട്ടോ എന്ന്. ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചാൽ മോനെ ഇടിക്കാനല്ല, അത് ഇടിക്കാതിരിക്കാനാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇടിക്കാതിരിക്കാനാണ് ഈ പഠിക്കുന്നത്. ഇടിക്കാതിരിക്കാൻ പഠിക്കണേ ഇടിക്കാനല്ലേ. എന്തിനാ ഇടിക്കാതിരിക്കാൻ? നിങ്ങൾ പറ, അപ്പോൾ ഇടിക്കാനോ പഠിക്കണേ ഇടിക്കാതിരിക്കാനോ പഠിക്കുന്നത്? അതൊരു കോൺഫിഡൻസാണ്. ഞാനിങ്ങനെ ഇടിച്ചാൽ തടുക്കണ്ടേ, ബ്ലോക്ക് പഠിക്കണ്ടേ, അതിന് പഠിച്ചാൽ മതി. അപ്പം പെൺകുട്ടികളെ കുറിച്ച് പഠിപ്പിക്കാൻ നല്ലതാണ്. ഇന്നത്തെ കാലമല്ല, ഒരാൾ എന്തെങ്കിലും ചെയ്യാനില്ല, ഒരു ബ്ലോക്കോ ഒരു ഇടിയോ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും? പെൺകുട്ടി അത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ കുറച്ച് ഫിസിക്കലി ഒരു ഫിറ്റ് ആവാനും ജിമ്മിനെ ഞാൻ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറില്ല. അതിന് വേറെ കുറേ വശങ്ങളുണ്ട് അതിൽ. അതിനേക്കാൾ നല്ലത് ആയോധന കല പഠിക്കലാണ്. മറ്റേ ഇങ്ങനെ മസിലും വീർപ്പിച്ചിട്ട് ഒരു ചെറിയൊരു സാധനം മാത്രം ഇട്ടിട്ട് അവർക്കൊക്കെ കാണിച്ച് ഇങ്ങനെ സ്റ്റേജിൽ പോയി നിൽക്കാനാണ് മറ്റത്. ഇതങ്ങനല്ല. ആയോധന കല പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ചെയ്യും, ബോഡിയൊക്കെ ഫിറ്റ് ആവും, എക്സസൈസ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. ഇനി വേണമെങ്കിൽ അതൊരു ജീവിതമാർഗ്ഗമായിട്ട് കളരി പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരില്ലേ, തൈക്കോണ്ട പഠിപ്പിക്കുന്ന മാഷന്മാരില്ലേ, അതൊരു ജീവിത മാർഗ്ഗമാണത്. ആ രീതിയിലൊക്കെ ആണെങ്കിൽ നല്ല ഹൈറായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ സംഭവം പെൺകുട്ടികളും പഠിക്കണം ചെറിയ പ്രായത്തിൽ. മറ്റേ പറയുന്നില്ല, ഇവിടെ അടുത്തൊരു കേസുകൾ പരിസരത്തുകൾ കണ്ടതാണ്. മറ്റേ പുരുഷന്മാരുടെ അടുത്തേക്ക് പഠിക്കാൻ പോയിട്ടുണ്ടാകുന്ന തൊടലും ഞാൻ തൊട്ടാലും നിൻ്റെ ഇവിടെ അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടതിൽ, ഞാൻ വിശദീകരിച്ച് കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങി പൂർത്തിയാക്കാത്തുണ്ട്. അതെന്താ? സ്ത്രീകൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇടപെടുന്ന കാലം പൂർത്തിയാക്കിയില്ലല്ലോ.
നിങ്ങളത് പോയി വിചാരിച്ചിട്ട് സമാധാനം അൽഹംദുലില്ലാ മൂപ്പര് മറന്നു വിചാരിച്ചിരിക്കേ. എന്ത് മറന്നാൽ അത് ഞാൻ മറക്കൂല. കാരണം അത്രമാത്രം വിഷയമാണത്. പെണ്ണുങ്ങളെ പണി എന്താണെന്നറിയോ? അത്യാവശ്യം പണി വേഗം തീർത്തിട്ട് റൂമിൽ പോയിട്ട്, പണ്ടൊക്കെ പെണ്ണുങ്ങൾ ചെയ്തിരുന്നത് റൂമിൽ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞേ, ഖുർആൻ തോണ്ടലായിരുന്നു പറഞ്ഞില്ലേ, ഇപ്പോൾ പണി ഇത് തോണ്ടലാണ്. എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞുതരാം. ടോട്ടലി പറയല്ല ഞാൻ, അതിൽ സ്പെസിഫിക് ആയിട്ട് പറയാം 1-2 കാര്യങ്ങൾ. പെണ്ണുങ്ങൾ നോക്കുന്നത് കുറേ ആൾക്കാരെ മെയിനായിട്ട് ഇവർ നോക്കുന്നത് സ്റ്റാറ്റസ് പാളി നോക്കികളാണ്. സ്റ്റാറ്റസ് നോക്കണം കുറേ ആൾക്കാർ. സ്റ്റാറ്റസ് ജസീറ ഭർത്താവിൻ്റെ കൂടെ ഊട്ടി പോയി, എന്നിട്ട് അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ട്, മറ്റേ ഫർസാൻ അവിടെ പോയി, മറ്റെവിടെ പോയി, ഇത് പറഞ്ഞിട്ട് അവരൊക്കെ നല്ല ഭർത്താക്കന്മാരാണ്, എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യമാർ അവിടെ കൊണ്ടുപോകും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊണ്ടുപോകരുതെന്നല്ല, കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഞാനല്ല, സീറൂഫിൽ അത് ഖുറാനിൽ പറഞ്ഞല്ലേ. യാത്ര പോകണം. നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയേ, യാത്ര പോകാത്ത മഹാന്മാരില്ല, ആരും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു യാത്ര പോയിട്ടില്ല. എന്താ കാരണം? മദീന വിട്ട് പോകാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഫർളായ ഹജ്ജിന് മാത്രമാണ് പോയത്, അല്ലാതെ മദീന വിട്ട് പോയിട്ടില്ല. എൻ്റെ ഹബീബിൻ്റെ മദീന വിട്ട് എനിക്ക് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോയിട്ടില്ല. അല്ലാതെ ഏത് ഇമാമിങ്ങൾ എടുത്ത് നോക്കി എല്ലാവരും യാത്ര പോയതാ. യാത്ര പോകണം, ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഒന്നിച്ച് യാത്ര പോകണം. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിച്ചിട്ട് അതിങ്ങനെ നോക്കി എന്നിട്ട് ഫോട്ടോ എടുക്കാൻ കാത്തുനിന്ന് അവിടെ പോകണ്ട. നല്ല നീ വല്ല പൂളിൽ ചാടി കുളിക്കുന്നത് തെറ്റല്ല, പക്ഷേ വേറെ ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു പൂളും കൊണ്ട് റെൻറ്റിനെടുത്തോളി. എന്നിട്ട് അവിടെ കാണൽ ഹലാലായ വാപ്പയമ്മയും കുട്ടികൾ മാത്രമാണെങ്കിൽ അവിടെ നിന്നോളി, എന്നിട്ട് പൂളിലൊക്കെ ഒന്ന് ചാടി കുളിക്കുക. അല്ലാതെ വേറെ ആണുങ്ങൾ ഈ നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് പറയുക, ഒരു ആണിൻ്റെ സെക്ഷൽ സ്റ്റിമുലേഷൻ ഓപ്പൺ ആവുന്നത് വിഷ്വൽ സ്റ്റിമുലേഷനിലൂടെയാണ്. അതുകൊണ്ട് ഈ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അതിനെ എതിർത്തിട്ട് കാര്യമില്ല, അത് സയൻസാണത്. കാരണം വിഷ്വൽ സ്റ്റിമുലേഷൻ ഒരു ആണിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹോർമോണൽ ആക്ടിവേഷൻ സംഭവിക്കുന്നുണ്ട് ബോഡിയിൽ. അത് ബോഡിയിൽ നടന്നു കഴിഞ്ഞാൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണോട് ആക്റ്റീവ് ആകുന്നുണ്ട്. അത് ആക്റ്റീവായി കഴിഞ്ഞാൽ ഈ പിടനെ നോക്കിയിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വേറെ വല്ല പ്രവർത്തനം ചെയ്യണം എന്നുള്ള തെറ്റായ ചിന്ത ഈ ആണിലുണ്ടാകും. അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന നല്ല യാത്രകൾ പോകണം. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക കൂട്ടത്തിൽ, ഈ യാത്രകൾ പോകുന്നവരൊക്കെ ഫുൾ ഹാപ്പി ആണെന്നും കൂടി വിചാരിക്കരുത്. ചില കുടുംബങ്ങൾ യാത്ര പോകുന്നത് തന്നെ തല്ല് തീർക്കാനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരാളല്ലേ, ആളെ പേരൊന്നും ഞാൻ പറയാതെ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പക്ഷേ കാണുന്നവരുണ്ടെങ്കിൽ ഭയങ്കര ലവായിട്ട് അവിടെയും ഇവിടെ യാത്ര പോയി ഇതായി ഷോപ്പിങ്ങിനൊക്കെ പോയി കാണുന്ന കുറേ കപ്പിൾസ് ഉണ്ട്. അതിൽപ്പെട്ട പലരും എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ സാധനങ്ങൾ കാണാറില്ല. ഇവരിങ്ങനെ ബാഗും ഇത് കാണാൻ പണി. എനിക്ക് ഇവിടെ വേറെ എന്തൊക്കെ പണിയുണ്ട്, ഒട്ടത്തരം നല്ല എന്തായാലും പറയാം. ഒരാൾ പറയാം, ഞങ്ങൾ മാളിൽ പോയപ്പോൾ എന്താ അവിടെ എത്തി. അതിപ്പോൾ എന്താ ഒരു 15 വീഡിയോ നമ്മൾ പാവപ്പെട്ടവൾ കാണുന്ന ആവശ്യം എന്താ? ഞങ്ങൾ പിന്നെ തോട്ടിൽ കുളിച്ചപ്പോൾ എന്താ തോട്ടിൽ ചാടിയ അത് വല്ല പോയിന്റ് ഉണ്ടെങ്കിൽ കാണണം. എങ്ങനെ തോട്ടിൽ ചാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയും, മാളിൽ പോകുമ്പോൾ പൈസ കാലിയാവാതെ നമ്മുടെ പർച്ചേസിൽ ശ്രദ്ധിക്കേണ്ട 8 പോയിന്റ് അതിൻ്റെ കാണണം. ഇവർ വെറുതെ ഇങ്ങനെ പോയത് ഓരിങ്ങനെ കടിച്ച് ഇങ്ങനെ തിന്നണത് ഇതിങ്ങനെ കണ്ടു തീർക്കല എൻ്റെ ഉളുപ്പിൽ അല്ല. ഞാൻ ഈ ചങ്ങായിമാരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകനും എന്ത് ചെയ്യണം, നിങ്ങൾ ബ്രോസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഓരോ ബ്രോസ്റ്റ് പാർസൽ കൊടുക്കണം. അല്ലാതെ എന്ത് മാന്യതയുള്ള ഓനത് ബ്രോസ്റ്റ് തിന്നു കഴിഞ്ഞിട്ട് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുക, അടുത്ത ബ്രോസ്റ്റ് തിന്നാൻ പോവാം. ഇത് രസമല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇവർ ഒരു കാര്യം കൂട്ടത്തിൽ പറയട്ടോ, ഈ ഭക്ഷണം കഴിച്ചതും അതൊന്നും സ്റ്റാറ്റസ് വെക്കരുത് ദയവായി. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ നല്ല കപ്സ് ഉണ്ടാക്കി, അതേപോലെ കേക്ക് ഉണ്ടാക്കി. ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളും പണി കേക്ക് ഉണ്ടാക്കല്ലേ. ഇപ്പോൾ കേക്ക് വന്ന് വിട്ടണമെന്ന് സംശയമുണ്ട്. വേറെ കുറേ സാധനങ്ങളാണ് ഇപ്പോൾ, വേറെ വെറൈറ്റികൾ ഉണ്ടാക്കുക. യൂട്യൂബ് ഉണ്ടാക്കുക എന്താണ് പണി. ഇത് സ്റ്റാറ്റസ് വെക്കരുത്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത് കാണുന്ന നിങ്ങളെ കുടുംബത്തിലെ യത്തീം മക്കളായ ഒരു കുടുംബം ഉണ്ടാവില്ലേ, ചിലപ്പോൾ അല്ല ഉണ്ടാവില്ലേ, അവർക്ക് അവരെ വാപ്പ ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബമായിരിക്കാം. അവർക്ക് ഈ ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള തൗഫീക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ സങ്കടപ്പെടൂലേ. എന്തിനാണ് ഈ ഭക്ഷണം കഴിച്ചൊക്കെ സ്റ്റാറ്റസ് വെക്കുക? ഒരാൾക്കൊരു ഉപകാരമുള്ള ഹൈറായ കാര്യമല്ലേ സ്റ്റാറ്റസ് വെക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എഴുതുക, എന്ത് ഈ പോസ്റ്റ് കാണുന്ന എന്നോട് പ്രതികരിക്കുന്ന എല്ലാവർക്കും ഇതേ ഭക്ഷണം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതൊരു നല്ല മാന്യമായൊരു മാതൃകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്റ്റാറ്റസിൽ കാണുന്നവരൊക്കെ ഫുൾ ഹാപ്പിയാണെന്ന് വിചാരിക്കരുത്. ഇപ്പം എൻ്റെ അടുത്ത് വന്നു, ഞാൻ പറഞ്ഞു സ്ഥിരമായി ഇങ്ങനെ വീഡിയോസ് വ്ളോഗ് ചെയ്യുന്ന ചില കപ്പിൾസ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു കാണിച്ചു തരും, ഇങ്ങനെ നോക്കൂ. അപ്പോൾ നോക്കുമ്പോൾ ഇത് നിങ്ങളെന്നല്ലേ എന്ന് വെച്ചു. അതെ, നിങ്ങൾ ഫുൾ ഹാപ്പിയാണല്ലോ, ഇവിടെ വന്നാൽ എന്തിനാന്ന് നോക്കൂ. അത് വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ, ഒറിജിനൽ ലൈഫിൽ ഹാപ്പി ഇല്ല പറയും. ഫുള്ള് പ്രശ്നമാണ്. തലാഖിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത വീഡിയോയിലും ഹാ ഡിയർ വൺസ് അഗൈൻ ഫണ്ടാന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്.
നമ്മൾ വിചാരിക്കും ഇവർ ഫുള്ള് എന്നിട്ട് അതിന് താഴെ കുറേ പെണ്ണുങ്ങൾ കമൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്, ഇതുപോലെയുള്ള ജീവിതമൊക്കെ ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത്. അല്ലാ പഠിച്ചോനെ, അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലാവും നിങ്ങൾക്ക്? നീട്ടി വീർപ്പാണത്. എൻ്റെ ജീവിതം കൊളായി അതിൻ്റെ അർത്ഥം. ആ ആൾക്കാരെ ഒറിജിനൽ അവസ്ഥ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. എൻ്റെ അടുത്ത് പലരും വന്നതുകൊണ്ട് ഹക്ക് പറയാൻ ഞാൻ. എൻ്റെ ഒരു കൂട്ടത്തിൽ ഒരു പറയും, സാറേ പുറത്ത് പറയരുതിട്ടോന്ന് പറയും. ഞാൻ പറയും നിങ്ങളെ പേര് പറയില്ല, സംഗതി ഞാൻ പറയുന്ന പറയും. പേര് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളെ പേര് പറയൂല, പക്ഷേ സംഗതി ഞാൻ പുറത്ത് പറയും. മറ്റുള്ളവർക്ക് പാടുണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല എന്ന് പറയും. അത് ആരാന്ന് ആർക്കും അറിയില്ലല്ലോ. അത്ര കഷ്ടമാണ് ഈ പറയുന്നത്. അതിൽ ചിലത് ഡൈവോഴ്സ് ആയ കേസുണ്ട് ഇപ്പോൾ. ചില വീഡിയോസ് പുതിയത് വരുന്നില്ല ചില ആൾക്കാരത്. അത് കണ്ടിട്ട് എല്ലാം റെഡിയാണെന്ന് വിചാരിക്കരുത്. എന്നിട്ട് അതേപോലെ എന്നിട്ട് ചില പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ ഇങ്ങനെയുള്ള നല്ലൊരു ഭർത്താവിനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവരവസ്ഥയാണ് ഈ പറയുന്നത്. ഒറിജിനൽ ലൈഫിൽ 5 പൈസക്ക് പറ്റൂല അങ്ങനെയുള്ള ചില ആൾക്കാരെ. ഇനി എൻ്റെ കാര്യം പറഞ്ഞുതരാം. ഭാര്യയോട് ഭർത്താവ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ. ആ വീഡിയോൻ്റെ താഴെ ചില പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യും, ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതി. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങളാരും എൻ്റെ ഭാര്യനെ വിളിച്ച് ചോദിക്കണോ എന്താ അവസ്ഥ? അപ്പോൾ ഓള് പറയാണ്, അതൊക്കെ വീഡിയോയിൽ കാണുന്നതൊക്കെ തന്നെ ഉള്ളൂ, വീട്ടിലൊക്കെ മഹാ കഷ്ടമാണ്. ഉലായിക്കൽ ഹോ എന്ന് ശബ്ദം ഉണ്ടാക്കലാരാ? അന്നാമല്ലേ? ഉലായിക്കൽ അന്നാമ്പല്ലും അതല്ല, അങ്ങനെയൊക്കെയാണ് വീട്ടിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ പോലും അതിന് ശരിയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഉറപ്പിക്കാൻ പറ്റൂല നമുക്ക്. ഇതിലൊക്കെ ഒരു ചിന്തയൊക്കെ നമുക്ക് വേണം. അപ്പം നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് തമാശയും കളിയും ചിരിയൊക്കെ ആയിരിക്കുന്ന സമയങ്ങൾ വേണം. പിന്നെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം യാത്ര പോയി കൂടണ്ട. ചില യാത്രകൾക്ക് ഉമ്മാനി ബാപ്പാനെയൊക്കെ കൊണ്ടുപോകാം. അത് അടുത്ത യാത്രക്ക് അടുത്തുള്ള സ്ഥലത്ത് പോയാൽ മതി. അവർക്ക് ദൂരെ പോകാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഒരു ബേപ്പൂർക്ക് ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ ഉദാഹരണം പറയാം, ഈ നാട്ടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാം. ഇനി വയനാട്ടിൽ നിന്ന് എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത് എനിക്കറിയില്ല, വയനാട്ടിൻ്റെ അപ്പുറത്ത് കെൻഡിൽ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഒരു ചെറിയ ചെറിയ യാത്രകൾക്ക് ബാപ്പാനും ഉമ്മാനൊക്കെ കൊണ്ടുപോകാം. അല്ലാത്ത യാത്രകൾക്ക് ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുപോകാം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാം. ചില ആണുങ്ങളുണ്ട്, അത് ഈ കുടുംബത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അവരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ മസനഗുടി വഴി ഖബർ വഴി മനുഷ്യറ വഴി സ്വർഗത്തേക്കൊരു യാത്ര ഉണ്ട്, കാത്ത് സൂക്ഷിച്ചോളി. മസനഗുടി വഴി ഊട്ടിക്ക് ഞാൻ പറയില്ല, അതല്ല. പിന്നെ ദുബായ് വഴി മദീനത്തേക്കൊരു യാത്ര ഉണ്ട്, അതാണ് അവിടെ നമ്മളെ ഡ്രീം. മസനഗുടി വഴി ഊട്ടി. ഇനി മസനഗുഡിക്ക് ഊട്ടിക്ക് പോണത് തെറ്റല്ല. എങ്ങനെ പോകണം? യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആ അർത്ഥത്തിൽ നിങ്ങൾ പോയി ആ യാത്ര ഇബാദത്താ. അങ്ങനെ പോകാനാണ് സിറൂഫിലി പറഞ്ഞത്. ഇങ്ങനെ അന്തം വിട്ടിട്ട് നിസ്കാരം കഥാക്കിയിട്ട് കുറേ യാത്രയും പോയിട്ട് എന്താ കൊണ്ട് കാര്യം? കല്യാണത്തിൻ്റെ ഇതിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരാളാണെങ്കിൽ ഉദാഹരണം പറയാം, ഇതൊരു കല്യാണത്തിൻ്റെ ഹോളാണ്, കല്യാണ സദസ്സാന്ന് കൂട്ടിക്കോ. ഈ കല്യാണ സദസ്സിൽ ഇവിടെ ഞാൻ കല്യാണം കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ കാണാൻ ഹലാലായവരും ഹറാമായവരും എല്ലാവരും ഉണ്ടാവും ഈ ആണുങ്ങൾ ഈ സദസ്സിൽ. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇതിങ്ങനെ ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് അതല്ല രസം. അത് എല്ലാവരും സ്വർഗത്ത് പോയിക്കൊള്ളുന്നില്ല. സ്വർഗത്തിൽ ഫുള്ളായ പിന്നെ എന്താ ചെയ്യുക, വേറെ വിഷയമല്ലേ. പറഞ്ഞ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തൊള്ള കാട്ടിയിട്ട് ഈ എൻ്റെ ഭാര്യ കാണൽ ഹലാലായവനും ഹറാമായവരും ഉണ്ടാവില്ലേ. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മുത്തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായിട്ട് പറഞ്ഞ കല്യാണം, ആ കല്യാണത്തിൻ്റെ അന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് മൊത്തം ഇങ്ങനെ വെള്ളം അങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ പെണ്ണ് നൂറ് സ്കരിച്ചിട്ടുണ്ടാവില്ല, അസർ സ്കരിച്ചിട്ടുണ്ടാവില്ല, മഗ്‌രിബ് സ്കരിച്ച് ഉണ്ടെങ്കിൽ ഇശാ സ്കരിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ്. കാരണം പെയിൻ്റൊക്കെ പോകണ്ടേ. പെയിൻറ്റ് മൊത്തം പുട്ടിയൊക്കെ അടിച്ച് ആദ്യം പുട്ടിപ്പണിക്കാരൻ ആദ്യം വരണോ, പുട്ടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ പെയിൻ്റ് അടിക്കാരൻ വരണോ, അത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ വരണം. ഇവിടെ കറുപ്പ്, ഇവിടെ ഐലാഷ്, പിന്നെ ഇവിടെ വേറെ പെയിൻറ്റ്, പിന്നെ ഇവിടെ വേറെ പെയിൻറ്റ്, ഇവിടെ ചോപ്പടിക്കണം. മെയിൻ പണിക്കാരൻ പിന്നെ വരിക, ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് പോക്കണമെങ്കിൽ ഇനി കഴുകാൻ വേണ്ടി വേറെ ടീമിന് വേറെ വിളിക്കേണ്ടി വരും, പെയിൻ്റൊക്കെ പോകണമെങ്കിൽ. എന്നിട്ടല്ല ഇപ്പോൾ നിസ്കാരം നടക്കുള്ളൂ. ഞാൻ അതിനെ വിമർശിക്കല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉസ്താദമാരൊക്കെ വന്നിട്ട് പടച്ചോനെ സ്വർഗം തരണേ അള്ളാന്ന് പറയുമ്പോൾ ആമീൻ പറയരുത്. അതിനുള്ളൊരു ഉൾപ്പില്ല, ഒരു മാന്യത വേണ്ടേ. ഞാൻ ഇങ്ങനെയൊക്കെ നടന്നത് ഇത് കിട്ടൂല എന്നുള്ളൊരു തിരിച്ചറിവ് വേണ്ടേ. എന്നിട്ട് ഉൾപ്പില്ലാതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഉൾപ്പില്ലാതെ ആമീനും പറയാം അവിടെ നിന്നിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട സഹോദരിമാരെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് പോയിൻ്റ് എന്താണെന്ന് അറിയോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ കല്യാണം നടന്ന് 100 അസുറൊക്കെ കഥാക്കിയിട്ട് കണ്ട ആണുങ്ങൾ മുഴുവനും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ പറയാണ് അതിലുണ്ടാകുന്ന കുട്ടികൾ സ്വാലീങ്ങളാവണം, നടക്കൂല. അതിലുണ്ടാകുന്ന അള്ള വിചാരിച്ചൊക്കെ നടക്കുക, വേറെ കാര്യം. ഇത് ആലമുൽ അസ്ബാബ. ഉസ്താമാർക്കറിയാം എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇത് വിശദീകരിക്കുന്നില്ല. കാരണങ്ങളുടെ ഒരു ആലമാണിത്, ആലമുൽ അസ്ബാബ ഇത്.
അതിനിവിടെ ഒരു റീസൺ വേണം. അള്ളാഹുക്ക് റീസൺ വേണ്ട ആവശ്യമില്ല. പക്ഷേ ആലുൽ അസ്ബാബാണിത്. ഒരു കാരണം വേണ്ടേ? നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ എന്നിട്ട് 501 രൂപ നേർച്ചേക്കാം മോൻ്റെ സ്വഭാവം നന്നാവാൻ. മോൻ്റെ എന്താ MDMA അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണിൻ്റെ കല്യാണത്തിൻ്റെ ഒന്ന് കണ്ടാണെങ്കിൽ മുമ്പിൽ മുഴുവൻ നിന്ന് എന്നിട്ട് അന്ന് 100 അസർ കലാക്കിയുടെ കല്യാണം നടത്തി വന്നതാ. എന്നിട്ട് അതിലുണ്ടാകുന്ന കുട്ടി 15 വയസ്സാകുമ്പോൾ MDMA അടിക്കാതിരുന്നാലല്ലേ കൗൺസിലിംഗ് കൊണ്ടുവരേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് ചില്ലറ കാര്യമല്ല. ഇത് 15 വയസ്സുള്ള കുട്ടികളാണ് ഇപ്പോൾ MDMAക്ക് കൊണ്ടുവരുന്നത്, MDMAൻ്റെ വിഷയത്തിൽ കൊണ്ടുവരുന്നത്. ഒറ്റ വാക്ക് ഞാൻ പറയാം വിഷയത്തിൽ, ഞാൻ അവസാനിപ്പിക്കാൻ പോകണം. ഒറ്റ വാക്ക് MDMA കുറിച്ച് വാക്ക്. എനിക്ക് 2 കാര്യം 2 പോയിന്റ് പറയാനുണ്ട്. ചെറിയ പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്തും ഇൻഷാ അല്ലാഹ്. MDMAയുടെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ള കുട്ടികൾ ശ്രദ്ധിക്കണം, അവിടെ പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കണം. പണ്ടത്തെ കാലത്ത് MDMA എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം വന്നിരുന്നത് മയക്കുമരുന്ന് എന്ന പേരിലായിരുന്നു. ഇപ്പം മയക്കുമരുന്ന് എന്ന പേരിലല്ല വരുന്നത്. അതാ രസോ. എപ്പോഴും പല വേദിയിൽ ഞാൻ പറഞ്ഞ ഒരു അനുഭവം പറയാം. ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നു, 14 വയസ്സുള്ള ചങ്ങാതി. ആ 14 വയസ്സുള്ള ചങ്ങാതി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓട്ട മത്സരത്തിൽ നല്ല ഉഷാറ് കിട്ടാൻ വേണ്ടി അവൻ്റെ ഒരു സുഹൃത്ത് ഒരു സാധനം കൊടുത്തു, ഇത് കഴിച്ചിട്ട് ഓടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെത്തു വല്ല ഗ്ലൂക്കോസ് പൊടിയോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് കഴിച്ചിട്ട് ഓടി. അപ്പോൾ സംഭവം എന്താ, ഇത് MDMA സാധനം കൊടുത്തത് ഇവൻ. അതാ കൊടുത്ത് ചങ്ങായിക്കും അറിയില്ല MDMA വേണമെന്നുള്ളത്. ബാക്കിൽ നിന്ന് വേറെ ആൾ ഇവനെ പറ്റിച്ചതാ. എന്നിട്ട് ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചു വെച്ച് പിന്നെ വേണം അവന് ഈ സാധനം വേണം. അപ്പോഴും മനസ്സിലാക്കിയതാണ് അത് MDMA ആണെന്നുള്ളത്. 13 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളുടെ കയ്യിൽ MDMA നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിളാണ്. ഇതൊക്കെ ഒന്ന് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഈ സാധനമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മക്കളും പാപ്പയും ഉമ്മയും ഒന്നിച്ചിരിക്കുന്ന സമയം വേണ്ടേ? അതില്ല. ഉമ്മ ഒരു ഭാഗത്ത് തോണ്ടുക, പാപ്പ വേറെ ഭാഗത്ത് തോണ്ടുക, എല്ലാവരും തോന്നും. എൻ്റെ മോനെന്ത് ചെയ്ത് വല്യമ്മാൻ്റെ ഫോണെടുത്ത് ഓനും തോണ്ടാൻ തുടങ്ങി. ഓനും തോണ്ടണ്ടേ? പാരമ്പര്യം കാത്ത് സൂക്ഷിക്കണ്ടേ? വേണ്ടേ? തോണ്ടൽ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കണ്ടേ? അപ്പോൾ ഓനും ഒരു മൊബൈൽ എടുത്ത് ഓൻ തോണ്ടാൻ തുടങ്ങി. ഓൻ ഉറ്റമോട്ട് കാര്യമുണ്ടോ? ഞങ്ങളുടെ മഹത്തായ തോണ്ടൽ മാതൃക നിലനിർത്തുന്ന മകന് സ്നേഹാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോസ്റ്റ് വാങ്ങിക്കൊടുത്താളി. ഞാൻ വേദന കൊണ്ട് പറയാൻ എൻ്റെ സുഹൃത്തുക്കളെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഇത് പറയാവുന്ന രീതിയിലാണ് മക്കൾ ജനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് ഫിത്തുറത്തായിട്ടാണ്. നഫ്സുൽ ഫിത്തുറ എന്ന് അതിനെ പറയാ. ഒന്നാമത്തെ ഘട്ടതാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്തുറ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. ഹദീസാണത്. നമ്മുടെ കുട്ടിയില്ലേ, ആ കുട്ടി വിലായത്തിൻ്റെ അഹ്ലുകാരനാവാൻ മാത്രം കപ്പാസിറ്റിയിലാണ് ജനിച്ചു വന്നത്. വിലായത്ത് പോട്ടെ, ഒരു മര്യാദയ്ക്ക് ഒരു ഹിദായത്തെങ്കിലും നിലനിൽക്കുന്ന ഒരു അവസ്ഥ ആ കുട്ടിയിലില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. അവർ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? ആ മക്കൾ അതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പ്രത്യേകിച്ച് ഒരു 8-9 വയസ്സ് കഴിയുമ്പോൾ ടൈം ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു ടൈമുണ്ട്. അത് 10 വയസ്സ് മുതലൊക്കെ ആരംഭിക്കും. ആ 10 വയസ്സ് മുതൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിൽ ഞാൻ ഏതെങ്കിലും ഒരാളുടെ ഫാൻ ആവണം എന്നുള്ള ചിന്ത വരും. നമ്മളൊരു ഫാൻ ആക്കി കൊടുത്തിട്ടില്ല. ഈ ഫാനല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? ഒരു ഫാൻ വേണമെന്നുള്ള, ഫോളോ ചെയ്യാൻ ഒരാൾ വേണമെന്നുള്ള ചിന്ത ഈ 10 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയിൽ വരും. ആ സമയത്ത് നമ്മളാരെ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവനെ തെരുവിൽ ഇങ്ങനെ ഒരു ചങ്ങായി ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, ലയണൽ മെസ്സി. അപ്പോൾ ഓൻ ആ ചങ്ങാതിനെ ഫാനാക്കി സ്വീകരിക്കും. കൽബ് കൊണ്ട് മഹബത്ത് വെക്കുന്നൊരവസ്ഥയിലെത്തും. പിന്നെ മഹബത്തുൽ മെസ്സിയാണ് ഇത്. പിന്നെ മഹബത്തുൽ റൊണാൾഡോ, അതൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടീനോട് പറഞ്ഞിട്ട് കാര്യം, ഓനെ മുടി മാറും, ഓൻ്റെ ഇവിടെ പച്ച കുത്തും, പലതും കുത്തും തന്നെ ഇവിടെയൊക്കെ. ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്ത്? മഹബത്തുൻ നബി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. അത് ഫത്തുൽ മീനിലൊക്കെ എടുത്തു നോക്കിയാൽ ആദ്യം കാണും, നിങ്ങൾ ഇത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അല്ലിമോ അല്ലാതൊക്കെ മഹബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ട കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താണെന്നാണ്. അത് പഠിപ്പിക്കാതെ പിന്നെ എന്താ? ഞാൻ പറഞ്ഞതെന്ന് കുറച്ച് സമയം അതിന് വേണ്ടി ചിലവഴിക്കും വീട്ടിൽ. അള്ളാഹിൻ്റെ ഹബീബിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. എന്നിട്ട് ഈ കുട്ടിൻ്റെ ഉള്ളിൽ ഞാൻ മാതൃകയാക്കേണ്ടത് മുത്തുനബിയാണ്. എന്നിട്ട് ലാസ്റ്റ് ഈ കുട്ടി പറയണം, ഐ ആം ദ പ്രൗഡ് മാൻ ഓഫ് ദ മെസഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നീ കുട്ടി പറയുന്നൊരവസ്ഥ വരണം. ആ കുട്ടി വഴിതെറ്റൂല. പെൺകുട്ടികളും അങ്ങനെ തന്നെ. പെൺകുട്ടികളൊക്കെ ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെ പല ഈ കൊറിയൻ സീരീസ് അതൊക്കെ കണ്ടിട്ട് സ്ലിം ബോഡി, ഇവിടെ ലിപ്സ്റ്റിക് ഇടലേ, മൊത്തം ഡെക്കറേഷനാ പരിപാടി. സാധുക്കൾക്ക് അറിയുന്നില്ലത് എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തും. വല്ല വിഷയവും മനസ്സിലാവുണ്ടോ പറഞ്ഞിട്ട്? ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? നടക്കുമോ? വല്ലതും നടക്കുമോ? അതല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ലാസ്സായിരുന്നു, പല പല നല്ല കാര്യങ്ങളും പറഞ്ഞില്ലേ മൂപ്പര് എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എന്ത് മൂപ്പര് പറഞ്ഞിരുന്നു ഓർമ്മ ഉണ്ടാവില്ല. അതിന് ഞാൻ പറഞ്ഞ ഇസ്മായിൽ വീസൻ്റെ ഈ ചാനലിൽ ഈ പരിപാടിയില്ല, ഈ ചാനലുണ്ടാവില്ലേ? ചാനലുണ്ട്. നിങ്ങളെ കുടുംബക്കാരൻ തന്നെയാണ്. എത്ര 7 ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സ്. എത്ര 7 ലക്ഷം? 7.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്തെങ്കിലും അല്ല, കാട്ടിക്കൂട്ടലല്ല, അതാണ് മൂപ്പരോടുള്ള നമുക്ക് ഇഷ്ടം. മൂപ്പര് എന്തെങ്കിലും അല്ല, നല്ല നല്ല പരിപാടികൾ അതൊക്കെ മൂപ്പര് ചെയ്യാം. നല്ലൊരു വലിയ സേവനമാണത്. അത് ചെയ്യുന്ന ഒരു വലിയ ചാനൽ, അത് നിങ്ങളുടെ കുടുംബക്കാരനായ ആളാണ്. അപ്പോൾ അതിൽ ഈ സംസാരം ഉണ്ടാവും.
അപ്പോൾ എന്തെങ്കിലും മുപ്പരാ പറഞ്ഞ പോയിന്റ് കിട്ടണം തോന്നുന്നു അത് എടുക്കുക. എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ കേട്ട് എനിക്കെന്താ കിട്ടുക? ഹൈർ നടന്നാൽ അതിൻ്റെ ഫലവും അജറും മിസ്ലും അതുണ്ടാവും. അതല്ല, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ. എനിക്കെന്തോ കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഈ ഓട്ടുപാറ കുടുംബത്തിലെ കുട്ടികൾ എന്താ പറയുക, മയക്കുമരുന്നിന് അടിമപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളെ ആ വിഷയം ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തും. അവസാനത്തെ പോയിന്റ് അതെന്താ വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട വിഷയം അത്. അതും ഇന്ന് ഏറ്റവും കൂടുതൽ കൺസൾട്ടിങ്ങിന് വരുന്നതാണ്. അതെന്താണെന്ന് പറയുക ശരിക്കും മനസ്സിലാക്കളൂ. ഉമ്മമാരും അപ്പമാരും ക്ഷീണിച്ചോ? ഒന്ന് എഴുന്നേറ്റിരിക്കും, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേക്ക്. ഞാൻ 5 മിനിറ്റോടെ നിർത്തും, എന്നാലും ഒന്ന് എഴുന്നേക്ക്. ചെറിയൊരു ആക്ടിവിറ്റി കേട്ടോ. ഞാൻ റെഡി 1 2 3 എന്ന് പറയും. 3 എന്ന് പറയുമ്പോൾ നേരെ ബാക്കിൽ തിരിഞ്ഞ ആൾക്ക് കൈ കൊടുക്കണം. നേരെ ബാക്കോട്ട് തിരിഞ്ഞ ആൾക്ക് കൈ കൊടുക്കണം കേട്ടോ. റെഡി 1 2 3. ആ ഇങ്ങോട്ട് ഇരിക്കുക. മതി എത്ര മതി. ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, ഇതൊരു തമാശാക്കിയതാ. അയാൾ ബാക്കോട്ട് പോയി തിരിഞ്ഞില്ലേ? ആ ഏറ്റവും ബാക്കിലുള്ള ആൾക്ക് മാനം കിട്ടിയിട്ടുണ്ട്. കാരണം അതിനിപ്പുറം ആടെ വാക്കില്ല എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കെ കിട്ടിയോ? ഇനി കിട്ടിയെങ്കിൽ അന്തം വിട്ടെങ്കിൽ നിൽക്കുന്ന ആളുണ്ടോ? അയാളെ കിട്ടിയല്ല, അയാളിങ്ങനെ തിരിഞ്ഞിട്ട് അതൊരു തമാശ. ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടികളുടെ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഉപയോഗം. ആൺകുട്ടികളുടേതും പറയാനുണ്ട്. അതായത് ശരി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയോ. കാരണം ഈ വിഷയത്തിൽ എത്ര കേസാണ് എൻ്റെ അടുത്ത് മാത്രം വരുന്നത്. അത് എൻ്റെ അടുത്ത് മാത്രമല്ല, എല്ലാ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും വരുന്നുണ്ട്. അത്രമാത്രം കേസുകളാണ്. എന്താണ് പ്രണയം എന്ന് പറയുന്നൊരു കേസ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നൊരു കാലമാണ്. ഈ പ്രണയം ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന പ്രണയങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. പ്രണയം നല്ലതാണ്, വളരെ നല്ല പ്രണയമല്ലേ. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല പ്രണയം വേണം. ഞാൻ പ്രണയം വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ലേ? പ്രണയം നല്ലതല്ലേ? പ്രണയം വേണ്ടേ? പ്രണയം ഇല്ലാത്തൊരു മനുഷ്യൻ്റെ ഹൃദയത്തിനെ പറ്റിയ വരണ്ട ഹൃദയമായിരിക്കും. പ്രണയം വേണം. കല്യാണം കഴിഞ്ഞാണ് ഭാര്യനെ പ്രണയിച്ചാൽ മതി. ഓ പിന്നെ കണ്ടാലും മതി. അതിനൊക്കെ ഒരു സമാധാനം കിട്ടാനാണ് പ്രണയിക്കണം. എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ. കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യാം. ഇപ്പം നാളെ ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നു. എനിക്ക് ആ പെണ്ണിനോട് ഭയങ്കര ബഹുമാനം തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് നല്ല പെണ്ണ്, ദീനിയായൊരു പെണ്ണ്. കൽബ് നടക്കാനോ നമുക്കറിയില്ല, എന്നാലും മൊത്തത്തിൽ മനസ്സിലായിടത്തോളം ദീനിയായൊരു പെണ്ണ്. ഈ പെണ്ണിൻ്റെ ഭർത്താവ് മര്യാദയ്ക്ക് നിസ്കരിക്കൂല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ പെണ്ണിൻ്റെ ഭർത്താവ് പല പെണ്ണുങ്ങളായിട്ടും ചാറ്റിങ്ങാണ്. പല പെണ്ണുങ്ങളായിട്ടും നല്ല അഭേദ്യമായ ബന്ധം പലതും ഉണ്ട്. അതിൽ എന്നെ ആ പെണ്ണിനോട് ബഹുമാനം തോന്നിയ ഘടകം എന്താണെന്ന് അറിയാം. ആ പെണ്ണ് ഇന്ന് വരെ ഭർത്താവിൻ്റെ കുടുംബത്തിലോ പെണ്ണിൻ്റെ കുടുംബത്തിലോ വിഷയം പറഞ്ഞിട്ടില്ല. എന്താ കാരണം? എൻ്റെ ഭർത്താവിൻ്റെ ഇമേജ് മോശമായി പോകുന്നു. എൻ്റെ കുട്ടികളെ വാപ്പല്ലേ, എൻ്റെ ഭർത്താവല്ലേ, മൂപ്പര ഇമേജ് മോശമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടിനോട് വിഷയം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ പെണ്ണ് എന്ത് ചെയ്ത് ബലമായി പിടിച്ച് കൺസൾട്ടിങ്ങിന് കൊണ്ടുവന്നു. അല്ലാഹു തആല സലാമത്താക്കി കൊടുക്കട്ടെ. അങ്ങനെ കുറേ കേസ് വരാറുണ്ട്. പല പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. ഭർത്താവിൻ്റെ ഇമേജ്, ആ ഭർത്താവിനല്ല, പിന്നെയും അത് മാറാൻ പോകുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അതേപോലെ പെണ്ണുങ്ങളുണ്ട്. അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പുതിയ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ പണ്ട് നമ്മൾ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അത് രണ്ടാമത് വരുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പം എന്തായാലും ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഏത് ചില ആൾക്കാർ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണെന്ന്. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല പെണ്ണുങ്ങളെ. നിങ്ങൾ സമ്മതിക്കണ്ടല്ലേ? ആന്നെ സമ്മതിക്കണ്ടല്ലേ ചോദിച്ചപ്പോൾ അത് സമ്മതിച്ച് പാവങ്ങൾ അതുണ്ടാവും. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയില്ലല്ലോ, ബുദ്ധി ഇല്ലാത്തൊരു കാലല്ലേ. അതിങ്ങനെ വെറുതെ അവരിങ്ങനെ ഒരു ഇതൊക്കെ ചിഹ്നമൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു പരിപാടി അത്. അപ്പോൾ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അയാൾ ഈ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ ഇയാളിങ്ങനെ തിരയും. ആ പണ്ടത്തെ മറ്റേ ആളോട് ഞാൻ ഇങ്ങനെ തിരഞ്ഞറിഞ്ഞ്. അപ്പോൾ ഒരു ദിവസം രാത്രി 11:45 മെസ്സേജ്, അറിയുമോ? അയാൾ നോക്കുമ്പോൾ ആ അന്നത്തെ പേരൊന്നും കാണുന്നില്ല, ഫോട്ടോ ഇല്ല. എന്നാലും പേരിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ആയിരിക്കും വിചാരിച്ചു. അപ്പോൾ ഇന്ന ആളല്ലേ. ഞാൻ വിചാരിച്ചു നീയൊക്കെ എന്നെ മറന്നുപോയി കാണുമെന്ന്. എന്നെ എങ്ങനെ മറക്കാനാ? അങ്ങനെ തുടങ്ങല്ലേ. മൊഹബത്തിൻ്റെ ആ ലഡു പൊട്ടും. പിന്നെ ലഡു പൊട്ടിയിട്ട് പിന്നെ ഇപ്പോഴായിട്ട് ചാറ്റിങ്. ഭർത്താവിന് പ്രത്യേകമായിട്ട് ഒരു സന്തോഷമൊക്കെ കാണാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള ഏത് ചെറിയ മാറ്റം കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവ് അള്ളാഹു ഭാര്യമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു തആല വലുതാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോഴേ തട്ടിപ്പ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഭാര്യ ഇത് കാണൂല, ഇയാൾ ഇങ്ങനെ കളിച്ചു പോകും.
പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തോ ഒരു കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട്. എത്ര ഗുരുത്തം കെട്ട കളി ആണുങ്ങൾ കളിച്ചാൽ നിങ്ങളത് കണ്ടുപിടിക്കുന്നുണ്ട്. അള്ളാഹു ആ കഴിവ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചു. അതാണ് ഒന്ന് കൂടെ പഠിച്ചത്. എന്നിട്ട് പ്രണയമായി ചാറ്റിങ്ങായി കാണാൻ ഈ ചങ്ങായിക്കൊന്ന് ആലോചിച്ചൂടെ, ഇവൻ്റെ 35 വയസ്സ് ആ പെണ്ണിനുണ്ടാവില്ലേ? അതൊന്നും അതുപോലെ പണ്ടത്തെ ആളെ ആലോചിച്ചിട്ടായി പോകുന്നത്. ആ പണ്ടത്തെ ആളുടെ അതിനേക്കാളും പ്രായമുള്ള കുട്ടി പെണ്ണിനിപ്പോൾ ഉണ്ടാവും. എന്നിട്ട് കാണാൻ പോകുന്നത്. അതേപോലെ വേറെ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ബന്ധങ്ങൾ വഷളായിപ്പോയ മരുക്കളോ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് വിഷയത്തിൽ പറയുന്നില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാം മാത്രം പെട്ടെന്ന് നിർത്തട്ടെ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഈ പെൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികളൊക്കെ അറിഞ്ഞ പാവങ്ങൾ, അവർ നിഷ്കളങ്കരാണ്. തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇൻസ്റ്റഗ്രാം എടുക്കുന്നത്. ഇൻസ്റ്റഗ്രാം തെറ്റാണെന്നല്ല ഞാനീ പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഹൈറായ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മദീനയിൽ നിന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മദീനത്തെ ലൈവ്, അല്ലെങ്കിൽ മദീനത്ത് നിന്നുള്ള എന്തായാലും പേര് റീൽസ് കാണാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണെന്ന് അങ്ങനെ പറയുന്നത്, അത് തെറ്റല്ല. അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ഒരു മാദീൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടാവും. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇൻസ്റ്റഗ്രാം മൊത്തത്തിൽ തെറ്റാണെന്നല്ല പറയുന്നത്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിന് അറിയാതെ വന്നു കഴിഞ്ഞാലുള്ള അബദ്ധമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു 13-14 വയസ്സാകുമ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കും. അത് ഇവർക്ക് അറിയൊന്നുമില്ല. ഏതോ ഒരാൾ പറഞ്ഞു കൊടുത്തു, എടി ഇങ്ങനെ സംഭവം ഉണ്ട്, അത് ഇങ്ങനെ ആക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ആക്കൂ. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ പേരൊക്കെ വെച്ച് ഫാത്തിമ ലുബാബ എന്ന പേരൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു ചങ്ങായി ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് കാണാമെന്നൊക്കെ ഓരോരുത്തർ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാറ്റ് ചെയ്യും, ഹായ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര എടി ഒരു ഷെറിൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ആവും. അപ്പോൾ കൂട്ടുകാരോട് ചിന്ത കാട്ടേണ്ടി, ഹായ് തിരിച്ചു പഠിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഒരു 3-4 ആൾ പിന്നോട് അങ്ങനെ ഹായ് അടിക്കാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ആ ബന്ധം ഹായ് ഇങ്ങനെ മൂത്ത് പിന്നെ ഫോൺ നമ്പറായി, ചാറ്റിങ്ങായി. പിന്നെന്തായെന്ന് അറിയാം, ഇത് വാപ്പയും ഇത് എന്നാ അറിയാമെന്നറിയോ? ഒന്നുകിൽ കല്യാണം അന്വേഷിക്കുമ്പോൾ എത്ര പുതിയാപ്പിള്ളേർ വന്നാലും ഈ പെൺകുട്ടിക്ക് പറ്റൂല. അപ്പോൾ എന്താ ഇവിടെ പറ്റില്ല എന്ന് പറയും. ലാസ്റ്റല്ലേ കാരണം മനസ്സിലാകുന്നത്, മറ്റോന് പ്രായമായിട്ടില്ല, ഓന് വേണ്ടി കാത്തിരിക്കുക. ഏത് ഇൻസ്റ്റഗ്രാമിൽ ഓൻ്റെ സംസ്കാരം എന്താണ്, ഓൻ കള്ളുടിയനാണോ, ഓൻ പെണ്ണുടിയനാണോ, ഓൻ മയക്കുമരുന്നിൻ്റെ ഒന്നും അറിയില്ല, ഓൻ ദീനുണ്ടോ അതും അറിയില്ല. ഇൻസ്റ്റഗ്രാമെന്ന് പരിചയപ്പെട്ടു, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഓന് വേണമെന്ന് വാശി പിടിക്കുക. എത്ര കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ട്. എനിക്കറിയുന്നൊരു കുടുംബമുണ്ട്, വാപ്പ സ്ട്രോക്കായി പോയി, മോള് വാപ്പ ദീനിയായി പള്ളി കമ്മിറ്റീൻ്റെ ഒക്കെ പ്രധാന നേതാവ് ആ നാട്ടിലെ മഹലിൻ്റെ, അയാളുടെ മോൾ ഇങ്ങനെ വേറെ ഒന്നിനും പറ്റാത്തൊരു ചങ്ങായി, ഒരു മയക്കുമരുന്നൊക്കെ അടിച്ച് നടക്കുന്ന ഒരു ചങ്ങായിനെ കല്യാണം കേൾക്കുന്നത് വാശി പിടിച്ചപ്പോൾ ഈ ബാപ്പ അവസാനം തലകറങ്ങി വീണു. അയാൾ സ്ട്രോക്കായി, പാർഷ്യലി പാരലൈസ്ഡായി. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ബോധം വന്നത്, പഠിച്ചവനെ എനിക്ക് കല്യാണം തന്നെ വേണം, എൻ്റെ ഉപ്പാനെ നോക്കാൻ വേണ്ടി ഞാൻ ബാക്കി ജീവിതം മുഴുവനും മാറ്റി വെക്കുകയാണെന്ന്. ആ പെൺകുട്ടി ഇപ്പോൾ വാപ്പാനെ നോക്കിയിരിക്കുക. അവിടെ കല്യാണം നോക്കുന്നുണ്ട്, പക്ഷേ ആ പെൺകുട്ടി ഇപ്പോഴും പറയും എനിക്ക് വാപ്പാനെ നോക്കിയാൽ മതി, എൻ്റെ വാപ്പാൻ്റെ ഗുരുത്തക്കേടാണല്ലോ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ബാപ്പ ബോധം കിട്ടി വീഴേണ്ടി വന്നു ആ പെൺകുട്ടിക്ക് ബോധം വരാൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യണം നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തിനാണ് ഇൻസ്റ്റഗ്രാം? ഞാൻ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് കാരണം എന്താണെന്നറിയോ, എപ്പോഴാണ് അപകടം പറ്റുക നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു മാതാപിതാക്കൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പറയാൻ, സാറേ അത് കുഴപ്പമൊന്നുമില്ല സാറേ, അങ്ങനെ വലിയ വിഷയമൊന്നും ആക്കേണ്ടതില്ല, ഉപയോഗിച്ചോട്ടെ, ആയിക്കോട്ടെ കുഴപ്പമില്ലല്ലോ, ആരപ്പോൾ നിർബന്ധിച്ചിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞേ. പക്ഷേ നാളെ മറ്റന്നാൾ പ്രണയമാണെന്ന് പറഞ്ഞിട്ട് വരാൻ പാടില്ല, അവിടെ വിഷയം. നാളെ മറ്റന്നാൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊന്നും കുഴപ്പമില്ല, അതൊക്കെ പുതിയ കാലത്തുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ അല്ലേ, കുറച്ചൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടാവും നിങ്ങൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, എത്ര സുന്ദരമായ വിശാലമായ നിലപാടല്ല അത്. ജ്ഞാനാത്വത്തിൽ ഏകത്വമല്ലേ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഹറാമാണോ അത്? അല്ല. പക്ഷേ വിഷയം എന്താണെന്നറിയോ, നാളെ ഈ കാമുകനുണ്ടല്ലോ ചാറ്റ് ചെയ്യുന്നേ, ഓൻ്റെ കൂടെ അവൾ കറങ്ങാൻ പോയാലും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. ഓൻ്റെ കൂടെ കറങ്ങുന്നതിനിടയിൽ റൂം എടുത്താലും കുറ്റം പറയാൻ പാടില്ല. റൂം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലും കുറ്റം പറയാൻ പാടില്ല. സമ്മാനമായി ട്രോഫി കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരു വിശാല മനസ്കത കാണിക്കണം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞത്? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബം, എൻ്റെ കുടുംബത്തിൽ ഒറ്റ കുട്ടി സാധനം ഉപയോഗിക്കൂല. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ല, എൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ട്, അത് ഞാൻ എൻ്റെ സമ്മതത്തോടെ വേറൊരാൾ ഉപയോഗിക്കുന്നതാണ്. ചില ഇങ്ങനെ ക്ലിപ്സൊക്കെ വിടാൻ വേണ്ടിയിട്ട്, നമ്മുടെ സംസാരത്തിൻ്റെ ക്ലിപ്സ് വിടാൻ വേണ്ടി എൻ്റെ സമ്മതത്തോടെ വേറൊരാൾ ചെയ്യുന്നതാണ്. എൻ്റെ മോൻ നോക്കിയാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഞാൻ എടുക്കാറില്ല. സമയമില്ല മക്കളെ, സമയമില്ല. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അതെന്നെ 3-4 മാസം കൂടുമ്പോൾ ഒരു പോസ്റ്റ് ചെയ്താൽ അതിന് എന്തെങ്കിലും ഒരു ഹൈറായ കാര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യും. ആ നൗഫലൊക്കെ ഉണ്ടായില്ല, ഓനെ കാര്യം ഇങ്ങനെ പാളി വെക്കണം കാണാൻ. അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബ് ഉണ്ട്, അതും ഓഫീസിൽ നിന്ന് കൈകാര്യം ചെയ്യുക. 2 ഒന്ന് വേറെ ഒരു മധുവുമായി ബന്ധപ്പെട്ട വേറൊരു ചാനലുണ്ട്, അത് വേറെ ടീമാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സൈക്കോളജി മാത്രമുള്ള ചാനലുണ്ട്, 100 വീഡിയോസ്, അത് വേറെ ടീമായി കൈകാര്യം ചെയ്യുന്നത്. ഒന്നും ഞാൻ അറിയില്ല. ഞാനത് റെക്കോർഡിങ്ങിൻ്റെ അന്ന് ഞാൻ തന്നെ പോകണ്ടേ, ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെ വേണ്ടേ. ഈ ഇസ്മായിൽ വീസിക്ക് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഇതിപ്പോൾ ഈ സംസാരം ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യും, അതിൻ്റെ ഇത് നമുക്ക് അയച്ചു തരുമല്ലേ.
അതെന്തിനാ ഇവിടെ സംസാരിച്ച് ഈ ഓട്ടുപാറ കുടുംബം കാരണമാണ് ഈ സംസാരം ഉണ്ടായതെങ്കിലും ഇതിൽ പറയുന്ന വിഷയങ്ങൾ പല കുടുംബങ്ങളിൽ നടക്കുന്നതിനല്ലേ. അപ്പോൾ അവർക്കൊക്കെ എത്തിക്കണം. 10,000ങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ സംസാരം എത്തും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലങ്ങൾ ഈ ഓട്ടുപാറക്കാർക്കൊക്കെ ഉണ്ടാവും. അത് ഇസ്മായിൽ വീസി കാരണക്കാരനാവും. ഇങ്ങനെ ഓരോ സഹായങ്ങൾ നമുക്ക് ഓരോരുത്തർ ചെയ്തു തരാറുണ്ട്. പിന്നെ നമ്മളെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ഓഫുള്ള ചാനലാണ്. കാരണം ഞാൻ പണ്ഡിതന്മാരോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു നോക്കി, അതിൻ്റെ പൈസ എടുക്കാൻ പറ്റുമോ, യൂട്യൂബിൻ്റെ പൈസ ഹലാലാണോ? എന്നോട് പണ്ഡിതന്മാർ ആധികാരികമായിട്ട് എല്ലാം വിശദീകരിച്ചു. അവർ പറഞ്ഞു ഹലാലല്ല എന്നാണ്. ഒരു പൈസ ഒന്നും വരെ എടുത്തില്ല. അപ്പോൾ അത് പൈസയ്ക്ക് വേണ്ടിയുള്ള ചാനലല്ല. രണ്ടും അങ്ങനെയല്ല. മറ്റേ ചാനൽ തുടങ്ങി 8 കൊല്ലമായി. അതിലുണ്ട് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത് നമ്മളൊരു ബിസിനസ്സോ കാര്യങ്ങളോ അല്ല ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല. പിന്നെ അതേ സമയം ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം, പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇൻസ്റ്റഗ്രാം ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും, ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടി വരും, യൂട്യൂബ് ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗം, ഹലാലായ ബിസിനസ് അതിന് വേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയ അടച്ചാക്ഷേപിക്കല്ല ഞാൻ ചെയ്യുന്നത്. ചെറിയ കുട്ടികളില്ലേ കല്യാണം, അവർക്ക് വേണ്ട, കല്യാണം കഴിക്കാത്ത കുട്ടി അവർക്ക് വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഭർത്താവായിട്ട് തീരുമാനിച്ചോട്ടെ. ഇനി വേറെ കാര്യമുണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കാൻ സമ്മതം കൊടുക്കുന്ന ഭർത്താവ് വേണോ തീരുമാനിക്കേണ്ട വേറെ വിഷയമാണ്. അത് വേറെ കാര്യം. അല്ലെങ്കിൽ കുട്ടികൾ ചാടിപ്പോയിട്ട് പിന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി വരാൻ പാടില്ല, അതാ വിഷയം. എന്നിട്ട് ഞാൻ ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് ഇപ്പോൾ പണ്ടേ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് പ്രശ്നമില്ല സാറേ ഞങ്ങൾ വിചാരിച്ചു. നിങ്ങളങ്ങനെ അത് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ സഹോദരങ്ങൾ, ഞാനിത് പറയാനുള്ള കാരണം അത്രയും കേസ് കണ്ടതുകൊണ്ടാണ്. മിഞ്ഞാന്ന് വന്നിട്ടുണ്ടൊരു കേസ്, അതിൻ്റെ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടൊരു കേസ്. നമ്മളെ ഉമ്മത്തിൽപ്പെട്ട കേസുകളാണ് ഈ വരുന്നത്. ഇതൊന്നും തെറ്റില്ല ശരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശാലമായിട്ട് ലിബറലിസത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിതിൻ്റെ വേദന മനസ്സിലാവും. കാരണം എനിക്കൊരു പെൺകുട്ടി ഉണ്ട്. എൻ്റെ 3ാമത്തെ കുട്ടി പെൺകുട്ടി, 2 ആൺകുട്ടിയുടെ പെൺകുട്ടി എനിക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ 3ാമത്തെ പെൺകുട്ടി ഫാത്തിമ എന്നാണ് അതിൻ്റെ പേര്. അതിനിപ്പോൾ 2.5 വയസ്സായിട്ടുള്ളൂ. ആ ഫാത്തിമ എന്നുള്ള പെൺകുട്ടീനെ ഒരു വാപ്പ എന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചത്തിട്ടിട്ടാണ് ഞാൻ വളർത്താറുള്ളത്. എനിക്കതിൻ്റെ വേദന അറിയാം. ഈ പെൺകുട്ടി ഞാൻ എൻ്റെ നെഞ്ചത്തിട്ട് ഇപ്പാന്ന് പറയും, നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരാൻ കാത്തിരിക്കുക, ഇപ്പം ചെയ്യാൻ ഓടി വരുന്നത് കേട്ട് ഇപ്പം അതിൻ്റെ കൈമലി എന്തോ ഇത് കഴിച്ചതിൻ്റെ കണക്കവിടെ കാക്കും. അത് ഭയങ്കര രസമാണ്. അതൊക്കെ ആ കുട്ടി നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളെ നെഞ്ചത്തിട്ട് പലപ്പോഴും ഉറക്കി അങ്ങനെ പൊന്നുപോലെ നോക്കിയ മോള് ഒരു സുപ്രഭാതത്തിൽ ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഓനെ മതി എന്ന് പറഞ്ഞാൽ ഏത് ബാപ്പാക്കാണ് സഹിക്കുക, ഏത് ഉമ്മക്കാണ് സഹിക്കുമോ? ഇല്ല. പക്ഷെ എന്ത് വേണം, സഹിക്കൂലെന്ന് പറഞ്ഞിട്ട് മാത്രമേ കാര്യമില്ല. അതിനുള്ള നിലപാട് ആദ്യം എടുക്കണം, തുടക്കം മുതലേ വേണം. ഇപ്പോൾ ഒറ്റ കാര്യം കൂടി വേണം അവസാനിപ്പിക്കാം, ഇതിൻ്റെ ഭാഗം തന്നെ വേണ്ടത്, വേറെ വിഷയമല്ല. ഇപ്പോൾ ഈ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്, അത് പരിധി വിട്ടു പോകുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരാൾ പറയും സാറേ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, അവരോട് നമുക്ക് എതിർപ്പില്ല. പക്ഷേ അത് പ്രശ്നമായി കഴിഞ്ഞാൽ കൗൺസിലിംഗ് വരാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് ആധുനികതയുടെ എല്ലാ വിശാലതയും വേണമെന്ന് പറയാം, മറ്റൊരു ഭാഗത്ത് കുട്ടി ചാടി പോകാൻ പാടില്ല എന്ന് പറയാം. രണ്ടും കൂടെ ഒരിക്കലും നടക്കൂല. ഒരിക്കൽ എൻ്റെ അടുത്തൊരു വാപ്പ വന്നു, എന്നിട്ട് പറയും സാറേ എൻ്റെ മോള് ചാടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം? ആകെ ഒരു മോളാ സാറേ, ഓള് ചാടിപ്പോയി. അപ്പോൾ ഓൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടി, കോളേജിൽ പോകാൻ സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു. മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. ഇൻ്റർനെറ്റ് കണക്ഷൻ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു കൊടുത്തു. എല്ലാം അവൾ എത്ര നേരം ഫോൺ ഉപയോഗിച്ചാൽ പോലും ഞങ്ങൾ എതിർത്തൊന്നും പറഞ്ഞില്ല. അത്ര സ്നേഹത്തോടെ നോക്കിയെന്നാണ് അയാൾ പറയാം. എത്ര നേരം പാതിരാത്രിക്ക് ഫോൺ ഉപയോഗിച്ചാലും ആരോട് വിളിച്ച് സംസാരിച്ചാലും ഞങ്ങൾ എതിർത്തില്ല. സ്നേഹമായിട്ട് ഇയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? ആ മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ വരണ്ടേ? എന്താ ആൾ വന്നിട്ട് പറയണ്ടേ സാറേ ഞങ്ങളുടെ മോൾക്ക് എല്ലാ സൗകര്യം, ഫോണും പാതിരാത്രി സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും മോൾക്ക് ലൈനൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ട് വരണോ? ഇപ്പം ലൈനൊന്നുമല്ല, പുതിയ കാലം വേറെ. ആ പേര് പറഞ്ഞ് ഫേമസാക്കണമെന്ന് തോന്നി. ബെസ്റ്റി എന്നാണ് ഒരു പേര്. ഞങ്ങൾ വിചാരിക്കത് സുഹൃത്ത് എന്നുള്ളതിൻ്റെ പുതിയൊരു പേരൊക്കെ, അതൊന്നുമല്ല. അതിനപ്പുറത്ത് വേറെ സാധനമുണ്ട്, FWB എന്നതിൻ്റെ പേര്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്. മനസ്സിലായില്ലേ? ബെനിഫിറ്റ് എന്താ മനസ്സിലായില്ലേ? ഫിസിക്കൽ ഇൻ്റർകോഴ്സ്. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് ആണ് ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം. അവർ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുന്നു എന്ന് അതിൻ്റെ അർത്ഥം. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ കോളേജിനെതിരെയുള്ള ആരോപണമായി മാറി. തൊട്ടടുത്തൊരു കോളേജ്, ഇവിടുന്ന് ഇത് പെടണ്ണപ്പാറല്ലേ, ഈ എടവണ്ണപ്പാറ നാട്ടിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലത്തുള്ളൊരു കോളേജ്, 90% മുസ്ലിംസ് പഠിക്കുന്നൊരു കോളേജ്. എടവണ്ണപ്പാറന്ന് വലിയ ദൂരമില്ലാത്തൊരു കോളേജ്. നിങ്ങൾ ഒരു കോളേജ് കൂട്ടിക്കോ, മലപ്പുറം ജില്ലയിലാണ് വളരെ പ്രധാനപ്പെട്ട കോളേജ്. അവിടെ നിന്നാണ് ഇപ്പം അടുത്തൊരു കേസിൻ്റെ അടുത്ത് വന്നത്, FWB എന്ന് പറഞ്ഞിട്ട്. FWB എന്ന് പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുന്ന ബന്ധം, ഒരാണും പെണ്ണും തമ്മിൽ എന്തൊക്കെ ചെയ്യുക അതൊക്കെ ഷെയർ ചെയ്യുന്നു അതിൻ്റെ അർത്ഥം. ബെസ്റ്റി എന്ന് പറഞ്ഞാലും ആ അർത്ഥമുണ്ട്. പണ്ടത്തെ പോലെ ഫ്രണ്ട്ഷിപ്പൊന്നുമല്ല. പണ്ടത്തെ കാലത്തേക്ക് ഒരു ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലൈൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിക്കാരോ ഇല്ലേ? പണ്ട് ലൈൻ അടിച്ചൊരു കൈപ്പൊക്കണ്ട
എല്ലാവരും പൊക്കേണ്ടി വരും, അവനെ ഇടക്കാറാവത്. അതല്ല വീഡിയോ എന്തെങ്കിലും കണ്ടാലോ ലൈൻ അടിച്ചവരൊക്കെ കൈപ്പൊക്കെ പറഞ്ഞാൽ എല്ലാവരും അടിച്ചിട്ടുള്ള ഒരു കാലത്ത് ഒരു ക്രഷ് എന്നൊക്കെ പറയും. ഒരു ചിലപ്പോൾ ലൈൻ അടിച്ചൊക്കെ നടന്നിട്ടുണ്ടാവില്ല. എന്നാളൊരു ഒരു മൂലാരിട്ടിൻ്റെ ഒരു അനുഭവം പറയണേ. മൂലാരിറ്റി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ ദർസിൽ പഠിക്കുന്ന മുത്താലിമ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂലാരിറ്റിയാണ്. ഈ മൂലാരിറ്റിന് 3 പെൺകുട്ടികൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിസ് ചെയ്തു. ഇത് ഹക്ക് പറയാം, അള്ളാഹുവിനെ സാക്ഷി നിർത്തി തമാശ പറയല്ല, ഹക്ക് ഉണ്ടായ സംഭവം പറയാം. ഇത് ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്താണ് കൈകാര്യം ചെയ്ത് ആ കേസ്. എടാ പെൺകുട്ടികളെ 3 സ്കൂളിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇവർ ഈ മുത്താലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പാവങ്ങളായി ഒരു നല്ല സ്വഭാവമൊക്കെ ആയിട്ട് ഒരു അച്ചടക്കത്തോടു കൂടെ ഈ കുട്ടിനെ കാണാൻ ഒരു വെളുത്തിട്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കണം, ഈ പെൺകുട്ടികളൊക്കെ ഏറെ സാധനങ്ങൾ, അതായത് പറയുന്നത് എടി ആ മൂലരിട്ടിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ, നമുക്ക് ഉമ്മ കൊടുക്കുക. ഈ 9ാം ക്ലാസ്സിലുള്ള പെൺകുട്ടിക്ക് 14 വയസ്സ് 15 ആയിട്ടുണ്ടാവുള്ളൂ. ഈ പെൺകുട്ടി പറയാം എടി അതിലൊന്ന് കിസ് ചെയ്താലോ. അപ്പോൾ ഇവിടെ ഇച്ച് കിസ് ചെയ്ത് ഞാനും കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ 3 ആളും കൂടെ ചാടി വീണ് ആക്രമിച്ചു. പാവപ്പെട്ട ബുദ്ധി ഹക്കാണ് ഞാൻ പറഞ്ഞിട്ട് തമാശ പറയില്ല. എനിക്ക് എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുണ്ട്, അദ്ദേഹം കൈകാര്യം ചെയ്ത കേസ് അദ്ദേഹത്തിൽ നേരിട്ട് ഞാൻ കേട്ടതാണ്. ഇതാണ് അവസ്ഥ. ഭയങ്കര സാധനങ്ങളാണ് ഈ പെണ്ണുങ്ങളിപ്പോൾ പുതിയ തലമുറയിൽ. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഈ വിഷയത്തിലും കൂടെ ഒരു തീരുമാനം എടുക്കാമോ. ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, മൊബൈലിൻ്റെ കാര്യം. നിങ്ങൾ മക്കൾ വീട്ടിൽ പോയിട്ട് തീരുമാനം എടുക്കും, മക്കളെ നമ്മളിന്ന് ഡിവൈസിൻ്റെ കാര്യം. എന്നിട്ട് നിങ്ങൾ അപ്പോൾ കുട്ടികൾ 2 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികൾ ഇതിൽ അടിമപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ എന്തെങ്കിലും ഐഡിയ എടുക്കുക. അതിൻ്റെ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും ടോയൊക്കെ വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് അവരുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. ഒരു പുതിയൊരു സാധനം കിട്ടുമ്പോൾ ഒരു 100% അറ്റൻഷൻ അതിലേക്ക് വരും കുട്ടികൾക്ക്. എന്നിട്ടിത് മാറ്റാം. ഒന്ന് പുതിയത് കൊടുക്കാതെ മാറ്റിയാൽ അവർ ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഇനി ഒരു കുട്ടികൾ പിന്നെ ഘട്ടമായിട്ട് മാറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ 5 വയസ്സിന് മേലെയുള്ള 10, 12, 15 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വല്ലപ്പോയി നേരത്തെ ഞാൻ പറഞ്ഞ വെടിവെക്കുന്ന റേസിംഗ് ഗെയിമുകൾ അല്ലാത്ത ഇൻ്റലക്ച്വൽ ഗെയിമുകൾ ഉണ്ടാവും. ബുദ്ധി വർദ്ധിപ്പിക്കുന്ന പസിൽസോ അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ ഗെയിമോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളില്ലാത്ത രസകരമായ ഗെയിം കുറഞ്ഞ സമയമൊക്കെ വല്ലപ്പോഴും ഞാൻ പറഞ്ഞു എന്നും അല്ല കേട്ടോ കളിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ കുട്ടികളും അസാംസ്കാരിക പ്രവർത്തനങ്ങൾ വൃത്തികെട്ട പലതും ഇതിനകത്ത് കാണുന്നത് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഒരു കുട്ടി പറഞ്ഞു, 12 വയസ്സുള്ള കുട്ടി ആവശ്യമില്ലാത്തതിൽ കണ്ടിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഓൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു. വാക്ക് ഞാൻ പറയുന്നില്ല, എങ്ങനെ സെർച്ച് ചെയ്താൽ രസകരമായ സംഭവങ്ങൾ കാണാം. അപ്പോൾ എന്താ വൃത്തികേടാണ് അവൻ കാണുന്നത്. എന്നിട്ട് ആ വൃത്തികേട് സ്വന്തം പെങ്ങളിൽ സ്വന്തം സിസ്റ്ററിൽ അവൻ ചെയ്തു, നടന്നില്ല, ശ്രമിച്ചു, അങ്ങനെയാണത് പിടിച്ചത്. ഒക്കെ നമ്മളിപ്പോൾ പുതിയ തലമുറയിൽ കാണുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ നമ്മൾ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്തൊന്ന് ചിരിച്ചിട്ട് മരിക്കണം. അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനൊരു മൂല്യത്തോടു കൂടെ ജീവിക്കണം. ഞാൻ അവസാനമായിട്ടൊരു വാക്ക് പറയുന്നു. നിങ്ങൾ അള്ളാഹിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ വല്ലാതെ മുറുകെ പിടിച്ച് അവരെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുക. മുത്തറസൂൽ പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബബുക്കും. വല്ലാത്തൊരു വാക്കാണത്. അത് എനിക്ക് വിവരമില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് കിട്ടുന്നത് പറയുകയാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ ഞാൻ പറയാം. അത്ര വിശാലമായ മാറ്ററാണത്. റസൂലുള്ളാഹി പറയാം, അള്ളാഹ് പറയാണ്, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരോട്? നമ്മളോട് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ആ അവിടെ ശരിക്കും അവിടെ എന്നെ മഹബത്ത് വെക്കുക എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അവിടെ ഇത്തിബാവ് എന്നുള്ള ഭാഗം വന്നുകൊണ്ട് ചർച്ച ഉണ്ട്. അതിൻ്റെ ചർച്ചൻ്റെ മറുപടി എന്താ വെച്ചാൽ മഹബത്ത് പൂർണ്ണമാകുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ വരുമ്പോഴാണ്. അപ്പോൾ ആ മഹബത്ത് പ്ലസ് അതിൻ്റെ എക്സ്പ്രഷൻ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇത്തിബാവ് എന്നുള്ള പദം അവിടെ വന്നത് എന്ന് ഇമാമിങ്ങൾ അതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലേ? ഇത്തിബാവ് എന്നുള്ള പ്രയോഗം വരാനുള്ള കാരണം അതാണ്. അപ്പോൾ ആ മഹബത്ത് വേണം, ആ മഹബത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം കൂടെ വേണം. അത് എക്സ്പ്രഷനും വേണം. സ്വലാത്തായിട്ടും വരും, നമസ്കാരങ്ങളായിട്ടും വരും, സൂക്ഷ്മതയുള്ള ജീവിതമായിട്ടും എല്ലാമായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കോളിന്നല്ല, ഇങ്ങോട്ട് വരീന്നാണ് പറഞ്ഞത്. ഇൻകുന്തും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെന്ത് ചെയ്യും? യുഹ്ബിബുക്കും അള്ളാഹു നിങ്ങൾ സ്നേഹിക്കുന്ന. അപ്പോൾ അതൊന്ന് മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ പാരായണമൊക്കെ ചെയ്യുന്നൊരു ജീവിതം. പാപ്പ ഉമ്മി എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്നു. ആലോചിക്കും എന്ത് രസം ഉണ്ടാവും വീട്ടിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നൊരു വീട്. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ ഇവിടെ സുബഹി തന്നെ കിട്ടുന്നില്ല. എടാ തഹജ്ജുദ് സുബഹി തന്നെ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ തഹജ്ജുദ്? ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേക്കും, 3:30 ഉറങ്ങിയാലും 4 മണിക്ക് നിങ്ങൾ എഴുന്നേക്കും, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഗൾഫ് പോകണ തലേന്ന് രാത്രി 2:30 ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേക്കുന്നില്ലേ? ഇല്ലേ? ഫ്ലൈറ്റ് മിസ്സാവും വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ടൂറ് പോവുകയാണെങ്കിൽ ടൂറ് മിസ്സാകുമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേക്കുന്നില്ലേ? അപ്പം അത്ര പോലും അള്ളാഹുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതല്ല എന്നതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത്. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് അള്ളാഹിനെ ആലോചിക്കണമെങ്കിൽ എന്ത് വരണം എന്നറിയോ? അസുഖം വരണം. അസുഖം വരണം, വേണ്ടേ?
അള്ളാഹ് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ പറ, ഞാൻ നീട്ടിക്കൊണ്ട് പോയാലുണ്ട്, ഒരഞ്ചിനോട് അവസാനിപ്പിക്കാനാണ്. പക്ഷെ അത് പ്രധാന അവസാനം അതിൻ്റെ കൺക്ലൂഷനാണത്. ഇന്നത്തെ കാലത്ത് നമ്മൾ അള്ളാഹിനെ ഏറ്റവും കൂടുതൽ വിളിക്കുക എപ്പോഴാണ്? നമുക്ക് അസുഖം ഉണ്ടാകുമ്പോഴാണോ ഇല്ലാതിരിക്കുമ്പോഴാണോ? എപ്പോഴാ? ഉണ്ടാകുമ്പോഴല്ലേ? അല്ലേ എന്തൊരവസ്ഥ! അതന്നെ കഷ്ടകാലം. രോഗം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ വിളിക്കാം, അത് വിളിക്കണ്ടെന്നല്ല പറയുന്നത്. അപ്പം നമ്മൾ രോഗം മാറ്റിത്തരാൻ മാത്രമാണോ അള്ളാഹു? ആണോ? വിസ പാസ്സാക്കി തരാൻ മാത്രം അള്ളാഹു? ഊരവേദന മാറ്റാൻ ഡോക്ടർ അള്ളാഹു? കല്യാണം ശരിയാക്കാൻ, വീട് ശരിയാവാനും സ്ഥലം വിറ്റ് പോകാനും മാത്രം അള്ളാഹു ആണോ? അള്ളാഹിനോട് ചോദിക്കേണ്ട പരമപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ, പടച്ചോനെ എന്നൊന്ന് കൊന്നുതരണം എന്നാ. അതെന്താ കൊന്നുതരണം? അനാനിയത്തിനെ കൊല്ലണം എന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ട്, അതൊന്നും ഇല്ലാതാക്കിയിട്ട് ഞാൻ നീയിൽ ലയിക്കുന്ന ആ ഒരു പ്രത്യേകമായൊരവസ്ഥ, ഫനാ എന്ന് പറയുന്നതിന്. ഫനാ സംഭവിച്ചിട്ട് നിസ്കരിച്ചാലുണ്ടല്ലോ, നിസ്കാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല മക്കളെ. എന്തോ ഒരു ആനന്ദം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നിസ്കരിച്ചിട്ട് 10 ജ്യൂസ്, 1 കോടി ജ്യൂസ് കുടിച്ചതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടുക, ആനന്ദം കൊണ്ട് ഇങ്ങനെ. അപ്പോഴാണ് ഇവരൊക്കെ വിളിച്ച് പറഞ്ഞത് ഐന അബ്നാ ഉൽ മുലൂക്ക് അൻ ഹാദിഹിൽ ലദാത്ത്. ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഒരു AC, ഒരു എയർ കണ്ടീഷണർ, ഒരു ഫാനും ഒന്നും ഉണ്ടാവില്ല. ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്നും കാട്ടിൽ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടൊക്കെ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് ഔലിയാക്കന്മാർ വിളിച്ച് പറഞ്ഞ ആ ഘട്ടത്തിലാണ്. അതിങ്ങനെ ലദ്ദത്തുൽ ഇബാദത്ത്, ലദ്ദത്തുൽ ദിക്ർ, ലദ്ദത്തുൽ ശുക്ർ, ലദ്ദത്തുൽ മഹബ, ഇങ്ങനെ കുറേ സാധനങ്ങൾ, ലദ്ദത്തുൽ ഇൽമുണ്ട് പണ്ഡിതന്മാർക്ക്. അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴാണ് അവരത് വിളിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ലോകമുണ്ട് നമുക്ക്. അപ്പോൾ ഒന്ന് അള്ളാഹുവിനോടൊന്ന് അടുക്കണം. രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരോട് പറയും പോലെ ഉൾപ്പില്ലാതെ പറയുന്നൊരവസ്ഥ അല്ല. അല്ലാത്തപ്പോൾ അള്ളാഹിനെ വിളിക്കണം, ശരിക്കും വിളിക്കണം. അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരു തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന, സുബഹിയൊക്കെ നിസ്കരിക്കുന്ന ഓട്ടുപാറക്കാർ എൻ്റെ നാട്ടിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന അവിടെ മൂപ്പരോടെ പോയോ? അവിടെ ഇരുന്ന ആളാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ മൂപ്പര വീട്. അപ്പോൾ നമ്മളെ പലരും ഉണ്ട്. നമ്മളെ സുഹൃത്താണ് റഹീം, അല്ലേ? റഹീം നമ്മൾ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് പലരും ഈ ഓട്ടുപാറയിൽ നമുക്ക് അറിയുന്നവരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല കുടുംബമാണ് ഇതൊക്കെ. മാന്യമായി നല്ല ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ചിട്ടയുള്ളൊരു ജീവിതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അല്ലാഹു ആലം. അല്ല അങ്ങനല്ലേ? അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കട്ടെ. നമ്മളൊക്കെ അല്ലാഹു തആല നന്നാക്കട്ടെ. ഞാനൊരു തികഞ്ഞ ആളായിട്ട് പറഞ്ഞതല്ല ഇതൊന്നും. അപ്പോൾ ഒരാൾ ഒരു ദിവസം സുബഹി നിസ്കരിച്ചിട്ട്, ഇതും കൂടെ ലാസ്റ്റ് വാക്കാട്ടോ, സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, ഈ സുബഹി നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു, അതായത് അള്ളാഹിൻ്റെ അടുത്ത് ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പണി ചെയ്യുന്നവരെ സുബഹി നിസ്കരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് അള്ളാഹു കട്ട് ചെയ്യും. അപ്പോൾ ഒരാൾ സുബഹി ഖദാവുന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കണം, അള്ളാഹിൻ്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഔട്ടാണ് എന്ന് മനസ്സിലാക്കണം. ബാക്കി നിസ്കാരത്തിൻ്റെ കാര്യം പറയണ്ട കേട്ടോ, ബാക്കിയിലൊക്കെ ഉണ്ട്. സുബഹിയാണ് കൂടുതൽ മിസ്സാകുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. പിന്നെ അസർ, ഇത് സുബഹി ബാക്കിയൊക്കെ എന്താ നിസ്കരിക്കണം, സുബഹി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ഞാൻ പറഞ്ഞ് ഒരാൾക്ക് സുബഹി മിസ്സാകുന്നുണ്ടെങ്കിൽ അയാൾ പേടിക്കണം, പടച്ചവനെ നിൻ്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ പുറത്തായോ പടച്ചവനെ എന്നൊരു പേടി ഹൃദയത്തിൽ വരണം. അങ്ങനെ നമ്മളെ മക്കളെ നമുക്ക് ആ വഴിയിൽ വളർത്താൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചൊരു സുപ്രഭാതത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മക്കളൊന്നും കഴിയില്ല, സഹോദരന്മാരെ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്നിച്ച് മക്കളെ വിളിക്കുക, ഭാര്യ ഒന്നിച്ചിരിക്കുക, എല്ലാവരും ഒന്നിച്ച് സുബഹിയൊക്കെ നിസ്കരിച്ച് ആ ഒരു അവസ്ഥയിൽ വരണം. അല്ലാഹു തആല നമ്മുടെ കുടുംബം ഹൈറായ രീതിയിലാക്കി തരുമാറാവട്ടെ. ഏതായാലും സന്തോഷത്തോടു കൂടെ ഈ കുടുംബസംഗമത്തിൽ പങ്കെടുത്തതിൻ്റെ എല്ലാവരും സന്തോഷങ്ങളും അറിയിച്ച് അള്ളാഹ്ക്ക് പൊരുത്തമുള്ള രീതിയിൽ ജീവിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, വലിയ ഒരു സന്തോഷകരമായ ഒരു സംഘമാണ് കുടുംബം ചേരുക എന്ന് പറഞ്ഞാൽ വലിയ ഫضലുള്ള കാര്യമാണ്. അല്ലാഹു തആല ഇതിനു വേണ്ടി അധ്വാനിച്ച, ഇവിടെ ഈ കുടുംബസംഗമം ഇന്ന് നടക്കാൻ വേണ്ടി ഇതിൻ്റെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ്, ചിലപ്പോൾ ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ അധ്വാനം തുടങ്ങിയവരുണ്ടാവും ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ. ആ ചെറുപ്പക്കാരും മുതിർന്നവരൊക്കെ അള്ളാഹു അവർക്കൊക്കെ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി വലിയ അധ്വാനം അവർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു തആല സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ ഒരു മിസ്ല തവാബ്, ഒരു സന്തോഷമായിട്ട് അള്ളാഹു തആല, പിന്നെ സിലത്തുർ റഹ്മാണല്ലോ, അത് അള്ളാഹു തആല അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഇരിക്കുന്ന വല്യപ്പന്മാർ, ഉപ്പമാർ, അതുപോലെ തന്നെ ഉമ്മമാർ, വല്യമ്മമാർ, അതുപോലെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ഇസ്സത്തുമുള്ള അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ, അള്ളാഹിൻ്റെ ദിക്റിലും ശുക്റിലുമായിട്ടുള്ള നല്ല ദീർഘായുസ് അള്ളാഹു നൽകട്ടെ എന്നൊക്കെ ദുആ ചെയ്ത് എല്ലാവരും ദുആ ചെയ്യണം എന്നുള്ള വസിയത്തോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.